ഉമ്മനോട് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് കാര്യങ്ങളും നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുമ്പോഴത്തേക്ക് പബ്ലിക്കിനെ നന്നാക്കുന്നതിന് മുന്നേ നിങ്ങളുടെ വീടുകൾ നന്നാക്കുക, വീട്ടുകാരെ പറഞ്ഞ് മനസ്സിലാക്കുക. കാരണം അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ലെറ്റ്സ് ഇപ്പം നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി അല്ലെങ്കിൽ അടിയിട്ടിറങ്ങി നിങ്ങൾ എന്തൊക്കെയോ അച്ചീവ് ചെയ്തു, നിങ്ങൾ വലിയ ആളായി എന്നൊരു തോന്നൽ നിങ്ങൾക്കുണ്ട്. ഓക്കെ, നിങ്ങൾ എന്തൊക്കെയോ ആയി കഴിഞ്ഞിട്ട് നിങ്ങൾ വീട്ടിൽ വരുമ്പോഴത്തേക്കും നിങ്ങളൊന്നും അല്ല എന്നുള്ള ഫീല് നിങ്ങളുടെ വീട്ടുകാർ നിങ്ങൾക്ക് വരും. വൈ ഡിഗ്രി ഈ സപ്പോർട്ടിങ് വുമൺ എംപവർമെൻറ്റ്. നിങ്ങൾ മറ്റേ ചങ്ങലയൊക്കെ നമ്മൾ തല്ലി പൊട്ടിച്ച് തരും. നിങ്ങൾ നടന്നാൽ മതി, പറന്നാൽ മതി, പറക്കണം, ഫ്ലൈ ഹൈ. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നല്ല തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്നത് നമുക്കാണ്. ഇപ്പോൾ അവർക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു തീരുമാനം വേണ്ടെന്ന് വെക്കുമ്പോഴത്തേക്കും ജീവിതകാലം മൊത്തം അതോടത്ത് റിഗ്രറ്റ് ചെയ്യുന്ന നമ്മളായിരിക്കും. ഇപ്പം ഇഷ്ടമല്ലാത്ത ജോലിക്ക് പോയി വർക്ക് ചെയ്തു, ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നു. അതല്ലെങ്കിൽ ഇപ്പോൾ വേറെ ഒരു മാരീഡ് ആയിട്ടുള്ള ഒരാൾക്കാണെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, വീട്ടിലെ ഫാമിലി നോക്കണം, കുഞ്ഞുങ്ങളെ നോക്കണം, ഈ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ടാകും. അല്ലെങ്കിൽ വയ്യാത്ത പേരൻസ് ഉണ്ടെങ്കിൽ അവരെ നോക്കണം. അപ്പം അവർക്ക് ഏറ്റവും നല്ലൊരു കാര്യമല്ല ട്രേഡിങ്. അവരവരുടെ വീട്ടിൽ തന്നെ ഇരുന്ന് അവർക്ക് ഇഷ്ടമുള്ള സമയത്ത് പോയി ഈ കാര്യം പഠിക്കുക, ചെയ്യുക, അവർക്കൊരു ഇൻകം ഉണ്ടാക്കാം. അവർക്ക് അവരുടെ കാര്യങ്ങൾ ഏറ്റവും ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻറ്റ് ഒരു വുമൺ ആവാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്കില്ല് മാത്രം പഠിച്ചാൽ മതി. ട്രേഡിങ് മാത്രം അറിയാമെങ്കിൽ ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞാലോ ഹോം മേക്കറായിട്ട് നിന്നുകൊണ്ട് തന്നെ ട്രേഡ് ചെയ്യുന്ന ഒരാൾക്ക് ഈസി ആയിട്ട് മണി ഏൺ ചെയ്യാൻ പറ്റും. ചേച്ചി വോയിസ് എൻ്റെ മറ്റേ ഡേറ്റിംഗ് ടിപ്സ് ഫോർ മെൻ കണ്ടിട്ട് നിനക്ക് നാണമില്ലേ ഇങ്ങനെയൊക്കെ പോയി പറയാൻ? വീട്ടൊക്കെക്കാരൻ ഒരു മാസം മേടിക്കുന്ന അല്ലെങ്കിൽ ഒരു വർഷം മേടിക്കുന്ന സാലറി എനിക്ക് ഒരു ദിവസം ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ പിന്നെ എനിക്ക് അതിന് പോകേണ്ട കാര്യമില്ല. ഐ വാസ് മോർ ഫോക്കസ്ഡ് ഓൺ മണി. കാരണം ഞാൻ ജീവിച്ചു വന്നപ്പോഴത്തേക്കും ഞാൻ ഫേസ് ചെയ്ത റോമ ഉണ്ടാവും. അപ്പം അതിലെനിക്ക് വേണ്ട സാധനം എന്ന് പറഞ്ഞാൽ പൈസയാണ്. അപ്പം ഞാൻ പോകേണ്ടത് പൈസയുടെ പുറകെ, ഡിഗ്രിയുടെ പുറകെയായിട്ട്. എന്നോട് അമ്മ ചോദിച്ചു ഇതുപോലെ ഇടയ്ക്ക് കല്യാണക്കാര്യം പറഞ്ഞപ്പോഴത്തേക്കും നിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഞാൻ എന്തോ നോക്കും. അമ്മ CEO ഡിഗ്രി, അവർക്ക് ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഗൂഗിൾ മീ എന്ന് പറയാം. അതുപോരാ, എനിക്ക് സർട്ടിഫിക്കറ്റ് വെക്കണമെന്ന്. മോസ്റ്റ് ഓഫ് ദ മെൻ ഡോണ്ട് നോ ഹൗ ടു ട്രീറ്റ് എ വുമൺ. കാരണം അത് പഠിക്കേണ്ട കാര്യമാണ്. ഇപ്പം ലെറ്റ്സ് നമ്മൾ വണ്ടി ഓടിക്കാൻ അറിയാത്ത ഒരാൾ നേരെ കയറി ഒരു പോർഷെ 911 കയറി വണ്ടി ഓടിക്കാനിരുന്ന് എങ്ങനെ ഇരിക്കും? നേരെ കൊണ്ട് കയറ്റും. ദ മോർ ഗേൾ ഫ്രണ്ട്സ്, ദ മോർ കാർസ് ഈ ഡ്രൈവ്, അത്ര എക്സ്പീരിയൻസ് ആയിരിക്കും. സ്ട്രഗിൾസ് ആർ ഫോർ മെൻ. എത്രത്തോളം ആണുങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നത്, ഇത് ദേ ഗെറ്റ് സ്ട്രോങ്ങർ ഇഫ് ദേ ക്യാൻ ഫൈറ്റ്. അവർക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഫൈറ്റ് ചെയ്യാൻ പറ്റാത്ത ആണുങ്ങളെ നമുക്ക് ആണുങ്ങളെന്ന് വിളിക്കാൻ പറ്റില്ല. ദേ ബോയ്സ്. There's a difference between boys and girls. നമ്മുടെ ജീവിതത്തിൽ 2 തീരുമാനങ്ങൾ നമ്മൾ വളരെ സൂക്ഷിച്ചെടുക്കേണ്ട കാര്യങ്ങളാണ്. വേറെ എന്തിലും നമുക്ക് എന്തും ചെയ്യാം, എന്തും തീരുമാനിക്കാം, ഒരു കുഴപ്പമില്ല. വി ക്യാൻ ടേക്ക് എനി റിസ്ക് വി വാണ്ട്. ബട്ട് വെൻ ഇറ്റ് കംസ് ടു അവർ പ്രൊഫഷൻ ആൻഡ് അവർ പാർട്ട്ണർ, ഏറ്റവും കോൺഷ്യസ് ആയിട്ട് എടുക്കേണ്ട തീരുമാനങ്ങളാണിത്. ഇത് വേറൊരാളും എടുത്തു തരരുത്, നമ്മൾ തന്നെ എടുത്തിരിക്കണം, ഇല്ലെങ്കിൽ പണി കിട്ടും. സോ ഹായ് ഗൈസ്, വെൽക്കം ടു അനദർ പോഡ്കാസ്റ്റ്. ഇന്ന് നമ്മുടെ ഒരു സ്പെഷ്യൽ പോഡ്കാസ്റ്റ് ആണ്. സോ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ടോപ്പിക്സും വളരെ സ്പെഷ്യലാണ്. ഇറ്റ്സ് ഡെഡിക്കേറ്റഡ് ടു ദ വുമൺ ഔട്ട് ദെയർ. കാരണം ഇറ്റ്സ് സ്പെഷ്യലി ഫോർ വുമൺ. അപ്പം ഇന്ന് നമ്മുടെ കൂടെ വി ഗോട്ട് 2 ബ്യൂട്ടിഫുൾ ലേഡീസ്, അശ്വതി ആൻഡ് ആഷ്ന. അവരുടെ എക്സ്പീരിയൻസുകളും അവരുടെ ക്വസ്റ്റ്യൻസും അവരുടെ ചോദ്യങ്ങളും റിഗാർഡിങ് വുമൺ ഓൺടർപ്രണർഷിപ്പ് അല്ലെങ്കിൽ ബിസിനസ് ഫോർ വുമൺ, മണി മേക്കിംഗ് ഫോർ വുമൺ, ട്രേഡിംഗ് ഫോർ വുമൺ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കായിരിക്കും നമ്മളിന്ന് ഡൈവ് ഇൻ ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഗൈസ് റെഡി? ലെറ്റ്സ് ഗോ. അപ്പോൾ സുബിൻ്റെ കാഴ്ചപ്പാടിൽ എന്താണ് വുമൺ എംപവർമെൻറ്റ് അല്ലെങ്കിൽ ജെൻഡർ ഇക്വാലിറ്റി ഇങ്ങനെയൊക്കെ ഉദ്ദേശിക്കുന്നതുകൊണ്ട് സുബിൻ എന്താണ് അതിൻ്റെ ഉദ്ദേശിക്കുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ, ജെൻഡർ ഇക്വാലിറ്റി ആൻഡ് വുമൺ എംപവർമെൻറ്റ് എന്ന് പറയുന്നത് എക്സ്ട്രീംലി ഡിഫറെൻ്റ് ആയിട്ടുള്ള 2 കാര്യങ്ങളാണ്. അപ്പം ഞാൻ ആദ്യം വുമൺ എംപവർമെൻറ്റിനെ പറ്റിയിട്ട് പറയാം. ജെൻഡർ ഇക്വാലിറ്റി കോൺട്രവേഴ്സിലായതുകൊണ്ട് നമുക്ക് പിന്നീട് അതിലോട്ട് കിടക്കാം. സോ ടോക്കിംഗ് അബൌട്ട് വുമൺ എംപവർമെൻറ്റ്, ഐ റിയലി ബിലീവ് ഇൻ വുമൺ എംപവർമെൻറ്റ്. അത് ഇപ്പം നമ്മുടെ സൊസൈറ്റിയിൽ പല കൺസെപ്റ്റ്സ് ഉണ്ട്. കാരണം ഈ പറഞ്ഞ ഇക്വാലിറ്റി സംഭവം, ഫെമിനിസം, വുമൺ എംപവർമെൻറ്റ് ആൾക്കാർക്ക് അറിയില്ല. വുമൺ എംപവർമെൻറ്റ് എന്താണെന്ന് അറിയില്ല, ഫെമിനിസം എന്താണെന്ന് അറിയില്ല, ഇക്വാലിറ്റി എന്താണെന്നുള്ളത് അറിയില്ല. അപ്പം ഇപ്പം നിങ്ങൾക്കുള്ള കൺസെപ്റ്റ്സും പല ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ഇപ്പം ഇവിടെ ആണെങ്കിലും ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പം ഫെമിനിസ്റ്റുകളുടെ കുറേ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. സെയിം സാലറി, സെയിം വേജസ്, സെയിം ഓപ്പർച്യൂണിറ്റി, അല്ലെങ്കിൽ അങ്ങനൊരു ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ട്. പിന്നെ അബ്സേർഡായിട്ടുള്ള കുറേ ഫെമിനിസം പറയുന്ന കുറേ ആൾക്കാരുണ്ട്. സോ ഐ ഡോണ്ട് ബിലീവ് ഇൻ ദാറ്റ് ബുൾഷിറ്റ്. അപ്പം ഐ ബിലീവ് ഇൻ ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ്. ആൻഡ് ടോക്കിംഗ് അബൌട്ട് വുമൺ എംപവർമെൻറ്റ്, അത് വളരെയധികം നമ്മുടെ ഇപ്പം 2025 പണ്ട് തൊട്ടേ വളരെയധികം സൊസൈറ്റിയിൽ വേണ്ട ഒരു കാര്യമാണ് വുമൺ എംപവർമെൻറ്റ്. കാരണം ഇപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങൾ ഫേസ് ചെയ്തിട്ടുള്ള കുറേ ഇഷ്യൂസ് ഉണ്ടാവും. പല കാര്യത്തിലും നിങ്ങൾക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും. നിങ്ങളുടെ പേരൻസ്, സ്റ്റാർട്ടിങ് ഫ്രം അവർ ഫാമിലി, ഏറ്റവും കൂടുതൽ റെസ്ട്രിക്ഷൻസ് അനുഭവിക്കുന്നത് ഫാമിലിയിൽ നിന്നായിരിക്കും. പണ്ടൊക്കെ ഈ പറയുന്ന പോലെ അവിടെ പോകാൻ പറ്റില്ല, ഇവിടെ പോകാൻ പറ്റില്ല, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ടാവും. എവിടെ പോകണേലും വിളിച്ച് പറഞ്ഞിട്ടേ പോകാൻ പറ്റുള്ളൂ, അങ്ങനെയുള്ള സംഭവങ്ങളുണ്ടാവും. അശ്വതിയുടെ വീട്ടിലൊക്കെ ആ പ്രശ്നങ്ങൾ സോളിഡായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടാവും. പിന്നെ
ഇപ്പം നിങ്ങൾക്ക് ഒരു ചേട്ടനോ അനിയനോ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് കിട്ടുന്ന പല പ്രിഫറൻസുകളും നിങ്ങൾക്ക് കിട്ടത്തില്ല. അങ്ങനെയുള്ള ഒരു പ്രശ്നം നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് കിട്ടത്തില്ല. ഓക്കെ, അവനാണല്ലേ, അവനത് ചെയ്യാം, നീ പെണ്ണല്ലേ, അതുകൊണ്ട് നിനക്കത് ചെയ്യാൻ പറ്റില്ല. സുബിൻ അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ അതോ? ഞാൻ അതിലോട്ട് വരുന്നത്. അപ്പം ഈ ഒരു സംഭവമൊക്കെ നിങ്ങൾ ഫേസ് ചെയ്തിട്ടുള്ളതായിരിക്കും. ഇപ്പോൾ ആണുങ്ങൾക്ക് ഉള്ള ഓപ്പർച്യൂണിറ്റീസ്, ഇപ്പം ഒരാണിന് ഒരു ബിസിനസ്സുകാരനാകാൻ പറ്റുമെങ്കിൽ ഒരു പെണ്ണ് ഒരു ബിസിനസ്സുകാരിയാകാൻ പറ്റും. ഓക്കെ, അതുപോലെ ഒരാണിന് ഒരു പർട്ടിക്കുലർ റോൾ ചെയ്യാൻ പറ്റുവാണെങ്കിൽ പെണ്ണും അത് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് റോളുകളുണ്ട്. പക്ഷേ ചില കാര്യങ്ങളിൽ ആണുങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ആണുങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ, പെണ്ണുങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം പെണ്ണുങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ആണുങ്ങൾ ചെയ്യുന്ന എല്ലാം പെണ്ണുങ്ങൾ ചെയ്യണം എന്ന് പറയാൻ നടക്കുന്ന കാര്യമില്ല. അതുപോലെ പെണ്ണുങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ആണുങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞാലും നടക്കുന്ന കാര്യങ്ങളില്ല. സോ ബേസിക്കലി ദാറ്റ്സ് എ കൺസെപ്റ്റ്. അപ്പം വെൻ ഇറ്റ് കംസ് ടു വുമൺ എംപവർമെൻറ്റ്, ഇപ്പം പെണ്ണല്ലേ എന്നുള്ള പേരിൽ ഈ പറയുന്ന പോലെ ഒരാളുടെ ഡ്രീംസോ അല്ലെങ്കിൽ അംബീഷൻസോ കട്ട് ചെയ്യുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം ഇപ്പം പ്രിയങ്ക ചോപ്ര എന്ന് പറയുന്ന ആൾ, ഇവിടെ എനിക്ക് തോന്നുന്നു നിങ്ങളെപ്പോലുള്ള എല്ലാ ലേഡീസിൻ്റെ ഏറ്റവും കൂടുതൽ ഇൻസ്പിറേഷൻ ആയിട്ടുള്ള ഒരാളാണ് പ്രിയങ്ക ചോപ്ര. ഷീ ഈസ് മേക്കിംഗ് ഹെർ കൺട്രി പ്രൗഡ്. അത് ആൾ അംബീഷ്യസ് ആയതുകൊണ്ടും അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ. അപ്പം റിസ്ക്കുകളുണ്ടാവും. ഇപ്പം ഒരു പെൺകുട്ടിക്ക് പല റിസ്ക്കുകളെയും ഫേസ് ചെയ്യാൻ റെഡിയാണ്, അല്ലെങ്കിൽ ഷീസ് ഗോട്ട് എ സോളിഡ് വിഷൻ, അല്ലെങ്കിൽ ദിസ് ഈസ് വാട്ട് ഐ നീഡ് എന്നുള്ളൊരു കാര്യമുണ്ട്. അല്ലെങ്കിൽ ഇപ്പം ഷീ വാണ്ട്സ് ടു ബിക്കം എൻ ആക്ട്രസ്, അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്ന് ഒരു കൺസെപ്റ്റ് ഉണ്ട്. അല്ലെ അത്രയും സോളിഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ വൈ നോട്ട് എന്നുള്ളത് തന്നെയാണ് എൻ്റെ ചോദ്യം. പക്ഷേ കുറേ പെൺകുട്ടികൾക്ക് ആഗ്രഹം മാത്രമേ ഉണ്ടാവുള്ളൂ, അവർക്ക് ചെയ്യാൻ പറ്റില്ല. ദേ കാൺ ഹാൻഡിൽ റിസ്ക്. ഇപ്പം ബിസിനസ് പെർസ്പെക്റ്റീവ് ഞാൻ പറയാം. ഇപ്പോൾ ഒരു ബിസിനസ്സിലെന്ന് പറഞ്ഞാൽ ഒരുപാട് റിസ്ക്കുകളുണ്ട്. റണ്ണിങ് എ ബിസിനസ് എന്ന് പറഞ്ഞ പ്രശ്നങ്ങളുണ്ട്. ഡെയിലി ബേസിസ് സ്ട്രഗിൾ ഉണ്ടാവും, സ്ട്രെസ് ഉണ്ടാവും, ഇതെല്ലാം ഉണ്ടാവും. അപ്പം ഒരു പെൺകുട്ടി അത് ഡീൽ ചെയ്യുന്നു, ആൺകുട്ടി അത് ഡീൽ ചെയ്യുന്നു, രണ്ട് രീതിയിലായിരിക്കും. കാരണം എല്ലാ പെൺകുട്ടികൾക്കും അത് പറ്റത്തില്ല. ആണുങ്ങൾക്ക് പലർക്കും അത് പറ്റും. ഈ ഒരു സ്ട്രെസ് ടോളറൻസ് അല്ലെങ്കിൽ റിസ്ക് ടേക്കിംഗ് കേപ്പബിലിറ്റി എന്ന് പറഞ്ഞൊരു കാര്യം ഭയങ്കര കൂടുതലായിരിക്കും. പിന്നെ വെൻ ഇറ്റ് കംസ് ടു നമ്മൾ പറയുമല്ലോ ഒരു മാസ്കുലിനിറ്റി അല്ലെങ്കിൽ ഒരു ഫെമിനിൻ എനർജി, അല്ലെങ്കിൽ മാസ്കുലിനായിട്ടുള്ള ആണുങ്ങൾ, ഫെമിനിനായിട്ടുള്ള പെണ്ണുങ്ങൾ, അങ്ങനെ കുറേ സാധനം പറയുമല്ലോ. അപ്പം ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു ഓൺട്രപ്രണർ ആവുന്ന ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ഫെമിനിൻ ആകാൻ പറ്റും? ഒരിക്കലും പറ്റത്തില്ല. കാരണം ഓൺ എ ഡെയിലി ബേസിസ് ഷീ ഹാവ് ടു ഡീൽ വിത്ത് പീപ്പിൾ. കാരണം ഒരു പെണ്ണായിട്ടിരിക്കുന്നതുകൊണ്ട് ഡീൽ ചെയ്യേണ്ട ആൾക്കാർ, ഡീൽ ചെയ്യേണ്ട പ്രശ്നങ്ങൾ എൻ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. ആണെങ്കിൽ ഡീൽ ചെയ്യേണ്ട പ്രശ്നങ്ങളായിരിക്കില്ല. അറ്റ് ദ സെയിം ടൈം ഓരോ ദിവസം കഴിയുമ്പോഴും ഇപ്പം ഒരു പെണ്ണിനാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ടെങ്കിൽ ഓക്കെ, ഷീൽ ബി ലൈക്ക് കൂൾ, ആ ഒരു ഇതിൽ തന്നെ പോകും. പക്ഷേ ഇതില്ലാതെ ഒറ്റയ്ക്ക് പ്രശ്നങ്ങൾ നേരിടുന്നു, എല്ലാം ഒറ്റയ്ക്ക് ഫേസ് ചെയ്യുന്നു, സ്ട്രഗിൾ ഫേസ് ചെയ്യുന്നു, ഒറ്റയ്ക്ക് വിഷമിക്കുന്നു, ഒറ്റയ്ക്ക് ആങ്സൈറ്റി ഫേസ് ചെയ്യുന്നു, ഒറ്റയ്ക്ക് അത് സോൾവ് ചെയ്യുന്നു. അങ്ങനെ വരുന്ന ഒരാൾ ഫെമിനിൽ നിന്ന് അതൊരു മാസ്കുലിൻ വുമണായി മാറുന്നുണ്ട്. അപ്പം അങ്ങനെ മാത്രമേ ഒരു കൺസേണും കേട്ടുള്ളൂ. അല്ലാതെ വുമൺ അത് ചെയ്തുകൂടാ എന്നുള്ളൊരു സംഭവം. അപ്പോൾ ഈ മെൻ എന്ന് പറയുന്ന ഒരാൾ ഈ ഇമോഷണലി എല്ലാം സ്റ്റേബിൾ ആയിരിക്കും, അവർക്ക് കാര്യങ്ങളെല്ലാം സ്ട്രെസ് എല്ലാം ഹാൻഡിൽ ചെയ്യാൻ പറ്റും. സ്റ്റിൽ അവർക്കൊരു സപ്പോർട്ടിങ് ഒരു സാധനം ആവശ്യമില്ല എന്നാണ് പറയുന്നത്. അവർ എൻഡ് ഓഫ് ദി ഡേ അവർ ആഗ്രഹിക്കുന്നില്ലേ ഒരു സപ്പോർട്ടിങ് ഒരു സാധനം വേണം, ഒരു കംഫർട്ട് അവർ ആഗ്രഹിക്കുന്നില്ലേ? മെൻ ആർ നോട്ട് ബോൺ ടു ബി കംഫർട്ടബിൾ എന്നേ ഞാൻ പറയുള്ളൂ. ഓക്കെ, ഇപ്പം ഐ ഹാവ് മൈ ഫാമിലി, ഇപ്പം എനിക്കൊരു പെങ്ങളുണ്ട്, അല്ലെങ്കിൽ എനിക്കൊരു ഗേൾ ഫ്രണ്ട് ഉണ്ട്, എനിക്കൊരു ഭാര്യ ഉണ്ടെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം ദ പെയിൻ ഈസ് ഫോർ മീ എന്നുള്ളൊരു സാധനം ഞാൻ ആഗ്രഹിക്കും. കാരണം എനിക്ക് വീട്ടിൽ ചെല്ലുമ്പോഴും വേണ്ടത് സമാധാനമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ എനിക്ക് എൻ്റെ ഫാമിലിയിലുള്ള ആൾക്കാരെ സമാധാനമായിട്ട് കീപ്പ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഒരിക്കലും എനിക്ക് ആ സമാധാനം കിട്ടത്തില്ല. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പെയിൻ പറ്റും. എല്ലാ ആണെങ്കിലും അത് പറ്റുമെന്നല്ല ഞാൻ പറഞ്ഞത്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പെയിൻ എടുക്കാൻ പറ്റും, എത്ര വേണം എടുക്കാം. സ്ട്രെസ് ടോളറൻസ് ഉണ്ട്. ഇഫ് യു ആർ റണ്ണിങ് എ ബിസിനസ് എസ്പെഷ്യലി ഏറ്റവും വേണ്ട ഒരു ക്വാളിറ്റിയാണ് സ്ട്രെസ് ടോളറൻസ്. അതാണെങ്കിലും പെണ്ണാണെങ്കിലും വേണ്ട ഒരു സംഭവം അത്. കാരണം എത്ര സ്ട്രെസ് ഉണ്ടെങ്കിലും റിഗാർഡ്ലെസ് ഓഫ് ദാറ്റ് വി ആർ സപ്പോസ് ടു പെർഫോം. അല്ലെങ്കിൽ നമുക്ക് പല തീരുമാനങ്ങളും എടുക്കേണ്ടി വരും. നമ്മുടെ മൂഡ് സ്വിങ്സിന് നമ്മൾ വിഷമിച്ചിരിക്കുകയാണ്ട് ഇന്ന് വേണ്ട നാളെ എന്നുള്ളൊരു ചോയ്സ് ഇല്ല. വി ഹാവ് ടു പെർഫോം. കാരണം ബിസിനസ്സിൽ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു കോമ്പറ്റീഷനാണ് ഈ സംഭവം ഉണ്ട്. അപ്പം വി ഹാവ് ടു പെർഫോം. അതിന് ആ ഒരു കോമ്പറ്റൻസ് സാധനം തന്നെ വേണം. അപ്പോൾ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾ സമാധാനമായിട്ടിരിക്കുക എന്നുള്ളത് തന്നെ ആയിരിക്കുമല്ലോ എല്ലാവരും ആഗ്രഹിക്കുന്നത്. ആ അല്ലേ? ഇപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തുവാ? നിങ്ങൾക്ക് പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫ് വേണമെന്നല്ലേ? ഇപ്പം ആസ് വുമൺ നിങ്ങൾ അത് തന്നെ ആയിരിക്കുമല്ലോ ആഗ്രഹിക്കുന്നത്. യു ഷുഡ് ഹാവ് സം വൺ ഹൂ ടേക്സ് കെയർ ഓഫ് യു. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താ ഏറ്റവും നല്ലതായിട്ട്? ഒരു ഹോം, ഇപ്പം ഫോർ യുവർ ഹസ്ബൻഡ് ഒരു ഹോം മേക്കർ എന്നുള്ളൊരു കാര്യമാണ്. ഒരു നല്ല വീട് കൊടുക്കാം. ഒരാൾ അത്രയും കഷ്ടപ്പെട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്നു, വരുന്നു, അപ്പോൾ അയാൾക്ക് സമ്മാനം കൊടുക്കുക. അതിന് നിങ്ങൾ ആദ്യം സമ്മാനമാണെങ്കിൽ അയാൾക്ക് സമ്മാനം കൊടുക്കാൻ പറ്റുള്ളൂ. യുവർ തിങ്സ് ഷുഡ് ബി ടേക്കൻ കെയർ ഓഫ്. അതല്ല, അപ്പം വുമൺസും ആർ ഓൾസോ ജോബ് ചെയ്യുന്നവരുണ്ട്, വർക്കിംഗ് ആയിട്ടുള്ളവരുണ്ട്. അപ്പോൾ അവർക്കുള്ള സ്ട്രെസ്സ് ചിലപ്പോൾ ഹാൻഡിൽ ചെയ്യുന്ന രീതി വേറെ ആയിരിക്കാം. ചിലപ്പം അത് വീട്ടിൽ വന്നിട്ട് ഇപ്പം അവർക്ക് ആ ഒരു സ്പേസിൽ, വർക്ക് സ്പേസിലിരുന്ന് വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് അവിടെ ആ ഒരു സ്പേസിൽ സ്ട്രെസ്സ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. ആൾക്ക് വീട്ടിൽ വന്നാലേ ഒന്ന് മര്യാദയ്ക്കൊന്ന് മെയിൻലി
എന്താ വുമൻസും അല്ലെങ്കിൽ മാൻ വെച്ച് നോക്കുകയാണെങ്കിൽ വുമൻസിന് കുറച്ചുകൂടെ എക്സ്പ്രസീവ് ആയിട്ടിരിക്കണം, അല്ലെങ്കിൽ കുറച്ചുകൂടെ എന്താ എല്ലാ കാര്യങ്ങളും ഒന്ന് സംസാരിക്കണം, തുറന്ന് പറഞ്ഞ് സംസാരിക്കണം എന്നുള്ള ഒരാളാണ്. പക്ഷെ അത് മെന്നിൻ്റെ കേസിൽ വരുമ്പം ദേ വാണ്ട് ടു ബി സൈലൻറ്റ്. നമുക്ക് ആ സമയത്താണ് വുമൺ ഡ്രാമാറ്റിക് ആണ് അങ്ങനെയുള്ള കേസ് ഓവർ റിയാക്ടിങ് എന്ന് പറയുന്നത്. കാരണം ബോയ്സിന് സൈലൻസ് ആണ് കൂടുതൽ നീഡാണ്. പക്ഷെ വുമൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കാര്യം പറഞ്ഞ് മനസ്സിലാക്കണം, അല്ലെങ്കിൽ ആ ഒരു കാര്യം എക്സ്പ്രസ് ചെയ്യണം. അത് ഒരിക്കലും വെച്ചാൽ ബോയ്സ് സമ്മതിക്കത്തില്ല. ഓ തുടങ്ങി, വീട്ടിൽ വന്നപ്പോഴേ വഴക്ക് തുടങ്ങി എന്നുള്ളൊരു മൈൻഡ് തുടങ്ങും. കാരണം അവർക്ക് ആ ഒരു ടെൻഷൻ അല്ലെങ്കിൽ ആ ഒരു കാര്യം പറയാൻ ഒരാളെന്ന് പറയുന്നത് ചിലപ്പം ആ ഒരു ഹസ്ബൻഡ് അല്ലെങ്കിൽ ആ വീട്ടിൽ ഇരിക്കുന്ന ഒരാളായിരിക്കും. അത് കേൾക്കാൻ അപ്പുറത്തിരിക്കുന്ന സൈഡിലുള്ള ഒരാൾ നോക്കത്തില്ല. കാരണം ഓ ഞാൻ ഇപ്പോഴാണ് വന്ന് അവിടെ നിന്നുള്ള സമാധാനത്തിൽ ഇവിടെ വന്നത്, അതൊരു കാര്യമല്ലേ. അതിന് എന്ത് പറയുന്നു? ഇപ്പം അശ്വതി നേരത്തെ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഇല്ലേ, അവർക്കൊരു സപ്പോർട്ടിങ് ഇത് വേണ്ട എന്നുള്ളൊരു കാര്യം. ഇപ്പം ആസ് ഫാർ ആസ് ഐ നോ എല്ലാവർക്കും വേണ്ട ഒരു കാര്യമാണ് ഒരു പാർട്ണർ എന്ന് പറയുമ്പം. ഇങ്ങനെയുള്ളൊരു കാര്യം വന്ന് പറയുമ്പം മനസ്സിലാക്കാനും അത് മനസ്സിലാക്കി പെരുമാറാനും പറ്റുന്ന ഒരു പാർട്ണറാണെങ്കിൽ ദേ നീഡ് ദാറ്റ്. ഇപ്പോൾ ഇങ്ങനൊരു കാര്യം വന്നൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം വന്ന് പറയുമ്പോഴത്തേക്കും എൻ്റെ ഇന്നത്തെ എൻ്റെ ബർത്ത്ഡേ മറന്നു, അല്ലെങ്കിൽ ഇന്നത്തെ എൻ്റെ അത് മറന്നു, ഇത് മറന്നു എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡിഫറെൻറ്റ് സ്റ്റോറി. ഐ എം ഗെറ്റിംഗ് ടു ദാറ്റ് പോയിന്റ്. അപ്പം ഇത് രണ്ടും രണ്ട് സിനേറിയോ. അതല്ലാതെ ഒരാൾക്കൊരു വിഷമം വരുമ്പോൾ വൈഫിൻ്റെ സപ്പോർട്ട് എടുക്കുന്നവരുണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ നല്ല ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ സപ്പോർട്ട് എടുക്കും. ഒരാളുള്ളത് എല്ലാവർക്കും നല്ലതായിരിക്കും. ദർ വിൽ ബി വൺ ഗായ്. ഇപ്പം അതെനിക്ക് എൻ്റെ ഗേൾഫ്രണ്ട് ആവണമെന്നില്ല. എൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഞാൻ എൻ്റെ ഗേൾഫ്രണ്ട് എടുത്തിട്ടല്ല പോകുന്നത്. കാരണം ഷീ ഡോണ്ട് ഹാവ് എ സൊല്യൂഷൻ ഫോർ ദാറ്റ്. ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ബിസിനസ് ആയിട്ടുള്ളൊരു പ്രശ്നം വന്നു, ഭയങ്കര വലിയൊരു പ്രശ്നമാണെങ്കിൽ ഞാൻ അഡ്വൈസ് എടുക്കുന്നത് ഐ ബി ഹാവിങ് മൈ മെൻറ്റേഴ്സ്. അവരോട് ഇപ്പോൾ ഈ വിഷമം പറഞ്ഞിട്ട് എനിക്കൊരു ഉത്തരം കിട്ടത്തുള്ളൂ. ഭാര്യ എടുത്ത് വന്നിട്ട് ഇങ്ങനെയാണ് ലൈക്ക് നത്തിങ്. എനിക്ക് ആ ഒരു ആശ്വസിപ്പിക്കൽ വേണ്ട. അതാണ് ആ പെർസ്പെക്റ്റീവ്. ഇതിവിടെ അശ്ന ചോദിച്ച കാര്യത്തിലാണെങ്കിൽ ഇപ്പം വർക്കിംഗ് വുമണിനെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക, പല ഫാമിലിയിലും നടക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഒരു ഫാമിലി പ്ലാൻ ചെയ്യുന്നത് ഓക്കെ നിൻ്റെ സാലറി ഇത്ര കിട്ടും, എൻ്റെ സാലറി ഇത്ര കിട്ടും, വിൽ സ്പ്ലിറ്റ് ദ പേയ്മെൻറ്റ്സ് എന്നുള്ളൊരു സെനറിയോ ഉണ്ട്. അല്ലെങ്കിൽ ഇപ്പം ആഷ്നയ്ക്ക് ഇഫ് യു ആർ മാരീഡ്, ആഷ്നയ്ക്ക് ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് വേണം, അല്ലെങ്കിൽ എക്സ്പെൻസീവ് ഹോട്ടലിൽ പോകണം, ഇഫ് മേ ബി ഇറ്റ് വിൽ ബി യുവർ ആനിവേഴ്സറി, അല്ലെങ്കിൽ റാൻഡമായിട്ട് കുറേ നാളെ നിങ്ങൾ എവിടെയെങ്കിലും പോയിട്ട് ഇങ്ങനെ ഒരു സാധനം വേണം. അപ്പം എനിക്ക് അടുത്ത മാസം ഒരു ഇൻസെൻറ്റീവ് കിട്ടും, അന്ന് ഞാൻ നിന്നെ കൊണ്ടുപോകാൻ മോളെ എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഓഫ് ആൾക്കാർ ഇവിടെ ഉണ്ട്. ബേസിക്കലി ഐ ഡോണ്ട് ബിലീവ്. ഇപ്പം എൻ്റെ ഭാര്യ ഉണ്ടെങ്കിൽ ഞാൻ പറയാം, ഇപ്പം എൻ്റെ ഭാര്യ ജോലിക്ക് പോയി കഷ്ടപ്പെട്ട് പണിയെടുത്ത് അതിൻ്റെ സ്ട്രെസ്സും ലോഡും ഒന്നും എടുക്കണ്ട. യു ക്യാൻ സ്റ്റേ ഹോം, ഐ ഡു വാട്ട് എവർ യു I'll get whatever you want. ഈ സംഭവമാണ് എനിക്കുള്ളത്. ഇറ്റ്സ് ഔട്ട് ഓഫ് ലവ്. അത് ലവ് ആയിട്ടല്ല. അത് പറയുന്നത് ഞാൻ സമ്പാദിച്ചോളാം, നീ സമ്പാദിക്കേണ്ട, നീ വീട്ടിൽ ഇരുന്നാ മതി എന്നുള്ളൊരു അല്ല. ഇഫ് യു വാണ്ട് ടു ഡു ഇറ്റ് യു ക്യാൻ ഡു ഇറ്റ്. ഇഫ് യു ഡോണ്ട് വാണ്ട് ടു ഡു ഇറ്റ്, പിന്നെ പൈസയ്ക്ക് വേണ്ടിയാണ് പോകുന്നത് എന്നുള്ളൊരവസ്ഥ ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് ഉണ്ടാക്കില്ല. ഐ വിൽ മേക്ക് ഇനഫ് മണി. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു വുമണിന് എംപവർമെന്റ് ഉദ്ദേശിക്കുന്നത് ഒരാളുടെ മുമ്പിൽ കൈ നീട്ടരുത് എന്ന് വെച്ചാൽ സ്വന്തം കാര്യം സ്വന്തമായിട്ട് തന്നെ ചെയ്യാനുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈവൻ ഒരു മുട്ടായി വാങ്ങിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു വീട്ടിലേക്ക് ഒരു പൈസ കൊടുക്കണമെങ്കിലും ഹസ്ബൻഡിന് മുമ്പിൽ പോവാതിരിക്കാൻ വേണ്ടി പണിക്ക് പോകുന്ന കുറേ പേരുണ്ട്. കാരണം അത് ബോയ്സിന് ഇപ്പം ഓക്കെ എൻ്റെ വീട്ടിൽ കുറേ സമ്പത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഞാൻ നോക്കിക്കോളാം, നീ പോയിട്ട് വീട് നോക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്ന ഒരാളുടെ അടുത്ത് നമ്മൾ നാളെ പോയിട്ട് എടാ എനിക്കൊരു 5000 രൂപ വേണം, എനിക്കൊരു തുണി എടുക്കാം. അപ്പൊ അവര് പറയും നീ കഴിഞ്ഞ ആഴ്ചയില്ലേ ഒരു തുണി എടുത്തേ എന്നൊരു ഡയലോഗ് അവിടെ വരും. ഇപ്പൊ സ്വന്തം അക്കൗണ്ടിൽ പൈസ ഉണ്ടെങ്കിൽ നമ്മളത് ചോദിക്കേണ്ട ആവശ്യമില്ല, ഞാനത് എടുത്തോണ്ട് വന്നിട്ട് എനിക്ക് കാണിച്ചാൽ മതി. സ്പെഷ്യലി ഞാൻ പറഞ്ഞ പോയിന്റ് പക്ഷേ ഇതല്ല. ഇപ്പം ആഷ്നയ്ക്ക് ജോലിക്ക് പോകുന്ന ഇഷ്ടമല്ലാത്ത ഒരാളാണ്. ഇപ്പോൾ ആഷ്നയുടെ പാഷൻ പെയിൻറ്റിംഗ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, പെയിൻറ്റിംഗ് ആണ്, ആഷ്നയ്ക്ക് പെയിൻറ്റ് ചെയ്യുന്നതും പരിപാടികളാണ് ഇഷ്ടം. പക്ഷേ ആഷ്ന ജോലിക്ക് പോകേണ്ടി വരുന്നത് ഇപ്പം ഹസ്ബൻഡിൻ്റെ സാലറി മുന്നോട്ട് മാത്രം ഒരു ഫാമിലി മുന്നോട്ട് പോകുന്നില്ല. അതുകൊണ്ട് ആഷ്ന ഇഷ്ടമല്ലാത്ത ഒരു ജോലിക്ക് ആഷ്ന പോകുന്നു എന്നുള്ളൊരു സിനേറിയാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പം അങ്ങനെ ആഷ്ന ഇപ്പോൾ ഇഫ് യു ആർ മൈ വൈഫ്, ആഷ്നയ്ക്ക് അങ്ങനെ ഇഷ്ടമല്ലാത്തൊരു ജോലിക്ക് പോകേണ്ട കാര്യം വരുന്നില്ല. യു ക്യാൻ ഫോക്കസ് ഓൺ പെയിൻറ്റിങ്, യു ക്യാൻ പോസ്റ്റ് ഓൺ സോഷ്യൽ മീഡിയ, യു ക്യാൻ ലൈക്ക് സെൽ യുവർ പെയിൻറ്റിങ്സ്. ഇഷ്ടമുള്ള ജോലി ചെയ്യാം, ഇഷ്ടമുള്ള എന്തും ചെയ്യാം. മനസ്സിലായി? യു ക്യാൻ മേക്ക് മണി ഔട്ട് ഓഫ് ദാറ്റ്. എൻ്റെ അടുത്ത് ചോദിക്കേണ്ട കാര്യമില്ല. ഐ ഒബ്വിയസ്ലി ഞാൻ സമ്പാദിക്കുന്നതിനാണ് എൻ്റെ ഫാമിലിക്ക്, എൻ്റെ കൂടെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പം എൻ്റെ ഭാര്യയ്ക്ക് ഇഷ്ടമല്ലാത്ത ഒരു ജോലിക്ക് പൈസയ്ക്ക് വേണ്ടി മാത്രം പോകേണ്ട ഒരു സിറ്റുവേഷൻ ഞാൻ ഉണ്ടാക്കില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ എൻ്റെ ഭാര്യയ്ക്ക് ഇഷ്ടമുള്ള എന്ത് പ്രൊഫഷനും ഇഷ്ടപ്പെട്ട് പോകുന്നതിന് അവർക്ക് പോവാം. അത് ഇറ്റ്സ് നോട്ട് ഫോർ മണി, ഇറ്റ്സ് എന്താ അവരുടെ സമാധാനം. അവർക്ക് കുറച്ച് സമ്പാദിക്കണം, ഷീ ക്യാൻ ഡു ഇറ്റ്. That's the thing I'm talking about. അല്ല, ചില ആൾക്കാർ പറയത്തില്ല നീ ജോലിക്ക് പോകണ്ട, നീ ജോലിക്ക് പോകുന്ന എനിക്ക് ഇഷ്ടമല്ല, നിന്റെ ഇലവനിവിടെ ജീവിക്കേണ്ട കാര്യമില്ല. ദാറ്റ്സ് ഡിഫറെന്റ്.
അതല്ല ഞാൻ പറയുന്നത്. ഞാൻ ഉദ്ദേശിച്ച സിനാരിയോ അതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വുമൺ പോയിട്ട് വീട്ടിൽ നോക്കണ്ട എന്ന് പറയുന്ന സിനാരിയോയിലുള്ള ആൾക്കാർ അതെനിക്ക് ആദ്യം ടോക്ക് ചെയ്ത് വന്നപ്പോൾ ആ രീതിയിലാണ് ഫീൽ ചെയ്തത്. ദിസ് ഈസ് മൈ പോയിന്റ്. ദിസ് ഈസ് വാട്ട് ഐ ആം ടോക്കിംഗ് അപ്പൊ ഈ ടോക്സിക് മാസ്കുലിനിറ്റിയെ കുറിച്ചുള്ളത് എന്തോ? What do you mean by toxic masculinity? What do you mean by? What's your concept? What's your idea about toxic masculinity? You talking about masculinity or you talking about the toxic behavior? Toxic behavior. Okay. സുബിൻ അങ്ങനെയാണോ? ആശ്നയുടെ കൺസെപ്റ്റ് പറയാണോ എന്ന് ടെൽ മീ. ഇല്ല പറഞ്ഞോ. എന്താ ടോക്സിക് മാസ്കുലിനിറ്റി ആശ്ന ഉദ്ദേശിക്കുന്നതെന്ന് പറ. അപ്പോൾ ഞാൻ പറയാം ഞാൻ അങ്ങനെയാണോ അല്ലത്. ടെൽ മീ. ഇല്ല സുബിൻ പറഞ്ഞോ, നമുക്ക് അത് കഴിഞ്ഞിട്ട്. ഇപ്പം ആശ്ന പറയുന്ന പോലെ ഇപ്പോൾ ആശ്നയുടെ ബോയ് ഫ്രണ്ട് ഹസ്ബൻഡ് ഓക്കെ നീ പുറത്ത് പോകണമെങ്കിൽ അനുവാദം ചോദിച്ചിട്ട് പോകണമെന്ന് പറഞ്ഞൊരു സെലറിയോ. ഇപ്പം ലെറ്റ്സ് കൺസിഡർ എ സിറ്റുവേഷൻ. ഓക്കെ, രാത്രി ഇപ്പം നമ്മുടെ ഈ ലൊക്കേഷൻ ഉണ്ടല്ലോ, ഈ ലൊക്കേഷനാണ് ആശ്ന താമസിക്കുന്നത്. ആശ്ന പറയുകയാണ് രാത്രി 12 മണി അല്ലെങ്കിൽ 1 മണിയാകുമ്പോഴത്തേക്കും ആശ്നയ്ക്ക് ഒരു ഫ്രണ്ടിനെ കാണാൻ ഒറ്റയ്ക്ക് പോകണമെന്ന് പറയാം. അപ്പം ആശ്നയോട് പറയുക ഇവിടെ എന്താ മൊത്തം ബംഗാളികൾ മറ്റേ വലിച്ചുകൊണ്ട് നടക്കുമായിരിക്കും, അല്ലെങ്കിൽ ഇവിടെ മൊത്തം പട്ടികളുടെ ശല്യമുണ്ട്. അപ്പം ഇവിടെ നീ ഒറ്റയ്ക്ക് പോകണ്ട, ഞാൻ വന്നിട്ട് കൊണ്ടു, അല്ലെങ്കിൽ ഞാനില്ല നീ ഒറ്റയ്ക്ക് പോകണ്ട, സേഫ് അല്ല എന്ന് പറയുന്നത് ടോക്സിസിറ്റി ആണോ കൺസേൺ ആണോ? രണ്ടും ആവാം. എന്ന് വെച്ചാൽ എന്താ കുറച്ച് കൺസേണും ഉണ്ട്, ആ ഭാഗത്ത് ടോക്സിറ്റിയും വരുന്നുണ്ട്. പിന്നെ എന്താ ഓക്കെ ഇപ്പോൾ ആശ്ന ഓക്കെ അത് പറഞ്ഞില്ല, ആശ്ന പോയി പട്ടി കടിച്ചു. അതിപ്പോ പറഞ്ഞിട്ട് പോയിട്ട് പട്ടി അടിച്ചാൽ രണ്ടുപേരും ഒരുമിച്ച് പോകുമ്പോഴത്തേക്ക് പട്ടി അടിക്കാതെ ഞാൻ നോക്കിക്കോളാം. അപ്പോഴും പിടിക്കും. പിടിക്കും. ഇവിടെ ഉണ്ണി വന്ന് പിടിക്കുന്നു, പിന്നെ നമുക്ക് പിടിച്ചുകൂടെ? അപ്പം ഈ ഒരു സംഭവം ഉണ്ട് അവിടെ. ഇപ്പം ഒരു പട്ടി കടിക്കാൻ വരുവാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഹസ്ബൻഡ് മുന്നിൽ കയറി നിൽക്കുമല്ലോ, പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കുമല്ലോ. രണ്ടുപേർക്കും ഒരേപോലെ കടികൊള്ളും. ഇല്ല, അതങ്ങനെ ഒരാൾ മുന്നിൽ കയറി നിൽക്കുമ്പോൾ ഒരാളെ കത്തി കൊണ്ട് കുത്താൻ വരുന്നു, ആശ്നെ കുത്താൻ വരിക, ഒരാൾ മുന്നിൽ കയറി പറ്റത്തില്ലെന്ന് പറഞ്ഞ് പിടിച്ചിരിക്കും. അങ്ങനെ രണ്ടുപേർക്കും യു ക്യാൻ റൺ. ഞാൻ എന്റെ ഹസ്ബൻഡിനെ പ്രൊട്ടക്ട് ചെയ്ത് ഞാൻ ബാക്കിൽ നിൽക്കുന്നു. എന്നെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു 2-3 പേര് തടിവാഴന്മാര് കത്തിയും കൊണ്ട് കുത്താൻ വരുന്നത്, അല്ലെ വടി കൊണ്ട് അടിക്കാൻ വരുന്നത്. ആശ്ന ഹസ്ബൻഡിനെ പ്രൊട്ടക്ട് ചെയ്യണമെന്നാണ് പറയുന്നത്. എങ്ങനെ? അല്ല എന്നെ ഓക്കെ ലെറ്റ്സ് സീ ദാറ്റ്. ആശ്ന ഇപ്പോൾ ഒരു 25 പുഷപ്പ് ഇവിടെ 10 പുഷപ്പ് ഇവിടെ അടിച്ച് കാണിക്കുകയാണെങ്കിൽ ഐ വിൽ ട്രസ്റ്റ് യു. ആശ്ന പ്രൊട്ടക്ട് ചെയ്യുന്നത്. See, physical strength, mental strength is different. When it comes to the society, physical strength എന്ന് പറയുന്ന ഒരു സാധനം it's for men. Woman can't do it. Woman can't save a man physically. ഒരു ഫിസിക്കൽ അറ്റാക്ക് ചെയ്യുന്ന പെണ്ണെങ്കിൽ രക്ഷപ്പെടുത്താൻ പറ്റത്തില്ല. ഈ ബോക്സിംഗ് ഗോൾഡ് മെഡലിസ്റ്റ് ആണെങ്കിൽ കുഴപ്പമില്ല, അതല്ലാതെ ഒരു സാധാരണ പെണ്ണിന് പറ്റത്തില്ല. പക്ഷേ ബോയ്സിനും ഒരു വുമണിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? എല്ലാ ബോയ്സിനും ഭയങ്കര തിന്നായിട്ട് ഒട്ടും ബലമില്ലാത്ത ഒരാളാണ്. ഇല്ല, he's just a boy. He's not capable of protecting his woman. I'm not talking about that kind of guys. I am talking about people who can fight for the woman. അത് ഈ പറഞ്ഞ പോലെ ഈ വുമണും എന്ത് ബോയ്സിനെ ഹാൻഡ്ലി അല്ലെങ്കിൽ പ്രൊട്ടക്ട് ചെയ്യുന്ന ബോയ്സ് ഇല്ലേ? എത്ര പേരെ അറിയാം ആശ്നയ്ക്ക്? എത്ര പേരെ അറിയാം പേഴ്സണലി? ഒരു 3-4 പേര് ഇടിക്കാൻ വന്ന ആണുങ്ങളെ സേവ് ചെയ്തിട്ട് പെണ്ണുങ്ങളെ ഇടിച്ചിരുന്ന എത്ര പേര് റിയൽ ലൈഫിൽ അറിയാം? റിയൽ ലൈഫിൽ എത്ര പേരെ അറിയാം? എനിക്ക് ഒരുപാട് ആണുങ്ങളെ അറിയാം. 100+, 1000+ ആണുങ്ങളെ എനിക്കറിയാം. ബോയ് അതാണ് ഫിസിക്കൽ സ്ട്രെങ്ത് വരുമ്പോഴത്തേക്കും വുമൺ കാൺ കോമ്പീറ്റ് വിത്ത് എ മാൻ. പിന്നെ ആഷിനെ ചൂസ് ചെയ്യുന്ന ഒരാളെന്ന് പറയുമ്പോഴത്തേക്കും ആഷിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്ന ഒരാളല്ലേ ആഷ ചൂസ് ചെയ്യുന്നത്, അല്ലാതെ അതിന് കേപ്പബിലിറ്റി ഇല്ലാത്ത ഒരാൾ ആഷ ചൂസ് ചെയ്യുമോ? ഇല്ല, ഇതേ ഉള്ളൂ. ദാറ്റ്സ് എ ഹോൾ പോയിന്റ്. പക്ഷേ എനിക്ക് കൂടുതലും എന്നെ എന്താ എനിക്ക് ഒരാൾ എന്നെ പ്രൊട്ടക്ട് ചെയ്യണം, അല്ലെങ്കിൽ എന്നെ ഒരാൾ എപ്പോഴും എന്താ ഇപ്പം ആഷിനെ ചൂസ് ചെയ്യുന്ന ഒരാൾക്ക് ആഷിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി ഇല്ല. ദേർസ് നോ പോയിന്റ് ഇൻ ഹാവിങ് എ മാൻ ലൈക്ക് ദാറ്റ്. യു ക്യാൻ ചൂസ് എ വുമൺ. ദാറ്റ്സ് ബെറ്റർ. എനിക്ക് എന്ത് കൂടുതലും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്നതാണ് കുറച്ച്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ ഒരാൾ പ്രൊട്ടക്ട് ചെയ്യണം, അല്ലെങ്കിൽ എന്നെ ഒരാൾ എപ്പോഴും പ്രൊട്ടക്ട് ചെയ്ത് ഇപ്പം എൻ്റെ വീട്ടിൽ അമ്മ പറയുന്നതാണല്ലോ, നിനക്കൊരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരാൾ വേണ്ടേ എന്നൊരു ചോദ്യമുണ്ട്. അതെനിക്ക് താല്പര്യമില്ല. കാരണം ഞാൻ ഒറ്റയ്ക്ക് നിൽക്കാന്നുള്ളൊരു ഇപ്പം ഞാൻ ഇവിടെ നിൽക്കുന്ന ഒരു ഗേൾസ് ഹോസ്റ്റലിലാണ്. അപ്പം ഇപ്പം എനിക്കൊരു പ്രായമാവുന്നവരെയും അല്ലെങ്കിൽ എനിക്ക് ഗേൾസ് ഹോസ്റ്റലിരിക്കാം, അല്ലെങ്കിൽ എനിക്കൊരു വീടെടുത്ത് നിൽക്കാം. എത്രയോ പേര് ഇവിടെ വീടെടുത്ത് നിൽക്കുന്നത്. ദാറ്റ്സ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് തിങ്. ഇപ്പം ആഷിന സ്വന്തമായിട്ട് ഒരു ജോലിക്ക് പോകുന്നു, ഏൺ ചെയ്യുന്നു, ആഷിനയ്ക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങിക്കുന്നു, ആഷിനയ്ക്ക് ഇഷ്ടമുള്ള സ്ഥലത്തെല്ലാം പോകുന്നു എന്ന് പറയുന്നത് ഇറ്റ്സ് യുവർ ചോയ്സ്. ഇറ്റ്സ് എ ഡിഫറെൻറ്റ് തിങ്. ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് ദാറ്റ് തിങ്. ഇപ്പം നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ടാണ് ഇത്ര റേപ്പ് വിക്ടിംസ് ഉണ്ടാകുന്നത്? ദേ കാൺട്ട് പ്രൊട്ടക്ട് ദംസെൽസ്, ദേ കാൺട്ട് റിയാക്ട്. ഒരു 2-3 പേരോ അല്ലെ ഒരാണ് മാത്രമായിട്ട് റേപ്പ് ചെയ്യുന്ന എത്ര വിക്ടിംസുകളുണ്ട്? എന്താ അവർക്ക് പറ്റാത്ത? ബിക്കോസ് ദേ ആർ നോട്ട് ഫിസിക്കലി സ്ട്രോങ് ആസ് എ മാൻ. ഇതാണ് പറയുന്ന പോയിന്റ്. അല്ലാതെ ചാവാലിപ്പൊട്ടികളും ബംഗാളികളും വന്ന് ആഷിനെ രാത്രി കയറി പിടിച്ച് ആഷിനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. വീട്ടുകാർക്ക് ഒരു റോളുണ്ട്. ഇത് റേപ്പ് ചെയ്യുന്ന ഒരു ബോയ് ആണ് അല്ലെങ്കിൽ ഒരു മാൻ ആണ്. അതെ, ജെൻഡർ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്സ് എഡ്യൂക്കേഷൻ ഇല്ലാത്തതിൻ്റെ ഒരു ഇത് പറഞ്ഞത്. പിന്നെ നമ്മൾ പറഞ്ഞ പോയിന്റ് അതല്ല, പോയിന്റിൽ നിന്ന് മാറിപ്പോകുന്നു. അതില്ലാത്തതുകൊണ്ടാവാം. ഇല്ലെങ്കിൽ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്, ഒരുപാട് പക്ഷെ അതിൽ മെയിൻ ഫാക്ടർ ബോയ് ആണ്. ആ ഒരാളുടെ ഒരു കാരണം കൊണ്ട് മാത്രം ഫിസിക്കൽ സ്ട്രെങ്ത് വൈസിലുള്ള ഒരു കാര്യമാണ്. കാരണം ഇപ്പം ആഷ്നയ്ക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആഷ്നയ്ക്ക് ജീവിക്കാനുള്ള ഒരു റൈറ്റ് ഇവിടെ ഉണ്ട്, ഒരു കുഴപ്പമില്ല. പക്ഷേ ഈ പറയുന്ന പോലെ സ്വന്തമായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറയും. ഇപ്പം ആഷ്ന ഒരുപാട് പെണ്ണുങ്ങൾ ഒരുപാട് സ്ഥലത്ത് ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുന്നുണ്ട്, ഒന്നും പറ്റാറില്ല. ചിലപ്പോൾ ഒരു പെണ്ണിനായിരിക്കും ഒരു പ്രശ്നം പറ്റുന്നത്. പക്ഷേ അങ്ങനെ ഒരു പ്രശ്നം പറ്റുമ്പോഴോ അങ്ങനെ നിങ്ങൾ നടക്കരുതെന്ന് ആരും എവിടെയും പറയുന്നില്ല. ഇപ്പം നിങ്ങൾക്കൊരു ഹസ്ബൻഡ് ഉണ്ട്, ഇപ്പം നിങ്ങളോട് ഇപ്പം ഈ പറഞ്ഞ പോലെ ഒരു ഹസ്ബൻഡ് എന്ന് പറഞ്ഞ ഒരാള് ആണ് നമ്മളെ ഉപദ്രവിക്കുന്നെങ്കിൽ അബ്യൂസീവ്. ആ ഒരു ഇപ്പം അങ്ങനെ എത്രയോ പേര് ഇപ്പൊ തന്നെ ആണെങ്കിലും കെട്ടിത്തൂക്കിയതായാലും അങ്ങനെ കുറെ കേസുണ്ട്. അപ്പൊ അതിൽ വെച്ച് നോക്കുമ്പോൾ ഒരു മാൻ തന്നെ നോക്കും, അല്ലെ ഒരു മാൻ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യും എന്ന് പറഞ്ഞ് വീട്ടുകാരല്ലെങ്കിൽ സ്വന്തമായിട്ട് എടുക്കുന്ന ഒരാളുടെ അടുത്തുനിന്ന് ആ ഒരു ഇതായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോയി ഡിവോഴ്സ് ആയിട്ട് ഒറ്റയ്ക്ക് ഇരിക്കുന്ന പെൺപിള്ളേരിലുണ്ട്. അപ്പൊ അതിലിപ്പം അവര് നോക്കും, അല്ലെ അവരാണ് ഇതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇല്ല, അത് തന്നെയാണ് നമ്മൾ നമ്മുടെ ഈ ലോകത്ത് തന്നെ കള്ളന്മാരും കൊലപാതകളും എല്ലാ ആൾക്കാരും ഉണ്ട്. ഇപ്പം ആണുങ്ങൾ എല്ലാം നല്ലവന്മാരല്ല, പെണ്ണുങ്ങളെല്ലാം നല്ലവന്മാരാണോ? അല്ല. നല്ലവളുമാരാണോ? അല്ല. അത്രയേ ഉള്ളൂ സംഭവം. ഇത് നമ്മളിപ്പോൾ പറയുന്ന ഒരു ജനറലൈസ്ഡ് കൺസെപ്റ്റാണ്. ഇപ്പോൾ ഈ പറയുന്ന പോലെ ഒരു റേപ്പ് വിക്ടീമിന് സ്വന്തമായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു ഫിസിക്കൽ സ്ട്രെങ്ത് ഇല്ല എന്നുള്ളത് മാത്രമാണ് പോയിന്റ്. അല്ലാതെ അത് ചെയ്യുന്ന ഒരു ആണാണോ പെണ്ണാണോ എന്നുള്ളതല്ല പോയിന്റ്. ഇപ്പം അങ്ങനെ പറയാനാണെങ്കിൽ ഇപ്പം എത്രയോ പെണ്ണുങ്ങൾ ഈ പറഞ്ഞ പോലെ ആണുങ്ങളെ യൂസ് ചെയ്യുന്നുണ്ട്. എനിക്ക് കുറേ കേസുകൾ അറിയാം. ചെറുതായിരിക്കുന്ന സമയത്ത് സ്വന്തം ഫാമിലിയിലുള്ള റിലേറ്റീവ്സ്, അറിയുന്ന ചേച്ചിമാർ, കുഞ്ഞായിരിക്കുന്ന ലിറ്ററലി പെഡോഫൈൽ ബിലോ 18 പോക്സോ കേസുകൾ എനിക്കറിയാവുന്ന പല കേസുകളുണ്ട്, പല ഫ്രണ്ട്സും ഉണ്ട്. അപ്പോൾ ഈ കുഞ്ഞായിട്ടിരിക്കുമ്പോഴത്തേക്ക് ഒരു 7ാം ക്ലാസ്സിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യൻ്റെ അടുത്ത് ചെയ്യുന്നത് ചിലപ്പോൾ അവന് എന്താ കാര്യമെന്ന് അറിഞ്ഞുകൊണ്ടായിരിക്കും അവൻ ചെയ്യുന്നത്. ഓക്കെ, ഹി എൻജോയ്സ് ഇറ്റ് വാട്ട് എവർ. അതല്ലാതെ അവനെ യൂസ് ചെയ്യുന്നു, അവൻ എന്താണെന്ന് പോലും അറിയില്ല. എന്തോ ഓക്കെ എൻ്റെ ചേച്ചി എന്നുള്ളൊരു നിൽക്കുന്ന ഒരാൾ വന്നിട്ടായിരിക്കും ഇത് ചെയ്യുന്നത്. ഇങ്ങനത്തെ റിയൽ ലൈഫ് സ്റ്റോറീസ് ഒരുപാടുണ്ട്. അപ്പം നമ്മളാണ് വേണം അത് പറഞ്ഞിട്ട് കാര്യമില്ല. വെൻ ഇറ്റ് കംസ് ടു എ സർട്ടൻ പോയിന്റ്, ഇപ്പം നമ്മൾ പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്ന പോയിന്റ് എന്താ? ഇപ്പം ആഷ്ന ഈ പറഞ്ഞാൽ രാത്രി 12 മണിക്ക് പുറത്ത് പോകരുത് എന്ന് പറയുന്നത്, പിന്നെ 12 മണിക്ക് ഉച്ചയ്ക്ക് 12 മണിക്കും വിടാത്തതാണ് ടോക്സിസിറ്റി. രാത്രി 12 മണിക്ക് വിടാത്തതെന്ന് പറഞ്ഞാൽ കൺസേൺ കൊണ്ടാണ്, എന്തെങ്കിലും പറ്റിയാലോ. ഇപ്പം അങ്ങനത്തെ ഒരാളുടെ കൂടെ ആഷ്നയ്ക്ക് സൗകര്യമുണ്ടെങ്കിൽ ജീവിച്ചാൽ മതി. ആഷ്ന അത്രയും കേപ്പബിൾ ആണ്, ഒറ്റയ്ക്ക് 3 പേരെ ബംഗാളികൾ ഇടിച്ചിടുമെങ്കിൽ ആഷ്നയ്ക്ക് അങ്ങനെയുള്ള ആൾ ആവശ്യമില്ല. യു ക്യാൻ ഗോ ഫോർ എ ലൈക്ക് ഫെമിനിൻ, അല്ലെങ്കിൽ ഭയങ്കര ഓക്കെ എന്ത് വേണേൽ ചെയ്തു, അങ്ങനെ ഒരാളോട്ട് ചോദിക്കാം. പക്ഷേ വെൻ യു ആർ ലിവിങ് വിത്ത് എ മാസ്കുലിൻ പേഴ്സൺ, അപ്പോൾ ഈ ഫിസിക്കൽ കൺസേൺ ഓക്കെ. അപ്പം ഈ ഡ്രസ്സ് അല്ലെങ്കിൽ ഈ ഇപ്പം വേറെ ആളോട് സംസാരിച്ചുകൂടാ, ഇങ്ങനെയൊക്കെ പറയുന്നത് ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. ഇതാണോ ടോക്സിക് മാസ്കുലിനിറ്റി എന്ന് പറയുന്നത്? അത് ഒരു ടോക്സിക് മാസ്കുലിനിറ്റി അല്ല. അതൊരിക്കലും റെസ്ട്രിക്റ്റ് ചെയ്യുക, കെട്ടിയിടുക എന്നുള്ളതല്ല ടോക്സിക് എന്നോ മാസ്കുലിനിറ്റിയുടെ അർത്ഥം. ലൈക്ക് പ്രൊട്ടക്റ്റിംഗ് യു എന്നുള്ളതാണ് മാസ്കുലിനിറ്റിയുടെ അർത്ഥം. അത് ഈ പറഞ്ഞ പോലെ ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതുകൊണ്ട് രാത്രി 12 മണിക്കോ 1 മണിക്കോ പോകുമ്പോൾ ഇങ്ങനൊരു സിറ്റുവേഷനിൽ ഇങ്ങനൊരു സ്ഥലത്താണെങ്കിൽ പ്രശ്നമായിരിക്കും. പക്ഷേ രാത്രി 1 മണിക്ക് ഇറങ്ങിപ്പോയാലും ഒരു പ്രശ്നം വരാത്ത പല സ്ഥലങ്ങളും ഇവിടെ ഉണ്ട്. ഇപ്പോൾ ലെറ്റ്സ് കൺസിഡർ ദുബായ് പലപ്പോഴും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാറില്ല. ലെറ്റ്സ് കൺസിഡർ ബാംഗ്ലൂർ നൈറ്റ് ഇറങ്ങിയാൽ എന്താ അവസ്ഥ? ഒരുപാട് ആൾക്കാരുണ്ട്, ദേ അറ്റാക്ക് യു, ദേ റോബ് യു. അത് പെണ്ണാണേലും ആണാണേലും ഈ സംഭവങ്ങളൊക്കെ റിയലാണ്. പിന്നെ ഈ ഡ്രസ്സ് ഇടാൻ പറ്റത്തില്ല, അതിടാൻ പറ്റത്തില്ല, ഐ ഡോണ്ട് നോ അബൌട്ട് ദാറ്റ് ഷിറ്റ്. പക്ഷേ മാസ്കുലിനിറ്റി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം പ്രൊട്ടക്ഷൻ എന്നുള്ളതാണ്. യു ആർ ലുക്കിംഗ് ഫോർ എ ഗായ്. ആഷ്നെ ഉദ്ദേശിക്കുന്ന ഒരാളെന്ന് പറയുമ്പോഴത്തേക്കും ആഷ്നേക്കാളും ഫിസിക്കലി സ്ട്രോങ് ആയിരിക്കണമല്ലോ. ഒരു ഇൻ്റലക്റ്റ് കുറച്ചധികം ഉണ്ടാവണമല്ലോ. അല്ലെങ്കിൽ ഗൈഡ് ചെയ്യാൻ പറ്റേണ്ടി വരുമല്ലോ പല സമയത്തും. വെൻ യു ആർ സ്റ്റക്ക്, ഹി ഷുഡ് ബി ഏബിൾ ടു ഗൈഡ് യു. ഈ ഒരു സാധനം ആഷ്നെ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ലേ? ഇപ്പം ആഷ്നെ ഇപ്പോൾ ഒരുത്തൻ തൊട്ടു, ലെറ്റ്സേ ഒരുത്തൻ കയറി പിടിച്ചു, പബ്ലിക്കായിട്ട് പിടിച്ചു, നിങ്ങൾ രണ്ടുപേരുടെ പോകും, ഹസ്ബൻഡും ആഷ്നയായിട്ട് പോകുമ്പോഴത്തേക്ക് ഒരുത്തൻ കയറി പിടിച്ചു, അവനെ പിടിച്ചിടിക്കണമെന്ന് തന്നെയല്ലേ ആഗ്രഹം? ദാറ്റ്സ് എ തിങ്, ദാറ്റ്സ് വാട്ട് മെൻ ഡു. ഇതാണ് മാസ്കുലിനിറ്റി. ടോക്സിസിറ്റി എന്ന് പറയുന്നത് നീ അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, മനസ്സിലായോ? അത് അങ്ങനെ പറയുന്ന ആൾക്കാർ അത് പറയുന്നതിൻ്റെ കാര്യം ബിക്കോസ് ഓഫ് ദെയർ ഇൻസെക്യൂരിറ്റി. കാരണം അവർ വെർത്തല്ല എന്ന് അവർക്ക് തന്നെ അറിയാം. അപ്പം ഓക്കെ പോവോ എന്നുള്ളൊരു പേടിയായിരിക്കാം അവരെ കൊണ്ടത് ചോദിക്കുന്നത്. അങ്ങനെ പല രീതിയിലും ആൾക്കാരുണ്ട്. മാസ്കുലിനിറ്റി ഈസ് ഡിഫറെൻറ്റ്, ടോക്സിസിറ്റി ഈസ് ഡിഫറെൻറ്റ്. ഇപ്പോഴാണ് ഈ പറഞ്ഞ പോലെ ടോക്സിക് മാസ്കുലിനിറ്റി എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് വന്നത്. പക്ഷേ ദാറ്റ്സ് നോട്ട് റിയൽ. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എനിക്ക് വീട്ടുകാരെ പറ്റി ഓക്കെ, അശ്വതിയുടെ വീട്ടുകാരെങ്ങനെയാണ്? ഭയങ്കര റെസ്ട്രിക്ഷൻ ഒക്കെ വെച്ചിട്ടാണോ അശ്വതി വളർത്തിയത്? അശ്വതിയുടെ പറയുന്ന കേട്ടല്ലോ എന്തോ എവിടെയോ
ഫ്രണ്ടിൻ്റെ അടുത്ത് എന്തോ പോയതിന് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി, ഇതുപോലെ അശ്വതിയുടെ എന്തോ ഇങ്ങനെയൊക്കെ നടന്നു, ഇനി കല്യാണം കഴിപ്പിക്കാൻ പോകണമെന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ അത് ടോക്സിക് അല്ലേ ശരിക്കും പറഞ്ഞാൽ? വീട്ടുകാരും ഭയങ്കര ടോക്സിക് അല്ലേ സത്യം പറഞ്ഞാൽ? ഇപ്പം ഈ പെണ്ണുങ്ങൾ ഈ ഫെമിനിസം അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് അവർ റൈറ്റ്സിന് വേണ്ടിയിട്ട് ഭയങ്കര പരിപാടികളൊക്കെ കാണിക്കുമ്പോഴത്തേക്കും അവർക്ക് സ്വന്തം വീട്ടിൽ പോലും റൈറ്റ് കിട്ടാറില്ല. ഐ ഗിവ് യു ആൻ എക്സാമ്പിൾ. എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, ഇത് പണ്ടത്തെ കാര്യമൊന്നുമല്ല പറയുന്നത്. പീരീഡ്സ് ആവുന്ന സമയത്ത് അവളോട് അവളെ തറയിൽ ഇപ്പോഴും കിടത്തുള്ളൂ. ഇപ്പോഴത്തെ കാര്യം 2025 കാര്യം ഞാൻ പറയുന്നത്. ഇപ്പോഴും ലൈക്ക് ഒരു 2-3 വർഷം മുന്നാണ് ഇവളെന്നോട് ഈ കഥ പറഞ്ഞത്. ഇപ്പോൾ ഷീ ട്രാവൽസ് ലോട്ട്. അപ്പം അവളെ തറയിലേക്ക് കിടത്തുള്ളൂ, വീട്ടുകാരുടെ അടുത്തോട്ട് പോകാൻ പറ്റില്ല. അങ്ങനെ ഒരു സംഭവമുണ്ട് ഇവിടെ. പിന്നെ കുറേ സംഭവങ്ങളുണ്ടല്ലോ അങ്ങനെ, അതിപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ വീട്ടുകാരുടെ അടുത്ത് നിന്ന് ഒരു റൈറ്റ് കിട്ടാതെ നിങ്ങൾ റോഡിലോട്ട് ഇറങ്ങിയിട്ട് റൈറ്റ് വേണമെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? നമ്മുടെ വീട്ടിലാണ് ആദ്യം മാറേണ്ടത്. അല്ലെങ്കിൽ ഒരു മോനുണ്ടെങ്കിൽ അവർക്ക് കൂടുതൽ പ്രിഫറൻസ്. വീട്ടിൽ മാറണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഇപ്പം ഒരു ബോയ്സിന് അല്ലെങ്കിൽ മെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് റേസ് ചെയ്യാം, വോയിസ് റേസ് ചെയ്യാം, അല്ലെങ്കിൽ അവർക്ക് അവരുടെ നീഡ്സ് പറഞ്ഞ് വാങ്ങിക്കാൻ പറ്റും. ഉമ്മൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു 25 വയസ്സിൽ പറഞ്ഞാലും 18 വയസ്സിൽ പറഞ്ഞാലും 10 വയസ്സിൽ പറഞ്ഞാലും അവർ നമ്മളെ പറയുന്നത് നീ ഒരു പെണ്ണാണ്, നിനക്ക് അത്രയ്ക്ക് ഇതായിട്ടില്ല. അത് നമ്മളിപ്പോൾ ഒരു 40-ആം വയസ്സിൽ പോയി പറഞ്ഞാലും നീ ഒരു പെണ്ണാണ്, നിനക്ക് പറയാനായില്ല. പക്ഷേ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റെ വീട്ടിൽ നല്ല രീതിക്ക് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. എൻ്റെ ഫൈറ്റ് ചെയ്താണ് ഞാൻ നിൽക്കുന്നത്. അത് എല്ലാ കാര്യത്തിലും ഫൈറ്റ് ചെയ്യുന്നുണ്ട്. കാരണം എന്തുവാ, അതിപ്പം വെളിയിൽ പോകുന്നതിനായാലും ഇപ്പോഴും എൻ്റെ വീട്ടിൽ നിന്ന് വിളിക്കാറുണ്ട്. വിളിച്ചു ചോദിക്കും എവിടെയാണ് എന്താണ്, അതൊക്കെ അവരുടെ കൺസേൺ ആണ്. ഓക്കെ, എന്നെ പേടിച്ച് വിടുന്നത്. പക്ഷെ ഒരു ടൈമിൽ വെച്ച് വെളിയിൽ വിടാറേ ഇല്ലായിരുന്നു. എൻ്റെ ഫ്രണ്ട്സുമായിട്ട് സംസാരിക്കാൻ സമ്മതിക്കത്തില്ലായിരുന്നു. ആ ഒരു കൺസേൺ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഞാൻ ഫൈറ്റ് ചെയ്തു. കാരണം ആ ഒരു ഫൈറ്റ് ചെയ്ത് നേടിയ കുറച്ച് കാര്യങ്ങളാണ് എൻ്റെ വീട്ടിൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സംസാരിക്കാൻ, എനിക്ക് ഫോൺ യൂസ് ചെയ്യുന്നതിന്, അതിനൊക്കെ നല്ല രീതിക്ക് കൺസേൺ ഉണ്ടായിരുന്നു. അതെല്ലാം ഞാൻ ഫൈറ്റ് ചെയ്ത് വാങ്ങിയതാണ്. ഫൈറ്റ് ചെയ്ത് എനിക്ക് മാക്സിമം ഫൈറ്റ് ചെയ്യുന്നതിന് മാക്സിമം ഞാൻ ഫൈറ്റ് ചെയ്തിട്ടുണ്ട് വീട്ടിൽ, അതിന് എല്ലാ കാര്യത്തിലും. അതുപോലെ തന്നെ എൻ്റെ വീട്ടിലിപ്പം ഞങ്ങൾ രണ്ടുപേരെയും, എനിക്കൊരു ചേട്ടനാണുള്ളത്. അപ്പം ആളുടെ അടുത്ത് കുറച്ചുകൂടെ ഫ്രീഡം ആയിരിക്കും. ഞാൻ നോക്കുമ്പോൾ എല്ലാം ചേട്ടനിപ്പം വീട്ടിലുള്ള സമയത്താണെങ്കിൽ ആളൊരു നൈറ്റ് ഒരു 12 മണി 1 മണി ചിലപ്പോൾ വീട്ടിലൊക്കെ കയറാറില്ല, ആളിങ്ങനെ പോയിട്ട് വരും. അപ്പം ഞാൻ ആലോചിക്കും ഇതെന്താ ഇത്. ഞാൻ അന്നേരം വീട്ടിൽ ഫൈറ്റ് ചെയ്യാറുണ്ട്, എന്താ എനിക്ക് പൊക്കൂടെ. അപ്പോൾ പറയും നീ ഒരു പെണ്ണാണ്, എനിക്ക് പോകാൻ പാടില്ല. അത് കേൾക്കുമ്പോൾ ട്രിഗർ ആവും. എന്താണ് പെൺപിള്ളേർക്ക് എന്താ കുഴപ്പമെന്ന് തോന്നുന്നു, പക്ഷെ നല്ല രീതിക്ക് ട്രിഗറാവും. അപ്പം വീട്ടുകാർ പറയുന്നത് പെൺപിള്ളേർ ഒറ്റയ്ക്ക് വിടാൻ പറ്റില്ല, പെൺപിള്ളേർ അങ്ങനെ പൊക്കൂടാ എന്ന്. ചേട്ടൻ മറ്റേ കരോളിന് പോകുമ്പോൾ ഞാനും ഇറങ്ങുമ്പോൾ വേണ്ട പോണ്ട. അത് രണ്ട് സൈഡിൽ നമ്മളെങ്ങനെ അമ്മയായാലും അപ്പയായാലും നമ്മളെ ഇങ്ങനെ പിടിച്ചു നിർത്തുക, പോവരുത്, പോയി കഴിഞ്ഞാൽ അങ്ങനെയാണ്. പക്ഷെ ഇപ്പം അത്യാവശ്യം ഞാൻ ഇപ്പോൾ ഈ കൊച്ചി വരെ വന്നിരിക്കുന്നത് ഞാൻ അത്യാവശ്യത്തിൽ കൂടുതൽ ഫൈറ്റ് ചെയ്തിട്ടാണ്. ഞാൻ വീട്ടിലിപ്പം കോളേജ് ടൈമിലാണെങ്കിൽ തന്നെയും അവരെന്നെ വിളിച്ചുകൊണ്ടിരിക്കും. പിന്നെ ബോയ്സിൻ്റെ ഇടയ്ക്ക് അങ്ങനെ ഉള്ളവരുണ്ട് കേട്ടോ, അവരും ഒരു സമയം കഴിഞ്ഞ് പുറത്തിറങ്ങിയ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇടയ്ക്ക് വിളിക്കുന്നവരുണ്ട്. എന്ന് വെച്ചാൽ എന്നെ ഒരു കോളേജിലൊക്കെ ഇപ്പം ഫസ്റ്റ് ഇയർ ഒക്കെ ആയ സമയത്ത് അധികം നല്ല രീതിക്ക് വിളിക്കുമായിരുന്നു. പിന്നെ അങ്ങ് കോളൊക്കെ ഞാൻ കുറഞ്ഞു. അത്യാവശ്യം വരുന്ന ടൈം ആകുമ്പോഴേ ലേറ്റ് ആകുമ്പോഴേ വിളിക്കത്തുള്ളൂ. ഇവനെയൊക്കെ ആണെങ്കിൽ ഒരു 4:30 കഴിഞ്ഞ് കോളേജ് ബസ് പോകുമ്പോൾ ഈ ബ്രോഡ്കാസ്റ്റ് കണ്ടിട്ട് അവരുടെ അമ്മ എന്നെ വിളിക്കും ഉറപ്പാ, അല്ലെങ്കിൽ അവൻ തന്നെ അയച്ചു കൊടുക്കും. ഒരു 4:30 ആകുമ്പം വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഞങ്ങളുടെ കോളേജ് ബസ് പോകുമ്പോൾ അവനെ വിളിക്കും, മോനെ എവിടാ നീ, എപ്പോൾ ആയി, വരാറായില്ലേന്ന് ചോദിക്കും. അപ്പോൾ പറയും വരുന്നു. അവനിപ്പോൾ ഒരു 10 മിനിറ്റ് ലേറ്റ് ആകുമ്പോൾ തൊട്ടേ വിളി തുടങ്ങും. പിന്നെ എന്നെ വിളിക്കാൻ തുടങ്ങും, വരാറായില്ല. അപ്പോൾ പെണ്ണുങ്ങൾ മാത്രം ഫേസ് ചെയ്യുന്ന പ്രശ്നമല്ല ഇത്, ആണുങ്ങളും ഫേസ് ചെയ്യാറുണ്ട്. നിങ്ങൾക്കൊക്കെ അറിയാവുന്ന എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവനും ഈ പ്രശ്നം ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പം അവൻ തന്നെ അപ്പം അവൻ്റെ വീട്ടിൽ അങ്ങനെ രാത്രി കഴിഞ്ഞിട്ടൊന്നും ഇടക്കത്തൊന്നും ഇല്ലായിരുന്നു പണ്ടൊക്കെ. അപ്പം ആണുങ്ങളും പെണ്ണുങ്ങളും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ്. അപ്പോൾ ഇതിനകത്തുള്ളൊരു പോയിന്റ് എന്ന് പറയുന്നത്, ആഷിനെ ഇപ്പോൾ നൈറ്റ് 12 മണിക്ക് ഒറ്റയ്ക്ക് വെളിയിൽ പോകണ്ട എന്ന് പറയുന്നത് നമ്മുടെ ഈ പറയുന്നത് അവർ കേൾക്കുന്ന ന്യൂസ്, റേപ്പ് ഇതൊക്കെ എന്താ ഉള്ള ഒരു മോളാണ്. ഓക്കെ, എനിത്തിങ് ഹാപ്പൻസ്, അതിൻ്റെ കോൺസിക്വൻസ് അവർ പേടിയായിരിക്കും. പക്ഷേ സ്വന്തം ചേട്ടൻ്റെ കൂടെ കരോളിന് പോകാൻ പറ്റത്തില്ല എന്ന് പറയുന്നത് വേറെ കാര്യം. മനസ്സിലായി? ഇത് രണ്ട് സെനറിയ. ഒറ്റയ്ക്ക് വിടാതിരിക്കുന്നത്, സ്വന്തം ചേട്ടൻ്റെ കൂടെ വിടാതിരിക്കുന്നത്, സ്വന്തം ചേട്ടൻ്റെ കൂടെ വിടാതിരിക്കുന്നത് ശരിയല്ല, അത് തെറ്റ്. മറ്റേതെന്ന് പറഞ്ഞാൽ ഓക്കെ കൺസേൺ കൊണ്ടായിരിക്കാം. പിന്നെ ഈ പറഞ്ഞ പോലെ അശ്വിനി ഈ എന്ന് പറഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിലൊരു വീട്ടുകാരും റെസ്ട്രിക്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളല്ല. യു ഷുഡ് ഫൈറ്റ്, അത് തന്നെ ഞാൻ പറയത്തുള്ളൂ. പക്ഷേ ഇപ്പം നമ്മളെന്താ പറഞ്ഞു വന്ന്
നിങ്ങൾ ഫൈറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഫെമിനിസം ഓപ്പർച്യൂണിറ്റീസിന് ചോദിക്കുന്ന പല പെണ്ണുങ്ങൾക്കും ബേസിക് ആയിട്ടുള്ള ഇപ്പോൾ ആഷ്ന പറഞ്ഞ പോലെ ബേസിക് റൈറ്റ്സ് വീട്ടിലില്ല. ഞാനത് ചോദിക്കുന്നത്, ഒരു പീരീഡ്സ് വരുമ്പോൾ തറയെ വന്ന് കിടക്കണമെന്ന് പറയുന്ന വീട്ടുകാർക്കെതിരെ എന്തുകൊണ്ട് അവർ റിയാക്ട് ചെയ്യുന്നില്ല? അല്ലെങ്കിൽ ഇവിടെ വന്ന് ഫെമിനിസം പറയുന്ന ആൾക്കാർ ഇതിനെതിരെ പ്രതികരിക്കുന്നില്ല, അല്ലെങ്കിൽ വീട്ടുകാരോട് അടുത്ത് പ്രതികരിക്കുമ്പോഴത്തേക്ക് എന്ത് പറയും? നിന്നെ ഇപ്പം കല്യാണം കഴിപ്പിക്കും. എത്ര പെണ്ണുങ്ങൾ ഇഷ്ടമല്ലാത്ത കല്യാണങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ഒരാൾ അല്ലെങ്കിൽ 1 മാസം 2 മാസം 3 മാസം മാത്രം പരിചയപ്പെട്ട് ചിലപ്പം ഒന്ന് ഫോൺ ചെയ്യുമായിരിക്കും. ചിലർക്ക് ചില ആൾക്കാരുമായിട്ട് സംസാരിക്കും. ഒരു അറേഞ്ച് മാരേജ് ആണെങ്കിൽ ഇഷ്ടപ്പെടത്തൊന്നുമില്ല. അപ്പോഴത്തേക്കും ഈ വീട്ടുകാരെന്താ പറയുന്നത്? അതൊക്കെ കല്യാണം കഴിഞ്ഞ് അങ്ങ് ഇഷ്ടപ്പെട്ടോളൂ. ലിറ്ററലി ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ആഷ്നയുടെ ബോയ് ഫ്രണ്ടുമായിട്ട് ഒരു ഫോൺ കോൾ വീട്ടിൽ പൊക്കിയുള്ള സെനറി എന്തായിരിക്കും? ബോയ് ഫ്രണ്ടുമായിട്ട് കറങ്ങാൻ ഉള്ള സെനറി എന്തായിരിക്കും? ഇതേ വീട്ടുകാരാണ് ഇഷ്ടമല്ലാത്ത ഒരാളുടെ കൂടെ ഫസ്റ്റ് നൈറ്റിൽ പാലും കൊടുത്ത് വിടുന്നത്. എന്തിനാ വിടുന്നത്? എൻ്റെ വീട്ടിൽ ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പം അമ്മയടുത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ട്, അമ്മ ഉദ്ദേശിക്കുന്ന ഈ 5 മിനിറ്റിൽ ചായ കുടിച്ച് ഒരു ഇതുണ്ടാക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു 4-5 വർഷം കൊണ്ട് നമ്മൾ ബിൽഡ് ചെയ്യുന്ന ഒരു റിലേഷൻഷിപ്പ്. നമുക്ക് ആളുടെ സ്വഭാവം അറിയാം, ആളുടെ ഇഷ്ടങ്ങൾ അറിയാം, ഇഷ്ടക്കേടുകൾ അറിയാം, ആള് എന്തെങ്കിലുമൊക്കെയാണ് കൺസേൺ ആയിരിക്കുന്നത്, എല്ലാ കാര്യങ്ങളും നമുക്കറിയാം. ആളുടെ വീട്ടിലറിയാം, ബാക്ക്ഗ്രൗണ്ട്സ് അറിയാം, ഫ്രണ്ട്സ് അറിയാം, ഫ്രണ്ട് സർക്കിൾ അറിയാം, ആളുടെ ബാഡ് ഹാബിറ്റ്സ് എല്ലാം നമുക്കറിയാം. എല്ലാം നമുക്കറിയാം. പക്ഷേ ആ ടൈമിൽ നമ്മൾ ഈ 5 മിനിറ്റിൽ കാണുന്ന ഒരാളെ കുറിച്ച് നമ്മൾ എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? നമുക്ക് അറ്റ്ലീസ്റ്റ് സംസാരിക്കാൻ പോലും സമയം കിട്ടത്തില്ല. നമ്മൾ മറ്റേ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ എന്നാ മോനോട് പോയി സംസാരിക്കും, എന്താ പഠിച്ച്, 2 പേരും ഒരു ടെൻഷനിലായിരിക്കും. കാരണം ഫസ്റ്റ്ലി കാണുന്ന ഒരാളാണ്. പിന്നെ കാണുന്നത് എനിക്ക് പോകുമ്പോൾ മനസ്സിലാവും. ഞാൻ പോയിട്ടില്ല, പക്ഷെ ഡേറ്റിങ്ങിന് പോയിട്ടുണ്ട്. അപ്പോഴൊന്നും ടെൻഷൻ ഉണ്ടായിട്ടില്ല. ഓക്കെ, പക്ഷെ ഇത് നമ്മൾ തലയിലാവുമല്ലോ. മര്യാദയ്ക്ക് സംസാരിച്ചില്ല. അപ്പം അപ്പം ഞാൻ അത് വീട്ടിൽ പറഞ്ഞപ്പം എൻ്റെ അമ്മ പറഞ്ഞത്, നമ്മളാളെ കുറിച്ച് ഫുള്ള് എൻ്റെ ചേട്ടൻ പോയി അന്വേഷിക്കും, ബാക്ക്ഗ്രൗണ്ട് ഫുൾ അന്വേഷിക്കും, വീട്ടിലെക്കാരെ അന്വേഷിക്കും, വീട്ടുകാരുടെ ബാക്ക് സൈഡ് എല്ലാം അന്വേഷിക്കും. അപ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഓക്കെ, എല്ലാം അന്വേഷിച്ചു, വീട്ടുകാരെ എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചു. ആളുടെ ഉള്ളിൽ ഇരിക്കുന്ന സാധനം എങ്ങനെ അന്വേഷിക്കും? ആരോട് പോയി അന്വേഷിക്കും? ആള് എന്തോ റിലേഷൻ ആയിരുന്ന ആൾ പോലും ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ ഒരാൾക്ക് പ്രറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന കുറേ ടൈമുണ്ട്. ഒരു സമയം വരെ ആള് ഓക്കെ നോർമലായിട്ട് അങ്ങനെ 6 മന്ത്സ് അല്ല, സ്റ്റഡീസ് പറയുന്നത് 6 മന്ത്സ് അത് സ്റ്റഡീസ് 6 മന്ത്സും 2 ആൾക്കാർ ഒരു 6 മന്ത്സ് എങ്കിലും റിലേഷൻഷിപ്പിൽ നിന്നിട്ട് മാത്രമേ ഒരു ഫർദറിനെ പറ്റി ചിന്തിക്കാവുള്ളൂ. കാരണം പല വൾണറബിൾ സൈഡുകളും കാണിച്ചു തുടങ്ങുന്ന ഒരു 6 മന്ത് ആകുമ്പോഴായിരിക്കും. 6 മന്ത്സ് പോലല്ല, 3 years സ്റ്റഡീസ് പറയുന്നുണ്ട്. 3 years എല്ലാം ബേസിക് 6 മന്ത്സ് പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു സമയത്താണ് നമ്മളോട് ഈ ഒരു 5 മിനിറ്റിലുള്ള ചായ കുടിക്കൊരു ഫുള്ളായിട്ട് നമ്മളെ. അതുപോലെ മാത്രമല്ല, ഈ ഒരു പെണ്ണ് താമസിക്കേണ്ട ഒരു വീട്ട് കാണാൻ പോകുന്നത് വീട്ടുകാരാണ്. പെണ്ണ് പോകത്തില്ല, പെണ്ണിനെ കൊണ്ടുപോകത്തില്ല, ചടങ്ങുന്ന രീതിയിൽ പെണ്ണിനെ വീട്ടിൽ ഇരുത്തും. പക്ഷെ ആ പെണ്ണല്ലേ ആ വീട് കാണേണ്ടത്. ശരിക്കും ഇതല്ലേ വുമൺ എംപവർമെന്റ്? ഇത് വീട്ടിൽ നിന്ന് പോലും ഇവിടെയുള്ള പെണ്ണുങ്ങൾക്ക് കിട്ടുന്നില്ല. ദാറ്റ്സ് ദ റിയാലിറ്റി ആൻഡ് ദേ ആർ ഗോയിങ് ടു ദ പബ്ലിക് ഇൻ സെർച്ച് ഓഫ് വുമൺ എംപവർമെന്റ്. നോ, ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. ഇപ്പം ഒരു ഇഷ്ടപ്പെട്ട ഒരാളെ കല്യാണം കഴിച്ച് ജീവിക്കാനുള്ള ഒരു റൈറ്റ് ഒരു പെണ്ണിന് വേണം. ഒരു ഇഷ്ടപ്പെട്ട ജോലി ചെയ്യാനുള്ള ഒരു റൈറ്റ് പെണ്ണിന് വേണം. ഇഷ്ടപ്പെട്ട ഡ്രീംസിന് പുറകെ പോകാനുള്ള ഒരു റൈറ്റ് ഒരു പെണ്ണിന് വേണം. ഇതിനെല്ലാം ഉള്ള ഒരു റൈറ്റ് ഒരു പെണ്ണിന് വേണം. ദാറ്റ്സ് വുമൺ എംപവർമെന്റ്. പക്ഷേ ഇവിടെ ഏറ്റവും കൂടുതൽ വുമൺ എംപവർമെന്റ് നിഷേധിക്കുന്നത് കമ്പനികളോ ഫിലിം ഇൻഡസ്ട്രിയോ അല്ലാത്ത ഇൻഡസ്ട്രിയോ അല്ല, അവരുടെ വീട്ടുകാർ തന്നെയാണ്. സോ ആദ്യം ചേഞ്ച് ആവേണ്ടതെന്ന് പറഞ്ഞ് ഓക്കെ, സോ ആദ്യം ചേഞ്ച് ആവേണ്ട സംഭവം എന്ന് പറഞ്ഞാൽ അവരുടെ വീടാണ്. ഇവിടെ ഉള്ള ഓരോ പെൺകുട്ടിയുടെയും വീട് മാറ്റിയിട്ട് മാത്രമേ ഈ പറഞ്ഞ കമ്പനി റൂൾസിനെയോ ഈ പറഞ്ഞ ഇൻഡസ്ട്രികളുടെ റൂൾസിനെയോ, ഇപ്പം ലെറ്റ്സ് ഈയിടെ ഒരു സംഭവം വന്നില്ലേ, നമ്മുടെ ഒരു ലീഡ് റോൾസിന് ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും സെയിം പേ വേണമെന്ന്. ഇപ്പം ലെറ്റ്സ് ഈയിടെ ഏതോ ഒരു ഇതിൽ ഞാൻ കണ്ടൊരു സംഭവം, ഇപ്പം ലാലേട്ടൻ്റെ ഒരു ഫേസ് കാണിച്ച ഒരു ഫിലിം വരുമ്പോഴത്തേക്കും ആ പടം റിലീസ് ആവുന്നതിന് മുന്നേ അവരുണ്ടാക്കുന്ന ഒരു ഇത്ര എമൗണ്ട് ഓഫ് റവന്യൂ ഉണ്ട്. അത് ഈ പറഞ്ഞ സോ കോൾ വേറൊരു ആക്ട്രസിൻ്റെ ഫേസ് കാണിച്ചു വന്നാൽ അതിൻ്റെ പകുതി പോയിട്ട് 25% മുതൽ റവന്യൂ അവിടെ ഉണ്ടാകത്തില്ല. സോ ഇറ്റ്സ് പ്യുവർലി എ ബിസിനസ് ഗെയിം. ഒരു ആക്ടറിന് കൂടുതൽ കൊടുക്കണം, അയാളുടെ ഫേസ് വാല്യൂവിനാണ് അവിടെ ആ പടം ഓടുന്നത്. അല്ലെങ്കിൽ ഇവിടെ 100 CR കയറിയിട്ടുള്ള പടം, ഒരു പെണ്ണിൻ്റെ ഫേസിലോട്ടിട്ട് എത്ര പടമുണ്ട്? 1000 CR കയറിയിട്ടുള്ള എത്ര, മനസ്സിലായോ? ദങ്കലിൽ ഒരു സ്റ്റോറി പറയുന്നത് എന്ന് പറയുന്ന ഒരു ഫീമെയിൽ ഫേസ് ആണ്. അതിൽ ലീഡ് ചെയ്യുന്ന അമീർ ഖാനാണ്. ഓക്കെ, അതിൽ സ്റ്റോറി പറയുന്ന പെണ്ണുങ്ങളുടെ സ്റ്റോറിയാണ് പറയുന്നത്. ആ പടത്തിൽ പെണ്ണുങ്ങൾക്ക് എത്ര പേ ചെയ്തിട്ടുണ്ട്? ഇറ്റ്സ് ഫോർ ദ സ്റ്റോറി. അമീർ ഖാൻ കണ്ടിട്ടില്ല? ഇറ്റ്സ് ആൻ അമേസിംഗ് ഫിലിം. വുമൺ എംപവർമെന്റ് ഇത്രയും പറഞ്ഞിട്ട് ദങ്കൽ കണ്ടിട്ടില്ലേ? കമോൺ,
അത് അടിപൊളി പടമാണ്, യു ഷുഡ് വാച്ച് ഇറ്റ്. അപ്പോൾ ഇന്ന് പോയി ഈ കാണണം. വീട്ടുകാരെ പറ്റി പറയുന്ന സമയത്ത് എനിക്കൊരു കാര്യം പറയണ്ടായിരുന്നു. പറയൂ, അശ്വതിയുടെ വീട്ടുകാരെ പറ്റി. എൻ്റെ വീട്ടുകാരെ പറ്റിയല്ലേ പറയുന്നത് ഞാൻ. പറയൂ, ഐ വുഡ് ലൈക്ക് ടു ഹിയർ. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എപ്പോഴും ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലാണെങ്കിലും പെൺപിള്ളേരൊക്കെ ഉള്ള വീടാണെങ്കിൽ അവർ പറയാം പോയി പറക്ക് 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 ആ സാധനം, അതായത് പോയി അച്ചീവ് ചെയ്യും സാധനങ്ങളൊക്കെ. നിങ്ങൾക്ക് വേണ്ടത് എന്താണോ അതെല്ലാം ഇതാക്കുക, നമ്മൾ അതിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എല്ലാം റെഡിയാക്കി തരാം. നിങ്ങൾക്ക് ഇപ്പോൾ എന്താണ് എഡ്യൂക്കേഷൻ ആണോ വേണ്ടത് സെറ്റാക്കി തരാം. പക്ഷേ ഒരു പോയിന്റ് വിട്ട് അവർ എന്തെങ്കിലും അച്ചീവ് ചെയ്യാൻ പോവുകയാണ്, അതായത് അവർക്ക് അവർക്ക് ആ ഒരു ബൗണ്ടറി ഇല്ലേ, ആ ബൗണ്ടറി അവർ ക്രോസ് ചെയ്തെന്ന് തുടങ്ങുന്ന സമയത്ത് അവരവിടെ ബ്രേക്ക് ഇട്ടിരിക്കും. അവിടെ അവർ നമ്മളെ സ്റ്റോപ്പ് ചെയ്യും. അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നതിന് ഒരു കാരണം എന്ന് പറയുന്നത്, അവർ മുന്നോട്ട് വയ്ക്കുന്ന കാര്യം എന്ന് പറയുന്നത് കല്യാണം. എക്സാക്ട്. സി ബേസിക്കലി നമ്മൾ എന്തായി മാറുന്നു എന്നുള്ളത് നമ്മുടെ ഒരു ചൈൽഡ്ഹുഡ് നമ്മൾ അനുഭവിക്കുന്ന ട്രോമ. ഈ ട്രോമാസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫ് ലോങ് നമ്മുടെ കൂടെ ഉണ്ടാവും. നമ്മുടെ ഒരു ക്യാരക്ടർ ഫോർമേഷനും ട്രോമ ഭയങ്കര ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. സോ ബേസിക്കലി ഗേൾസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇവർ പബ്ലിക് വാലിഡേഷൻ അല്ലെ പബ്ലിക്കിൽ ചെന്ന് കുറേ എന്താ പറയുക ഫൈറ്റ് ചെയ്യുന്നത്, വുമൺ എംപവർമെൻറ്റ്, ഫെമിനിസം അല്ലെങ്കിൽ ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞ് ഫൈറ്റ് ചെയ്യുന്നതിൻ്റെ മെയിൻ റീസൺ ബീങ് അവർക്ക് അവരുടെ വീട്ടിൽ പോലും ഒരു ഇക്വാലിറ്റി കിട്ടിയിട്ടില്ല. അവർക്ക് എംപവർമെൻറ്റിനുള്ള ഒരു സാധനം വീട്ടിൽ നിന്ന് കിട്ടിയിട്ടില്ല. അപ്പോൾ ആ വീട്ടിൽ നിന്ന് കുഞ്ഞിലെ തൊട്ട് അവരുടെ ആഗ്രഹങ്ങൾക്കെല്ലാം ഈ പറഞ്ഞ പോലെ ചിറകിടുക. ലെറ്റ്സ് ഇപ്പം വീട്ടിൽ നിന്ന് കുട്ടികൾ പുറത്തോട്ടൊക്കെ പഠിക്കാൻ പോയി പിന്നെ അവർ ഫുൾ പൊളിയായിരിക്കും. കാരണം അത്രയും നാൾ കൂട്ടിലിട്ട് വളർത്തിയേക്കുക. അപ്പോൾ അഴിച്ചിടുമ്പോൾ ആ ഒരു സംഭവം ആരും കൺട്രോൾ ചെയ്യാൻ എക്സാക്ട്ലി ദാറ്റ്സ് ദ തിങ്. അപ്പം പറയാൻ മാത്രമേ പറ്റൂ. നേരെ വന്ന് വീട്ടിൽ അപ്പൊ എൻ്റെ ഒരു ഫ്രണ്ട് ഹോസ്റ്റലിൽ നിന്നൊരു ഫ്രണ്ട് എന്നോട് പറഞ്ഞാണ്, ഞാൻ സ്ലീവ്ലെസ് ഇട്ടപ്പം ഞാൻ അമ്മയെ വീഡിയോ കോൾ വിളിച്ചു. അപ്പം അമ്മ പറഞ്ഞു ഇതിന്റെ കൈ എവിടെയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അമ്മ ഇതാ ഇവിടുത്തെ ട്രെൻഡിങ്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് അപ്പുറത്തെ റൂമിൽ നിന്നിട്ട് പറയണേ, എൻ്റെ അമ്മ എങ്ങാനും ആയിരുന്നെങ്കിൽ അതിൽ നിന്ന് ഇറങ്ങി വന്ന് തന്നെ അടിച്ചേന്. നിന്നെ അമ്മ പറയുന്നല്ലേ ഉള്ളൂ. എക്സാക്ട്ലി. ഈ ട്രോമയിലാണ് സത്യത്തിൽ പെണ്ണുങ്ങൾ വളരുന്നത്. അപ്പോൾ ഇവർക്ക് ഈ പറഞ്ഞ പോലെ തന്തയെല്ലാം പറ്റത്തില്ലല്ലോ എന്നുള്ളൊരു സെനറിയിലാണ് ഇവർ റോഡിലോട്ടൊക്കെ ഓക്കെ എനിക്ക് പറ്റിയത് ഈ നാട്ടിലുള്ള എല്ലാ പെണ്ണുങ്ങൾക്കും മേടിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞ് റോഡിലോട്ടിറങ്ങി ഈ സംഭവം പറയും. പക്ഷേ എന്തുകൊണ്ട് അവർക്ക് സ്വന്തം വീട് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല? ഇപ്പം ഞാൻ ഇവിടെ നിന്ന് കഥ പറയുന്നത്, ബിസിനസ്സിൻ്റെ കാര്യം പറയുന്നത്, എൻ്റെ അമ്മ എടുത്ത് ഒന്ന് വടാന്ന് പറയും. സെയിം തിങ്. ഇപ്പം എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമല്ല ഞാൻ ബിസിനസ് ചെയ്യുന്നത് ഇപ്പോഴും. നമ്മുടെ വീട്ടിലില്ലേ നമുക്കിപ്പം പുറത്ത് കാണിക്കുന്നതിനേക്കാളും ഇമോഷണലി നമ്മൾ കണക്റ്റഡ് വീട്ടിലാണ്. അപ്പം വീട്ടിൽ പോയി നമ്മൾ ഫൈറ്റ് ചെയ്യുമ്പം ആദ്യം അവർക്ക് നമ്മൾ ഭയങ്കര ട്രിഗർ ചെയ്താലും കുറച്ചു നേരം കഴിയുമ്പോൾ അവർ ഇമോഷണലി അല്ലേലും ഞാൻ 10 മാസം ചുമന്നൊക്കെ വെറുതെ ആണ് ഈ ഒരു ട്രിഗർ നമ്മളെ ഇമോഷണലി താത്ത് കളയാം. അപ്പൊ പിന്നെ നമുക്കൊന്നും തുടങ്ങി എന്നാ പിന്നെ പോയി കിടന്ന റൂമിൽ പോയിരിക്കും. പക്ഷേ ഇപ്പൊ നിങ്ങൾ ഈ പറയുന്ന ഒരു സംഭവം, നിങ്ങൾ ഈ പറയുന്ന പുറത്തത്തിന് പകരം അകത്ത് എന്തുകൊണ്ട് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നില്ല, എന്തുകൊണ്ട് ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുന്നില്ല? നിങ്ങൾ എത്ര പേര് വീട്ടുകാരെ ഒഫൻഡ് ചെയ്യും? ഒരു പോയിന്റ് വീട്ടുകാരോട് പറയും. ഇപ്പം അശ്വതി പുറത്ത് പോകുമ്പോഴത്തേക്ക് എൻ്റെ അറിവിൽ അശ്വതി വീട്ടിൽ വിളിച്ച് പറഞ്ഞിട്ട് അനുവാദം മേടിച്ചിട്ടാണ് അശ്വതി പുറത്ത് പോകുന്നത്. ആയിരുന്നു. ഓക്കെ. ഈ അടുത്തൊരു സംഭവം ഉണ്ടായല്ലോ, ഇതുപോലെ എന്തോ പോയെന്ന് പറഞ്ഞ് വഴക്ക് പറഞ്ഞെന്ന് പറഞ്ഞ എന്നോട് വെറുതെ പറഞ്ഞൊരു കാര്യം. പക്ഷേ അപ്പം ഞാൻ ചോദിച്ചു അശ്വതി എന്താ പ്രശ്നം? അശ്വതി ഇപ്പൊ ഇവിടെ നിന്നിട്ടുണ്ട്, ഇവിടെ സ്ഥലം ഇവിടെയല്ല, ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. യു ആർ ഏർണിംഗ് ഫോർ യുവർ സെൽഫ്. അത്യാവശ്യം നല്ല രീതിയിൽ കാശുണ്ടാക്കുന്നുണ്ട്, കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, വർക്ക് ലോഡ് അതുപോലെ ഇവിടെ ഉണ്ട്. ഓക്കെ. അപ്പം അത്രയും വർക്ക് പ്രഷർ നിൽക്കുന്നുണ്ട്. ഒരു വീക്കെൻഡ് ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് പോയി. അത് വീട്ടുകാരുടെ അനുവാദം ചോദിച്ചു പോകേണ്ട കാര്യം അമ്മയോട് ചോദിക്കാൻ പറ്റത്തില്ല. ഇതുപോലെ അമ്മ ഞാൻ അധ്വാനിച്ച് ഞാൻ ഇത്രയും ദിവസം കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ട് ഒരു ദിവസം അതിന് റിലാക്സേഷന് വേണ്ടി എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി. അമ്മയെ നോക്കേണ്ട കാര്യമില്ല. ഞാൻ ഇത്രയും പ്രായമായി, എനിക്ക് അശ്വതിയോട് ഞാനത് ചോദിച്ചു, അശ്വതി എന്താ ഇത് പറയാൻ? അത് ഇത്രയല്ലേ ഉള്ളൂ, ഇത്രയും വർക്ക് ചെയ്ത് ക്ഷീണിച്ചിട്ടല്ലേ, ഇങ്ങനല്ല പറഞ്ഞ് വർക്ക് ചെയ്ത് ക്ഷീണിച്ചിട്ടല്ലേ, അപ്പം അത് അമ്മയോട് പറഞ്ഞാൽ പോലെ പറഞ്ഞപ്പോൾ ഇല്ല എനിക്ക് അമ്മയോട് അങ്ങനെ പറയാൻ പറ്റത്തില്ല. നമുക്ക് ഈ ഒരു സാധനം ഉണ്ട്, നമുക്ക് ഒരു ഇമോഷൻ സാധനം കിടക്കുന്നത് കാരണം പല കാര്യങ്ങളും നമുക്കത്. എന്താ അതിൽ ഇമോഷൻ എന്ന് വെച്ചാല് എത്ര നാള് നിങ്ങൾ ഇങ്ങനെ വീട്ടുകാരെ ശീലിപ്പിക്കും? വീട്ടുകാരോട് കള്ളം പറഞ്ഞിട്ട് പോകുന്നതിനേക്കാളും ഓക്കെ അമ്മ ഞാൻ ഇതിന് പോവാണ് എന്ന് കള്ളം പറഞ്ഞ് പറ്റിക്കുന്നതിൽ ഇമോഷൻ ഇല്ലേ, വിഷമമില്ലേ? അതുണ്ട്. ഞാൻ പറയുന്നത് പക്ഷെ ഞാൻ എപ്പോഴും എൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് നോക്കാറുള്ളത്. അപ്പം കുറച്ച് കള്ളം പറഞ്ഞാലും എനിക്കൊരു ഹാപ്പിനെസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരുന്നു അല്ല അയ്യോ ഞാൻ പറയുന്ന ഈ ഒരു വിഷമം എന്ന് പറയുന്നത് ഇമോഷണലി ഒരു സാധനം കിടക്കുന്നുണ്ട്. അത് കാരണം നമുക്ക് എന്താണ് ഒരു ഡിസിഷൻ ചെറുപ്പം മുതലേ നമ്മളില്ലേ ഒരു നല്ല കുട്ടിയായിട്ടാണ് വളർന്നു പോയി. അതാണ് പ്രശ്നം. അതാണ് പ്രശ്നമായത്. ഞാൻ നല്ല കുട്ടിയാണ് നിൽക്കില്ല. കാരണം എന്റെ കേസ് ഞാൻ പറഞ്ഞ ചെറുപ്പം മുതലേ ഞാൻ വീട്ടുകാരെ ഇഷ്ടപ്പെട്ടു.
അതായത് വീട്ടിലൊരു സിസ്റ്റം ഉണ്ടായിരുന്നു, ആ സിസ്റ്റത്തിലായിരുന്നു നിന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് നിൽക്കാൻ താല്പര്യം ഉണ്ടായിട്ടില്ല. നമ്മളത് അങ്ങനെ വിട്ട് ഇതാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് റിലേറ്റീവ്സിൻ്റെ അടുത്താണെങ്കിലും ചുറ്റുള്ള അടുത്താണെങ്കിലും അത് നല്ല കുട്ടിയാണ്, നല്ല കൊച്ചാണെന്ന് പറയുമ്പോൾ ഇതാണ് ഏറ്റവും വലിയ ബർഡൻ. നല്ലതാണെന്ന് അതെനിക്ക് റിയലൈസ് ചെയ്ത കുറേ മൊമെന്റ്സ് ഉണ്ടായിരുന്നു. കാരണം പിന്നെ അത് കഴിഞ്ഞ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇതൊന്നും ശരിയാവാൻ പോണില്ല, ഞാൻ കുറേ കാര്യങ്ങൾ ഞാൻ മിസ് ചെയ്യും, ഈ ഒരു കാര്യം കൊണ്ട് എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ട് വരും എന്ന് എനിക്ക് മനസ്സിലായി. ആ പോയിന്റിലാണ് ഞാൻ എനിക്ക് വേണ്ടി ഡിസിഷൻസ് എടുക്കാൻ തുടങ്ങിയത്. അതിനുശേഷം എല്ലാം അടിപൊളിയായിരുന്നു. അങ്ങനെയല്ലേ പറഞ്ഞത്, എൻ്റെ ലൈഫിലെടുത്ത എല്ലാ ഡിസിഷനും വീട്ടിൽ നിന്നല്ല. പക്ഷെ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ഞാൻ മാറ്റിയെടുത്തതായിരുന്നു അത്. അതായത് നല്ല കുട്ടി എന്ന് പറയുന്ന സാധനം എനിക്ക് മനസ്സിലായി, എനിക്ക് സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് മനസ്സിലായി. അപ്പം ഞാൻ എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ ഡിസിഷൻസ് എടുക്കാൻ തുടങ്ങി, എൻ്റെ ഡിസിഷനെ പ്രയോറിറ്റി കൊടുക്കാൻ തുടങ്ങി. അതായത് വീട്ടുകാർ ചില കാര്യങ്ങൾ പറയുകയാണെങ്കിൽ എനിക്ക് ഇതാണ് വേണ്ടത്, എനിക്ക് ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ വെക്കാൻ തുടങ്ങി. യാ ഷുവർ. അങ്ങനെ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ വെച്ചു. അതായത് അവരറിയാതെ ചെയ്തു. ഇപ്പൊ അവരെ പറഞ്ഞ് വിഷമിപ്പിക്കണ്ട എന്നുള്ള രീതിയിൽ ഇല്ല, പല കാര്യങ്ങളും ഞാൻ എനിക്ക് ഇതാണ് വേണ്ടതെന്ന് പറയും. അപ്പോൾ ആ സമയത്ത് വീട്ടിൽ കുറച്ച് ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഞാൻ പറയും എനിക്ക് ലൈഫിൽ ഇങ്ങനെ ഒരു സാധനം, ഒരു ആഗ്രഹമുണ്ട്, അതുകൊണ്ട് എനിക്കിതിങ്ങനെ ചെയ്യണം, ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കറക്റ്റ് ഒരു നല്ലതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് എന്നുള്ള ഒരു റിയലൈസേഷൻ. പക്ഷേ അശ്വതി അവരോട് പറയാതെ ചെയ്ത് എത്ര കാര്യങ്ങളുണ്ട്. ദാറ്റ് മേക്സ് യു ഹാപ്പി. അപ്പം ഈ ഒരു സംഭവം ഉണ്ട് എല്ലായിടത്തും ഉള്ളൊരു കാര്യമാണ്. പക്ഷേ എൻ്റെ ഒരു കൺസെപ്റ്റിൽ വീട്ടുകാരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ പറ്റണം. അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന പോലെ നല്ല പിള്ള എന്ന് പറഞ്ഞൊരു ഇമേജ് കിട്ടിയിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. നാട്ടുകാരും വീട്ടുകാരും ഈ പറയുന്ന പോലെ നല്ല പേരുണ്ടാക്കാൻ ഒരുപാട് കാലം എടുക്കും. ഒരു പേര് ചീത്ത പേരുണ്ടാക്കാൻ ജസ്റ്റ് ഒരു ചെറിയൊരു പോയിന്റ് മതി, നമ്മൾ ഉണ്ടാക്കി വെച്ച നല്ല പേരല്ല പോവും. അപ്പോൾ പിന്നെ അതിനുവേണ്ടി വെറുതെ സമയം കളഞ്ഞിട്ട് കാര്യമില്ല. ഒരു മണ്ടത്തരായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഒരിക്കലും ചെയ്യരുത്. അത് ചെയ്തെന്ന് പറയും നമ്മൾ ഒരിക്കലും അത് കോൺഷ്യസ്ലി ചെയ്യുന്നതല്ല. നമുക്ക് ചെറുപ്പം മുതലേ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനം, അതിൽ നമ്മൾ എന്തായാലും ഭയങ്കര കംഫർട്ടായി പോയി. നമുക്ക് അത് നമ്മൾ അതാണെന്നുള്ളൊരു സാധനം നമുക്ക് കണ്ടിന്യൂസ് നമ്മളെ ചുറ്റുന്ന ആ ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിൽ സ്റ്റക്കായി പോകും. ഇപ്പോഴും അങ്ങനെ സ്റ്റക്കായിട്ടിരിക്കുന്ന ആളുകളുണ്ട്. ആരും നല്ലത് പറയുന്നു, ആരും മോശം പറയുന്നുള്ളതല്ല. ആശ്വതിക്ക് ഒരു സ്ട്രഗിൾ വരുവാണെങ്കിൽ അല്ലെങ്കിൽ ആർക്കും ഒരു സ്ട്രഗിൾ വന്നാലും നമുക്കൊരു പ്രശ്നം വന്ന് വീണ് പോയാൽ നമ്മുടെ വീട്ടുകാരെ നമ്മൾ നോക്കാനുണ്ടാവുള്ളൂ. അതൊരു ഫാക്റ്റാണ്. പക്ഷേ നമ്മുടെ സ്ട്രഗിളുകളിലും നമ്മുടെ ജേണിയിലും നമ്മൾ ഇഷ്ടപ്പെട്ട് ചൂസ് ചെയ്ത ഒരു പാത്തിലും ഒരു പ്രശ്നം വന്നാൽ വിളിച്ച് കരഞ്ഞാൽ അമ്മ കരച്ചിൽ കേൾക്കാൻ മോളെ പോട്ടെ എന്ന് പറയുമായിരിക്കും ചിലപ്പം. അല്ലെങ്കിൽ ചിലപ്പം നിന്നോട് ഞാൻ അന്നേ പറഞ്ഞല്ലേ ഇതിനൊന്നും പോകണ്ട, ഇതായിരിക്കും കൂടുതലും വരുന്ന കാര്യം. അപ്പം അങ്ങനെയുള്ള കേസുകളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നല്ല തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്നത് നമുക്കാണ്. ഇപ്പോൾ അവർക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു തീരുമാനം വേണ്ടെന്ന് വെക്കുമ്പോഴത്തേക്കും ജീവിതകാലം മൊത്തം അതോടത്ത് റിഗ്രറ്റ് ചെയ്യുന്ന നമ്മളായിരിക്കും. ലെറ്റ്സ് സേ ഇപ്പം നമുക്ക് സത്യത്തിൽ ബൈ ഡിഗ്രിയിൽ ഒരുപാട് ഹൗസ് വൈഫുകൾ വരുന്നുണ്ട്, എനിക്ക് അറിയുന്നുണ്ട്, കോഴ്സിന് ജോയിൻ ചെയ്യാനും പഠിക്കാനും. അപ്പോൾ എനിക്കൊന്ന് റംസിയുടെ കുറച്ച് വീഡിയോയും കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ്. അപ്പോൾ ഈ വരുന്ന എല്ലാവർക്കും പറയാനുള്ള സെയിം സ്റ്റോറിയാണ്. കാരണം അവർ കല്യാണം കഴിച്ചു, ഒരു ഏർലി ഏജിൽ കല്യാണം കഴിച്ചു, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഏജിൽ കല്യാണം കഴിച്ചു. അത് കഴിഞ്ഞിട്ട് അവർക്ക് ഹസ്ബൻഡായി, കുട്ടികളായി. ഇപ്പോൾ കുട്ടികൾ ഇപ്പോൾ കാരണം ഒരു കുഞ്ഞായി കഴിഞ്ഞാൽ ഒരു 2-3 വയസ്സ് വരെ അമ്മമാർ തന്നെ അടുത്ത് നിന്ന് നോക്കുന്ന ഒരു സംഭവം ഉണ്ടോ. അപ്പോൾ അങ്ങനെ ഒരു കുട്ടിയായി, അത് കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ കുട്ടിയായി. അപ്പോൾ ഒരു 5-6 അല്ലെങ്കിൽ ഒരു 10 വർഷത്തിനടുത്ത് പോയി. സോ ഈ 10 വർഷം ആകുമ്പോഴോ അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിലായിരിക്കും ഇവർ റിയലൈസ് ചെയ്യുന്നത് അവരുടെ കുറേ സ്വപ്നങ്ങളോ ആഗ്രഹങ്ങളോ ഉണ്ടായിരുന്നു, അതെവിടെയോ പോയി, അവർ തന്നെ അത് മറന്നുപോയി, അവരുടെ ഷിഫ്റ്റ് ഫാമിലിയിലോട്ട് പോയി. പക്ഷേ അപ്പം ഈ ഒരു ആളുടെ വീഡിയോ കണ്ടപ്പോഴാണ് അവർ സ്വയം ഇരുന്ന് ആലോചിക്കാൻ തുടങ്ങിയത്, അയ്യോ എനിക്കിങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നല്ലോ, ഞാൻ ഇനിയൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ലെന്ന് പറഞ്ഞുകൊണ്ടിരുന്നതല്ലേ. പക്ഷേ ഇപ്പോൾ ഈ ഒരു സംഭവം കണ്ടപ്പോഴത്തേക്കും ആ ഒരു സംഭവം കിട്ടി, എനിക്കും എന്തെങ്കിലും ചെയ്യണം, എനിക്ക് മനസ്സിലായി. ഇപ്പം ഇതെല്ലാം ഈ പറയുന്ന പോലെ ഈ പറഞ്ഞ നമ്മുടെ സൊസൈറ്റിയൽ നോംസിൻ്റെ അല്ലെ ഫാമിലി ഇടപെട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇതെല്ലാം മാറണം. ഇപ്പം ആഷ്നയ്ക്ക് ഒരു സാധനം ചെയ്യണം, ഒരു ഇഷ്ടപ്പെട്ടൊരു കാര്യം ചെയ്യണം. ചിലപ്പോൾ ആഷ്നയ്ക്ക് ഈ പറഞ്ഞ പോലെ വീട്ടുകാരെ വെറുപ്പിച്ചിട്ട് അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. യു മൈറ്റ് നോട്ട് ബി ഈവൻ ടോക്കിംഗ് ടു യുവർ പേരൻസ്. ഇപ്പം ഞാൻ ആ സെനറി നിന്നിട്ടുള്ള ഒരാളാണ്. എൻ്റെ വീട്ടിൽ ഞാൻ ആദ്യമായിട്ട് ബോഡി ബിൽഡിങ് ഇറങ്ങിയപ്പോൾ സമയത്ത് എൻ്റെ വീട്ടുകാർക്ക് അത് ഇഷ്ടമല്ല. അപ്പം എൻ്റെ വീട്ടുകാർ രണ്ടുപേരും ഒരു എഡ്യൂക്കേഷൻ പെർസ്പെക്റ്റീവ് നോക്കി കാണുന്നവരാണ്, ഹൈലി എഡ്യൂക്കേറ്റഡുമാണ്. എൻ്റെ അച്ഛൻ റാങ്ക് ഹോൾഡർ വരെയായിരുന്നു. ഓക്കെ, അപ്പം അവർക്ക് ഞാൻ എഡ്യൂക്കേഷൻ പരമായിട്ട് പോകണം, പക്ഷേ ഞാൻ ചൂസ് ചെയ്ത് ബോഡി ബിൽഡിങ് ആണ്. അങ്ങനെ ഒരു ഷോ ചെയ്യാൻ വേണ്ടി ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. ലിറ്ററലി ഇഷ്യൂ ഉണ്ടാക്കി ഞാൻ ഇറങ്ങിപ്പോയി. അത് ശരിയാണെന്നോ ഞാൻ ആരെയും പ്രൊമോട്ട് ചെയ്യുന്നില്ല, പക്ഷേ ഐ വാണ്ടഡ് ടു ഡു ഇറ്റ്. അതാണ് എൻ്റെ തീരുമാനം. ഞാൻ ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് വന്ന് ട്രേഡിങ് തുടങ്ങിയപ്പോഴും എൻ്റെ വീട്ടുകാർക്ക് താല്പര്യമില്ല. ബിടെക്കിന് ജോലിക്ക് പോകണം, എഞ്ചിനീയറിന് ജോലിക്ക് പോകണം. അപ്പം ബിടെക്കുകാരൻ ഒരു മാസം മേടിക്കുന്ന അല്ലെങ്കിൽ ഒരു വർഷം മേടിക്കുന്ന സാലറി എനിക്ക് ഒരു ദിവസം ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ പിന്നെ എനിക്ക് അതിന് പോകേണ്ട കാര്യമില്ല. ഐ വാസ് മോർ ഫോക്കസ്ഡ് ഓൺ മണി. കാരണം ഞാൻ ജീവിച്ചു വന്നപ്പോഴത്തേക്കും ഞാൻ ഫേസ് ചെയ്ത ട്രോമ ഉണ്ടാവും. അപ്പം അതിലെനിക്ക് വേണ്ട സാധനം എന്ന് പറഞ്ഞാൽ പൈസയാണ്. അപ്പം ഞാൻ പോകേണ്ടത് പൈസയുടെ പുറകെ, ഡിഗ്രിയുടെ പുറകെയായിട്ട്. അപ്പം അങ്ങനെ ഞാൻ ഇതിൻ്റെ പുറകെ പോയോണ്ട് എനിക്ക് ഇന്ന് എൻ്റെ അമ്മയ്ക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്.
അത് എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ഡിസിഷൻ എടുത്തോണ്ടാണ്, ഒരിക്കലും അവരുടെ ഇഷ്ടത്തിന് ഡിസിഷൻ എടുത്തോണ്ടല്ല. ഇപ്പം വീട്ടിലപ്പം ഇത് കഴിഞ്ഞിട്ട് ഓക്കെ പൈസ ഉണ്ടാക്കി തുടങ്ങിയപ്പം വീട്ടുകാരെ ഇതെന്തായിരുന്നു? അവർ പിന്നെയും മറ്റേ നിനക്ക് ഡിഗ്രി ഇല്ലല്ലോ, നിനക്ക് ഡിഗ്രി ഇല്ലല്ലോ, ആ ഡിഗ്രി ഇല്ലല്ലോ. ഇപ്പം വൈ ഡിഗ്രിയുടെ പറ്റിയിട്ട് എൻ്റെ അമ്മ ആദ്യമായിട്ട് അറിഞ്ഞത് നമ്മുടെ സ്പാർക്ക് സ്റ്റോറീസിൽ എൻ്റെ ഒരു ഇൻ്റർവ്യൂ വന്നായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ വൈ ഡിഗ്രിയെ പറ്റി പറയുന്നുണ്ട്. ഈ വീഡിയോ കണ്ടിട്ടാണ് എൻ്റെ അമ്മ എന്നെ വിളിച്ചിട്ട് പറയുന്നത് വൈ ഡിഗ്രി എന്തുവാന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ഇതാണ് അവസ്ഥ, ഇതാണ് റിയാലിറ്റി. ഐ എം ടോക്കിംഗ് ടു ദ പീപ്പിൾ ഔട്ട് ദെയർ. നിങ്ങൾ വീട്ടുകാർ സപ്പോർട്ട് ചെയ്യത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വിഷമം പറഞ്ഞ് മെസ്സേജ് ആയിരിക്കും, വീട്ടുകാർ സപ്പോർട്ടല്ല ബ്രോ, ഇതാണ് എൻ്റെ വീട്ടുകാർ എന്നെ ചെയ്ത സപ്പോർട്ട്. പക്ഷേ എൻ്റെ അമ്മ ഇതുപോലെ കുറേ കാര്യങ്ങളിൽ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, കുറ്റം പറയുമെങ്കിൽ പോലും. അച്ഛനെതിരായിരുന്നു കുറേ കാര്യം, പക്ഷേ അമ്മ എന്നെ കുറേ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ സംഭവം കഴിഞ്ഞിട്ടും ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു സ്പാർക്ക് സ്റ്റോറീസിൻ്റെ ഇൻ്റർവ്യൂ എൻ്റെ അമ്മ ഷെയർ ചെയ്തിട്ടില്ല. എൻ്റെ ഫസ്റ്റ് വന്ന മൈഫിൻ പോയിന്റ് വന്നൊരു ഇൻ്റർവ്യൂ ഉണ്ട്, അതൊക്കെ അമ്മ ഷെയർ ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ചേച്ചിമാർക്കൊക്കെ അയച്ചു കൊടുക്കുകയൊക്കെ ചെയ്യും. ഈ വീഡിയോ വന്നിട്ട് അമ്മ ഷെയർ ചെയ്തില്ല. അത് കഴിഞ്ഞിട്ട് എൻ്റെ ചേച്ചി വിളിച്ചു, ഞാൻ ചേച്ചി വീഡിയോ കണ്ടായിരുന്നു, അമ്മ കാണിച്ചില്ലെന്ന് പറഞ്ഞു. ഞാൻ വിളിച്ചു, എന്ത് പറ്റി ആരെയും കാണിക്കാൻ? അതിൽ നീ സപ്ലിയുടെയൊക്കെ കാര്യം പച്ചയ്ക്ക് പറയുന്നില്ലേ, നാണക്കേടല്ലേ അതൊക്കെയെന്ന്. മനസ്സിലായി. ഞാൻ ആക്ച്വലി കേരളത്തിലെ ഏറ്റവും നമ്പർ 1 ബിസിനസ് ചാനലായിട്ടുള്ള സ്പാർക്ക് സ്റ്റോറീസിൽ എൻ്റെ ഇൻ്റർവ്യൂ വന്നിട്ടാണ് എൻ്റെ കഥ പറയുന്നത്. അത് എന്നിട്ട് അവിടെ സപ്ലിയുടെ കാര്യം പറഞ്ഞത് എൻ്റെ അമ്മയ്ക്ക് നാണക്കേടാ. മനസ്സിലായോ? ഏതോ ഒരു സിനിമാ നടനോട് പറയുന്നുണ്ട്, ആസിഫ് അലി സംതിങ് ഗവൺമെന്റ് ജോലിക്ക് പോയി എന്താ ഷാറൂഖ് ഖാൻ ആണെങ്കിൽ അതാണോ? അതല്ല ഒരു നടനോട് പറയുന്നുണ്ട്, ഇപ്പോഴും ആള് സിനിമ ഫീൽഡ് നല്ല രീതിക്ക് നിൽക്കുന്നതാ. അപ്പൊ അവർ അമ്മ പറയും, ഇടയ്ക്ക് നിങ്ങൾക്ക് PSC ഒക്കെ എഴുതൊരു ഗവൺമെന്റ് ജോലി എക്സാക്ട്ലി ദാറ്റ്സ് ദ തിങ്. ഇതേ സംഭവം തന്നെയാണ് ഇവിടെ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം അമ്മ ചേച്ചി വോയിസ് എൻ്റെ മറ്റേ ഡേറ്റിംഗ് എക്സ്പെരിമെൻറ്റ് കണ്ടിട്ട്, നിനക്ക് നാണമില്ലേ ഇങ്ങനെയൊക്കെ പോയി പറയാൻ, ഇതിൻ്റെ കാര്യവും എന്തുവാ നീ മറ്റേ കട്ടോണ്ട് പോയതും ട്യൂഷൻ ഫീസ് എക്സ്ട്രാ പറഞ്ഞൊക്കെ ഇങ്ങനെ പറഞ്ഞ് എന്നെ നാണം കെടുത്തില്ലേന്ന്. അവര് ടോക്ക് ചെയ്യുന്ന മറ്റേ കുടുംബശ്രീ ചാറ്റിലൊക്കെ ടോക്ക് ചെയ്യുമ്പോൾ ഇതായിരിക്കും ഓൻ ഇതൊക്കെ പറയുന്നുണ്ട്. എന്നോട് അമ്മ ചോദിച്ചു ഇതുപോലെ ഇടയ്ക്ക് കല്യാണക്കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് നിന്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഞാൻ എന്തോ നോക്കും. അമ്മ CEO ഡിഗ്രി, അവർക്ക് ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഗൂഗിൾ മീ എന്ന് പറയാൻ. അതുപോരാ, എനിക്ക് സർട്ടിഫിക്കറ്റ് വെക്കണമെന്ന്. എല്ലാ അമ്മമാരും അതൊക്കെ തന്നെ ആയിരിക്കും. ഇപ്പൊ ഈ പോഡ്കാസ്റ്റ് ഇറങ്ങത്തില്ലേ, ഇത് കഴിയുമ്പോഴേ എൻ്റെ അമ്മ എന്നെ വിളിക്കും, എന്നെയും വിളിക്കും, എല്ലാവരുടെയും വിളിക്കും. അത്രേ ഉള്ളൂ. അതുണ്ടാവും. നമുക്ക് വീട്ടുകാരെ വീട്ടിൽ പോകാൻ പറ്റും തോന്നില്ല. നമ്മുടെ പ്രൊഫഷൻ ഇത് ഇറങ്ങിയിട്ട് ഞാനും വീട്ടിൽ പോകുന്നില്ല, കുറച്ച് കഴിഞ്ഞിട്ട് പോയാൽ മതി. നമ്മുടെ ജീവിതത്തിൽ 2 തീരുമാനങ്ങൾ നമ്മൾ വളരെ സൂക്ഷിച്ചെടുക്കേണ്ട കാര്യങ്ങളാണ്. വേറെ എന്തിലും നമുക്ക് എന്തും ചെയ്യാം, എന്തും തീരുമാനിക്കാം, ഒരു കുഴപ്പമില്ല. വി ക്യാൻ ടേക്ക് എനി റിസ്ക് വി വാണ്ട്. ബട്ട് വെൻ ഇറ്റ് കംസ് ടു അവർ പ്രൊഫഷൻ ആൻഡ് അവർ പാർട്ട്ണർ, ഏറ്റവും കോൺഷ്യസ് ആയിട്ട് എടുക്കേണ്ട തീരുമാനങ്ങളാണിത്. ഇത് വേറൊരാളും എടുത്തു തരരുത്, നമ്മൾ തന്നെ എടുത്തിരിക്കണം. ഇല്ലെങ്കിൽ പണി കിട്ടും. പണ്ടാണ് ഈ പറഞ്ഞ പോലെ ക്ഷമിച്ചു അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്നത്. ഇപ്പോഴൊന്നും നടക്കത്തൊന്നുമില്ല. ആരും അഡ്ജസ്റ്റ് ചെയ്യും. പാർട്ട്ണറെ കേസ് വരുന്ന സമയത്ത് വീട്ടിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, കണ്ടൊക്കെ വെച്ചോ പക്ഷേ കെട്ടിച്ചു തരണോ വേണ്ടെന്ന് ആലോചിക്കണം. അച്ഛൻ പറഞ്ഞല്ലേ എൻ്റെ അടുത്ത് നേരെ പറഞ്ഞിരിക്കുന്നത്, കെട്ടുന്നെങ്കിൽ ഇറങ്ങിപ്പോക്കോണം, ഇവിടെ കേട്ടത്തില്ല. അതാ ഇത്രയും നല്ലൊരു പെണ്ണല്ല ചെറുക്കനെ ഏജ് കൊണ്ടുവന്നിട്ട് പറ്റത്തില്ല, ഞങ്ങൾ കാണിച്ചു തരുന്നതിന് അടുത്ത മാസം കിട്ടണം. ചോദിക്കും, ഈ കൊറേ വർഷങ്ങൾ പ്രേമിച്ച ഒരാളാണ്, അല്ലെങ്കിൽ എന്തുവാണെങ്കിലും പറ്റത്തില്ല, ഞങ്ങൾ തീരുമാനിക്കും, അതുവഴി അങ്ങ് പോയാൽ. സോ വി ഷുഡ് ഡു തിങ്സ്. ഇപ്പം നമ്മൾ ഒരു ക്യാമ്പയിൻ ഓൺ ആക്കിയിട്ട് ഇറ്റ് ബേസിക്കലി ഫോർ വുമൺ എംപവർമെൻറ്റ്. ഞാനിപ്പോൾ ഈയിടെ റംസിയായിട്ട് സംസാരിച്ചു, റംസി അത് ലീഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, കാരണം ഇവിടെ വരുന്ന എല്ലാ ആൾക്കാരും പറയുന്നത് അവരുടെ ഇൻസെക്യൂരിറ്റീസ്, അവരുടെ ലോസ്റ്റ് ഓപ്പർച്യൂണിറ്റീസ്, ബട്ട് ദേ വാണ്ട് ദെയർ ലൈഫ് ബാക്ക്. അവരുടെ ഇഷ്ടമുള്ള രീതിയിലൊക്കെ ഒരാൾ ഇത് അച്ചീവ് ചെയ്തു. ഇപ്പോൾ റംസിയുടെ സ്റ്റോറി പറയാനാണെങ്കിൽ, റംസി ഏജ് ലൈക്ക് 45 years ഉള്ളൂ. അപ്പോൾ ആൾ ഇവിടെ വന്ന സമയത്ത് ഭയങ്കര ഡൗൺ ആയിട്ട്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും പേഴ്സണലി സന്തോഷമുള്ള ഒരു കേസാണ് റംസിയുടെ. ആൾ അതുപോലെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്, അതുപോലെ ഹാർഡ് വർക്ക്. ഇപ്പം നമ്മുടെ മിടുക്കൊന്നും പറയാൻ പറ്റത്തില്ല, ആൾ അതുപോലെ ഹാർഡ് വർക്ക്, എന്ത് പറഞ്ഞാലും ആൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പിന്നെ സ്പോട്ടിഫൈ ചാലഞ്ച് ചെയ്തു, ട്രേഡ് ചെയ്തു, അല്ലെങ്കിൽ ഒരു മാസങ്ങൾ കൊണ്ട് ഒന്നും അല്ലാതിരുന്ന ഒരു സ്ത്രീ പെർ മന്ത് 60,000 rupees ഉണ്ടാക്കുന്ന ഒരു ലെവലിലോട്ട് വളർന്നു. ദാറ്റ്സ് വുമൺ എംപവർമെൻറ്റ്. അത് ഭയങ്കര ഒരു ഇൻസ്പയറിങ് സ്റ്റോറി. അപ്പോൾ ഇത് കണ്ടിട്ട് ആൾക്കാർ വരുന്നുണ്ട്. കാരണം അവരും ചെയ്യാൻ ആഗ്രഹിച്ചു പക്ഷെ അവരെപ്പോഴും അത് മറന്നുപോയി, അല്ലെങ്കിൽ ബാക്കിയുള്ളവർ കാരണം അവർക്ക് മറക്കേണ്ടി വന്നു. അപ്പം അങ്ങനെയുള്ള ലേഡീസ് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടി, ഹൗസ് വൈഫ്സിന് വേണ്ടി നമ്മളിപ്പോൾ ഒരു ക്യാമ്പയിൻ പോലെ റൺ ചെയ്യുന്നുണ്ട്. അപ്പം
റംസി ആയിരിക്കും ഹെഡ് ചെയ്യുന്ന ക്യാമ്പയിൻ. കാരണം ഇപ്പം നമ്മൾ മെൻറ്റേഴ്സ് നിന്നാൽ പോലും ഈ പൊസിഷനിൽ നിൽക്കുന്ന ഒരാളോട്, മാരീഡ് അല്ല ഇത്രയും സ്ട്രഗിൾ ചെയ്തിട്ട് ഇത് ചെയ്യുന്ന ഒരാളോട് വരുന്ന ഒരു ലേഡിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന അത്രയും ഒരിക്കലും മെൻറ്റേഴ്സിനോടോ അല്ലെങ്കിൽ മെൻറ്റേഴ്സ് ആണെങ്കിൽ ഒരു ഈവൻ ഇഫ് ഷീസ് ലേഡി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ആ ക്യാമ്പയിൻ നമ്മൾ റംസിയെ കൊണ്ട് ലീഡ് ചെയ്യുക. കാരണം പെണ്ണുങ്ങൾക്ക് എന്തായാലും കുറേ അതെ പേഴ്സണൽ പ്രശ്നങ്ങളുണ്ടാകും. അവർ തമ്മിലേ അത് സംസാരിക്കുള്ളൂ. അവർക്ക് പബ്ലിക്കായിട്ട് പറയാനോ അല്ലെങ്കിൽ ഒരാളോട് ഷെയർ ചെയ്യാനോ താല്പര്യം ഉണ്ടാവില്ല. പക്ഷേ റംസിയയ്ക്ക് ഏറ്റവും നല്ലൊരു എന്താ പറയുക ഒരു എക്സാമ്പിളായിട്ട് ആ ക്യാമ്പയിൻ ലീഡ് ചെയ്യാൻ പറ്റും. കാരണം ഷി ഹാസ് ബിൻ ദെയർ. ഇതൊക്കെ ഫേസ് ചെയ്തിട്ടുണ്ട്, ഈ സ്ട്രഗിൾ ഫേസ് ചെയ്തിട്ടുണ്ട്, ഫാമിലി ഇഷ്യൂസ് ഫേസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ എല്ലാം ഒരു ടേക്കിംഗ് കെയർ ഓഫ് എ ബിഗ് ഫാമിലി. ഇതിൻ്റെ എല്ലാം കൂടി ഇത്ര അച്ചീവ് ചെയ്ത ഒരാൾക്കല്ലേ ഏറ്റവും കൂടുതൽ ആൾക്കാരെ ലീഡ് ചെയ്യാൻ പറ്റുന്നത്. സോ അങ്ങനെ ഒരു ക്യാമ്പയിൻ വരെ നമ്മൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ദാറ്റ് മീൻസ് വുമൺ എംപവർമെൻറ്റ്. വൈ ഡിഗ്രി ഈസ് സപ്പോർട്ടിങ് വുമൺ എംപവർമെൻറ്റ്. നിങ്ങൾ മറ്റേ ചങ്ങലയൊക്കെ നമ്മൾ തല്ലി പൊട്ടിച്ച് തരും. നിങ്ങൾ നടന്നാൽ മതി, പറന്നാൽ മതി, പറക്കണം, ഫ്ലൈ ഹൈ. ഈ ഗേൾസാണ് അല്ല വുമണാണ് എന്താണ് കിച്ചൺ നോക്കേണ്ടത്, വുമണാണ് ഓർഗനൈസ്ഡ് ആക്കേണ്ടത്, വുമണാണ് അതിനുള്ള ഒരു സാധനം ഉള്ളത്. ഇറ്റ്സ് നോട്ട് സപ്പോസ്ഡ് ഹോം മേക്കർ. നേരത്തെ ഞാൻ ചോദിക്കണം എന്ന് കാര്യമായിരുന്നു. അതെന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? എനിക്ക് അതിനെ പറ്റി കൂടുതലായിട്ട് ഇപ്പം ഞാനിത് ജനറലൈസ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കോൺട്രവേഴ്സി ഒക്കെ പറയും. ഞാൻ എൻ്റെ കാര്യം പറയാം. ഓക്കെ, ഞാൻ എൻ്റെ കാര്യം പറയാം. എനിക്ക് എൻ്റെ കാര്യമല്ലേ കറക്റ്റായിട്ട് പറയാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ പല ആൾക്കാർക്കും പല ഒപ്പീനിയൻ ആയിരിക്കും ഉള്ളത്. ഇപ്പം ഐ ആം സമ്മൺ ഹു കുക്ക്. ഞാൻ കുക്ക് ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് ഇതിനെ പറ്റിയിട്ട് എന്താണെന്ന് അറിഞ്ഞാൽ കൊള്ളാം. അതാ ഞാൻ പറയുന്നത്. അപ്പം എനിക്ക് സ്നേഹം കൂടുമ്പോൾ ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കി കൊടുക്കുമായിരിക്കും. എനിക്ക് സമയമുള്ള അപ്പം ഞാൻ ഉണ്ടാക്കി കൊടുക്കും. എനിക്ക് സന്തോഷമുണ്ട്. ഞാൻ എൻ്റെ അമ്മയ്ക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കും, എൻ്റെ ഭാര്യയ്ക്ക് വിട്ട് എൻ്റെ അനിയന് ഫുഡ് ഉണ്ടാക്കും, എൻ്റെ ഫ്രണ്ട്സ് വരുവാണെങ്കിൽ ഫുഡ് ഉണ്ടാക്കി കൊടുക്കും. ഇറ്റ്സ് ലൈക്ക് ഐ ലവ് ടു കുക്ക് ഫോർ മൈ ഡിയർ വൺസ്. ഈ സംഭവം ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇപ്പം പക്ഷേ ഞാൻ വീട്ടിൽ ചെല്ലുമ്പോഴാണെങ്കിൽ പല കേസുകളിലും എൻ്റെ അമ്മ ഫുഡ് ഉണ്ടാക്കി എനിക്ക് പ്ലേറ്റിൽ വിളമ്പി തരണം എന്നുള്ള ഒരു സംഭവമുണ്ട്. ഇത് പലരും ഒഫൻസീവായിട്ട് പറയുന്നൊരു സാധനമാണ്. അപ്പം അത് അമ്മ ചോദിക്കും, നിനക്ക് തന്നെ വിളമ്പി കഴിച്ചു കൊടുക്കുന്നത്. ഞാൻ ഇപ്പം കഴിഞ്ഞ 4 മാസം ഞാൻ വീട്ടിൽ പോയത് 2 ദിവസത്തേക്കാണ് ഞാൻ പോയത്. അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ ചെല്ലുമ്പം എൻ്റെ അമ്മ ഉണ്ടാക്കിയ ഫുഡ് അമ്മ തന്നെ വിളമ്പി തന്ന് കഴിക്കുന്നതാണ് എനിക്ക് സന്തോഷം. ഇറ്റ്സ് ബിക്കോസ് ഐ ലവ് ഇറ്റ്. ഇതുകൊണ്ടാണ് ഞാനത് ചെയ്യുന്നത്. അല്ലാതെ ഇത്രയും ഫുഡ് ഉണ്ടാക്കിയ ഒരാൾക്ക് ഈ ഒരു തവിയെടുത്ത് ഇങ്ങനെ വിളമ്പുന്നത് അത്ര വലിയ പണിയൊന്നുമല്ല. ഇവിടെ പക്ഷേ ആൾക്കാർ പറയുന്നത് ഒഫൻസീവായിട്ടാണ്. തന്നെ എടുത്ത് കഴിച്ചുകൂടെ, വിളമ്പി തിന്നുകൂടെ, പാത്രം കഴിച്ചുകൂടെ. പക്ഷേ എനിക്കിഷ്ടമാണ് എൻ്റെ അമ്മ അത് ചെയ്യുന്നത്. അതാണ് സംഭവം. പക്ഷെ അതൊരു ഫാക്ടർ. അതെന്താണെന്ന് വെച്ചാൽ അതൊരു സ്നേഹത്തോട് കൂടിയിട്ട് നമ്മൾ തരാൻ ആഗ്രഹിക്കുന്ന സാധനം. പക്ഷേ ഒട്ടും വയ്യ, അത് തല കറങ്ങി വയ്യാണ്ടിരിക്കുന്ന ഒരാൾക്ക് ഒരു അമ്മ അല്ലെങ്കിൽ ഒരു ഭാര്യ തന്നെ എനിക്ക് കൈ കൊണ്ട് തരണം എന്ന് പറയുന്നത് അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യം. അത് കേൾക്കാൻ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം. ഇപ്പം എൻ്റെ ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ട്. ഇപ്പം വി ആർ ഡേറ്റിങ്. എൻ്റെ ഗേൾ ഫ്രണ്ട് വീട്ടിൽ വരുന്നത് ഷീ ഈസ് എ ഗുഡ് കുക്ക്. ഇപ്പം ഞാൻ കഴിക്കുന്ന കൂടുതലും പുറത്തു നിന്നായിരിക്കും, അല്ലെങ്കിൽ ഞാൻ വല്ലപ്പോഴും ഉണ്ടാക്കി കഴിക്കുമായിരിക്കും. അപ്പോൾ എൻ്റെ ആഗ്രഹം എന്താ, ഓക്കെ എൻ്റെ ഗേൾ ഫ്രണ്ട് കഴിക്കുന്നത് നല്ല ഫുഡാണ്, നല്ല ഫുഡ് ഉണ്ടാക്കി കഴിക്കണമെന്ന് എല്ലാവരുടെയും ആഗ്രഹം. ഇറ്റ്സ് ഔട്ട് ഓഫ് ലവ്. അതൊരിക്കലും ഈ പറഞ്ഞ പോലെ നീ തന്നെ ഇവിടുത്തെ പണിയെടുക്കണം എന്നുള്ളതല്ല. രാവിലെ ഇപ്പോൾ ഒരു ചായ ഇട്ട് തരുന്നത് ഇറ്റ്സ് എ ജസ്റ്റ് ഓഫ് ലവ്. ആ ഒരു സംഭവം. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്കിപ്പോൾ ഒരു സമയം ഉണ്ടാവില്ല. ഇപ്പം ബിസിനസ് പരിപാടികളായിട്ട് ഫുൾ ഓട്ടമായിരിക്കും, ഈ പരിപാടി ആയിരിക്കും. എന്നിട്ട് തിരിച്ച് വരുമ്പോഴത്തേക്കും ഒരു സെർവൻ്റ് ഉണ്ടെങ്കിൽ സെർവൻ്റ് ഫുഡ് കുക്ക് ചെയ്ത് പരിപാടികളും കഴിഞ്ഞിട്ട് പോയാൽ മതി. പക്ഷേ ഒരാൾ ഇത്രയും കാര്യം ചെയ്തിട്ട് വരുമ്പോഴത്തേക്കും ക്ഷീണിച്ച് അല്ലെങ്കിൽ എത്രയും സ്ട്രെസ്സും കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്കും സ്വന്തം വൈഫ് ഫുഡ് എന്തെങ്കിലും ഒരു സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിക്കൊണ്ട് തരുമ്പോഴത്തേക്കും അന്നത്തെ ആ സ്ട്രെസ് എല്ലാം അവിടെ പോകത്തില്ലേ? ദാറ്റ്സ് ദ കൺസെപ്റ്റ്. ഇപ്പം സെർവൻറ്റിനെ വെക്കാൻ കാശില്ലാത്തവരോ അല്ലെങ്കിൽ അതിനുള്ള ഇതില്ലാത്തവരും ഭാര്യയെ നിർബന്ധിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയുള്ളവരെ പറ്റി എനിക്കിവിടെ സംസാരിക്കാൻ ആഗ്രഹമില്ല. ഇപ്പം അറ്റ് സം പോയിന്റ് എൻ്റെ അമ്മ ആക്ച്വലി ഇതുപോലെ ഞാൻ പറഞ്ഞ അമ്മ കുക്ക് ചെയ്യണ്ട, നമുക്ക് ആരെങ്കിലും ജോലിക്ക് പോകാം. അമ്മ സമ്മതിക്കത്തില്ല, ഞാൻ ചെയ്തോളാം, അവർ ചെയ്താൽ ശരിയാവത്തില്ല, ഇങ്ങനൊരു രീതി ചെയ്യും. അത് എനിക്ക് ആഗ്രഹമില്ല, എൻ്റെ അമ്മ അടുക്കള കിടക്കണം നല്ല ആഗ്രഹം. പക്ഷേ ഇപ്പോൾ വേറൊരാളെ വെച്ചിട്ട് ആളാണ് ചെയ്യുന്നത്. പക്ഷേ ഞാൻ വരുമ്പോൾ ഞാൻ അമ്മയോട് പറയും, അമ്മ എന്തെങ്കിലും എനിക്ക് ഉണ്ടാക്കി തരണം, ഇല്ലെങ്കിൽ അവരുണ്ടാക്കി വെച്ചതാണെങ്കിലും എനിക്ക് വിളമ്പി തരണം. ദാറ്റ്സ് ഔട്ട് ഓഫ് ലവ്. ഇതൊരിക്കലും നമ്മൾ ഈ പറഞ്ഞ പോലെ ഒക്കെ നീ ഇത് ചെയ്തേ പറ്റൂ എന്നുള്ളതല്ല. ഓക്കെ നീ ചെയ്താൽ എനിക്ക് സന്തോഷം. ഇതാണ് കൺസെപ്റ്റ്. എനിക്ക് കാര്യം മനസ്സിലായി. പക്ഷെ ഞാൻ പറഞ്ഞൊരു കേസ് എന്താ, അല്ലാത്ത കുറെ മണ്ടന്മാരുണ്ട് ഈ പറഞ്ഞ പോലെ ഒരു ഗവൺമെന്റ് നിർത്താനോ ഗതിയില്ല, അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ഒരു നേരം വയ്യാതെ അടക്കുവാണെങ്കിൽ ഓൺലൈൻ ഓർഡർ ചെയ്യാൻ വേണ്ടി അക്കൗണ്ട് ബാലൻസ് നോക്കുന്നവരെ ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് ദം. ഞാൻ പറഞ്ഞത് ഈ ഒരു കേസാണ്. അതായത് ഭാര്യക്ക് വയ്യ, എണീറ്റ് നടക്കാൻ വയ്യ, ബട്ട് ഭാര്യ തന്നെ വിളമ്പി തരണം, ഭാര്യ തന്നെ കഷ്ടപ്പെട്ട് വന്ന് ചെയ്തു തരണം. അങ്ങനെയുള്ള സമയത്ത് ഞാൻ കുക്ക് ചെയ്ത് എൻ്റെ ഭാര്യയ്ക്ക് കൊണ്ട് കൊടുക്കും വേണമെങ്കിൽ. ഓക്കെ, അങ്ങനെയുള്ള കുറച്ച് കേസ് പറയാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്ലീസ്. അപ്പോൾ ഈ വുമൺ എംപവർമെന്റിൽ ട്രേഡിങ് കോൺസെപ്റ്റ് കൊണ്ടുവരുന്നതിലുള്ള സുബിൻ്റെ അഭിപ്രായം എന്താണ്? 100%.
കാരണം ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞൊരു സെനാറി പറഞ്ഞിട്ട് ആഷിനെ ഇപ്പോൾ ഇഷ്ടമല്ലാത്ത ജോലിക്ക് പോയി വർക്ക് ചെയ്തു ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നു. അതല്ലെങ്കിൽ ഇപ്പോൾ വേറെ ഒരു മാരീഡ് ആയിട്ടുള്ള ഒരാൾക്കാണെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, വീട്ടിലെ ഫാമിലി നോക്കണം, കുഞ്ഞുങ്ങളെ നോക്കണം, ഈ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ടാകും. അല്ലെങ്കിൽ വയ്യാത്ത പേരൻസ് ഉണ്ടെങ്കിൽ അവരെ നോക്കണം. അപ്പം അവർക്ക് ഏറ്റവും നല്ലൊരു കാര്യമല്ല ട്രേഡിങ്. അവരവരുടെ വീട്ടിൽ തന്നെ ഇരുന്ന് അവർക്ക് ഇഷ്ടമുള്ള സമയത്ത് പോയി ഈ കാര്യം പഠിക്കുക, ചെയ്യുക, അവർക്കൊരു ഇൻകം ഉണ്ടാക്കാം. അവർക്ക് ഇഷ്ടമല്ലാത്തൊരു ജോലിക്ക് പോകണ്ട. അവർക്ക് അവരുടെ കാര്യങ്ങൾ ഏറ്റവും ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻറ്റ് ഒരു വുമൺ ആവാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്കില്ല് മാത്രം പഠിച്ചാൽ മതി. ട്രേഡിങ് മാത്രം അറിയാമെങ്കിൽ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഹസ്ബൻഡിനെ സപ്പോർട്ട് ചെയ്യണോ, ഒരു തരത്തിലും ഒരു ബുദ്ധിമുട്ടില്ല. വീട്ടിൽ തന്നെ ഇരിക്കാം, ഇത്രയും കാര്യങ്ങൾ നോക്കാം. ഈ പറഞ്ഞ പോലെ ഹോം മേക്കറായിട്ട് നിന്നുകൊണ്ട് തന്നെ ട്രേഡ് ചെയ്യുന്ന ഒരാൾക്ക് ഈസി ആയിട്ട് മണി ഏൺ ചെയ്യാൻ പറ്റും. ഈവൻ ഇപ്പം ഒരു വളരെ ചെറിയ എമൗണ്ട് ആയിക്കോട്ടെ, വലിയ എമൗണ്ട് ആയിക്കോട്ടെ, പക്ഷേ അതൊരു അഡീഷണൽ ഇൻകം ആണ്. അത് അവർക്കും യൂസ് ചെയ്യാനും പറ്റും, ഈ പറഞ്ഞ പോലെ കാര്യങ്ങളെല്ലാം ചെയ്യാനും പറ്റും. കാരണം എല്ലാ ആൾക്കാർക്കും, ഹൗസ് വൈഫായിട്ടുള്ളവർക്കും ആഗ്രഹം ഉണ്ടാവും ഈ പറഞ്ഞ പോലെ ഹസ്ബൻഡ് തന്നെ ചെയ്യുമ്പോഴത്തേക്കും പലപ്പോഴും ഈ പറഞ്ഞ പോലെ അതെ. കാരണം കുട്ടിയുടെ ഹസ്ബൻഡിന് ഒരു ഫൈനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കുന്നതിനേക്കാളുപരി ഇപ്പം കുട്ടികൾക്ക് എന്തെങ്കിലും വാങ്ങിച്ചു. കാരണം പലപ്പോഴും ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ബർത്ത്ഡേയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാമിന് പോകുമ്പോൾ ഇവർ ഹസ്ബൻഡ്സിനോട് പറഞ്ഞുകൊണ്ടിരിക്കും, മോന് ഡ്രസ്സില്ല, മോൻ അല്ലെങ്കിൽ പുതിയൊരു സാധനം മേടിക്കണം, അല്ലെങ്കിൽ മോന് സൈക്കിൾ മേടിക്കണം, മോൻ കരയുന്നു. ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കും. മിക്ക ആണുങ്ങളും ഇത് മറന്നു പോകും, അല്ലെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഒരു ഫൈനാൻഷ്യൽ അപ്പം റെഡി ആയിരിക്കത്തില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു സമയത്ത് ഓക്കെ, എൻ്റെ മോന് ചെറിയൊരു സാധനം ഞാൻ വാങ്ങിച്ചു കൊടുത്തു മതി. അവർക്ക് ഏറ്റവും വലിയൊരു ഹാപ്പിനെസ് ആയിരിക്കും. കാരണം അവർക്ക് കുറേ നാൾ സ്റ്റക്കായിട്ട് നിന്നെടുത്തു നിന്ന് വീട്ടിൽ തന്നെ ഇരുന്ന് ഈ കാര്യങ്ങളും മക്കളുടെ കാര്യങ്ങളും എല്ലാം നോക്കി അതിൻ്റെ കൂടെ തന്നെ ഓക്കെ മോനൊരു കാര്യം വന്നു, മോനത് ചെയ്തു കൊടുക്കാൻ പറ്റി, ഹസ്ബൻഡ് വിൽ ബി പ്രൗഡ് ഓഫ് ഹർ. ഓക്കെ, എനിക്ക് നിങ്ങളുടെ സിറ്റുവേഷൻ മനസ്സിലാവും, സോ ഐ ഡിഡ് ഇറ്റ് ഫോർ. ഈ ഒരു സിറ്റുവേഷൻ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റും. കാരണം എൻ്റെ അമ്മ എന്ന് പറയുന്നത്, അമ്മ ചെറുപ്പം മുതൽ, അതായത് ഞാൻ ചെറുതാവുന്ന സമയത്ത് അമ്മ ജോലിക്ക് പോകുന്ന ഒരാളല്ലായിരുന്നു. ബട്ട് ഒരു പോയിന്റിൽ അമ്മക്ക് ജോലിക്ക് പോകണം എന്ന് തോന്നി. ആ തോന്നിയ സമയത്ത് എന്താ ചിരിക്കുന്നത് അമ്മ അതൊക്കെ കണ്ട് വടിയെടുക്കുമ്പോഴത്തേക്കും ഇതൊക്കെ പറഞ്ഞങ്ങ് നിൽക്കാമല്ലോ. അപ്പോൾ ഇവിടെ നിന്ന് തുടങ്ങണം. അപ്പോൾ അമ്മ, ഞങ്ങൾ ചെറുതാവുന്ന സമയത്ത് ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഓരോന്ന് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഒരു പോയിന്റ് എത്തി കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് തോന്നി അമ്മയ്ക്ക് എന്തെങ്കിലും ചെയ്യണം. കാരണം അമ്മ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്, ഈ ചെറുതാവുന്ന സമയത്ത് ഡാൻസൊക്കെ പഠിപ്പിക്കണം എന്നൊക്കെ അമ്മയ്ക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അമ്മയുടെ കയ്യിൽ കാശില്ലായിരുന്നു. കാരണം അച്ഛനായിരുന്നു നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. പിന്നെ ഒരു പോയിന്റ് എത്തിയപ്പോൾ അമ്മ പറഞ്ഞു, അമ്മയ്ക്ക് പണിക്ക് പോകണം, നമുക്ക് ജോലി ചെയ്യണം, എന്നിട്ട് നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞൊരു സന്തോഷം ഞാൻ അമ്മേൻ്റെ അടുത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. ലൈക്ക് അമ്മ നമുക്കുണ്ട് കയ്യിൽ കാശൊക്കെ തരുന്ന സമയത്ത് അമ്മയ്ക്ക് ആ ഒരു ഹാപ്പിനെസ്, ആ സാധനം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, എനിക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റി. ദാറ്റ്സ് എ ഫീലിംഗ്. അപ്പം ഞാൻ പറഞ്ഞിട്ട് എല്ലാവർക്കും ഹൗസ് വൈഫ് ആണെങ്കിലും എന്താണെങ്കിലും അവർ ട്രേഡിങ്ങിലോട്ട് ഇറങ്ങണമെന്ന് ഞാൻ പറയുള്ളൂ. കാരണം അവർക്ക് അവരുടെ ഫാമിലി ടേക്ക് കെയർ ചെയ്യാം. അവർക്ക് അവർ ഹൗസ് വൈഫായി പോയത് അവരുടെ ഫാമിലി ഇഷ്യൂസ്, പേഴ്സണൽ പ്രശ്നങ്ങളെല്ലാം ആയിരിക്കും. പക്ഷേ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും വരാതെ, അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങളെല്ലാം ഇത് വീട് നോക്കിക്കൊണ്ട് തന്നെ ഒരു അഡീഷണൽ ഇൻകം കൂടെ. യെസ്, എക്സാക്ട്ലി. അപ്പം അത് ഏറ്റവും വുമൺ ഷുഡ് സ്റ്റാർട്ട് ട്രേഡിങ്. കാരണം എനിക്ക് തോന്നുന്നത് സ്ത്രീകൾക്കും ആ ഒരു പ്രശ്നമുണ്ട്, ടെൻഷനുണ്ട്, ഇവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ പറ്റത്തില്ല. അല്ലെങ്കിൽ അവര് ഈ വീട് ഹാൻഡിൽ ചെയ്യുന്നെങ്കിൽ പിന്നെ ഇത് ഹാൻഡിൽ ചെയ്യാൻ ഏറ്റവും എളുപ്പമാണ്. കാരണം ഏറ്റവും വലിയൊരു ഇമോഷണൽ കണക്ഷൻസ് എല്ലാം ഹാൻഡിൽ ചെയ്ത് വീട്ടിലുള്ള അവരുടെ ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ രാവിലെ എന്തോ ഉണ്ടാക്കണം, ആ ഒരു ടെൻഷനാണ് അവർക്ക്. അല്ലെങ്കിൽ നാളെ എങ്ങനെ വീട് ഓടിക്കണം എന്നുള്ള ടെൻഷൻ. പക്ഷെ അവർ ഫിനാൻഷ്യലി ഒന്ന് സ്റ്റേബിൾ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ. പക്ഷെ ഈ പറഞ്ഞ കേസിൽ ചില ഹസ്ബൻഡ്സും ഉണ്ട് കേട്ടോ, നീ ഇതൊന്നും ചെയ്യണ്ട, ഇവിടുത്തെ ചിലവിന് നീ ഒന്നും കൊണ്ടുവരണ്ട എന്ന് പറയുന്നവരുണ്ട്. പെണ്ണുങ്ങളെ ട്രേഡ് പോലും ചെയ്യാൻ സമ്മതിക്കാത്ത എന്താ പറയുന്നത്, മറ്റേ വടിക്കോളതാം ബൂർഷകളെ ഞാൻ എതിർക്കുന്നു. കാരണം പ്ലീസ് ലെറ്റ് യുവർ വുമൺ ട്രേഡ്. ഇപ്പോൾ അവർക്കൊരു സന്തോഷമുള്ള കാര്യമാണെങ്കിൽ അവർ ചെയ്യട്ടെ. കാരണം അവർക്ക് വീട്ടിൽ തന്നെ ഇരുന്നുകൊണ്ട് ഈ പറഞ്ഞ പോലെ കാര്യം ചെയ്യുന്നു, അവർക്കൊരു പോക്കറ്റ് മണി ഉണ്ടാക്കാൻ പറ്റുന്നു, അവർക്കതൊരു സന്തോഷമായിരിക്കും. ലെറ്റ് ദം ഡു ഇറ്റ്. അതിലുകൊണ്ട് ആർക്കും ഒരു പ്രശ്നമില്ലല്ലോ. ഇപ്പോഴത്തെ വേറെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഇതും എനിക്ക് തോന്നുന്നു പല ആൾക്കാർക്കും റെസ്ട്രിക്ഷൻ ഉള്ളൊരു സംഭവമാണ്, പക്ഷേ കുറേ ആൾക്കാർക്ക് റെസ്ട്രിക്ഷൻ ഇല്ലാത്തൊരു സംഭവമുണ്ട്. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഡാൻസർ ആവണമെന്നുണ്ടെങ്കിൽ പണ്ടത്തെ പോലെയല്ല, ഭയങ്കര ഈസിയാണ്. ഇപ്പം ഇവിടെ അതെ, ഇവിടെ ഫോൺ ഓണാക്കി വെച്ച് ഡാൻസ് കളിച്ചാൽ മതി. ഇവിടെ ഇപ്പോൾ ഉള്ള സ്റ്റുഡൻസിൽ നമുക്ക് പാട്ട് പാടാൻ ആഗ്രഹമുള്ളവരുണ്ട്, ഡാൻസ് ചെയ്യാൻ ആഗ്രഹമുള്ളവരുണ്ട്. പണ്ടുള്ളവരെന്താ പാട്ടുകാരൻ അവിടെ പോകണം, ഇവിടെ ചാൻസ് ചോദിക്കണം, മറ്റേ ഇവിടെ പോയി പാടണം. അല്ലെങ്കിൽ അറിയുന്നെങ്കിൽ ഒരു വീടിനടുത്തുള്ള ഒരു 5-6 പേർക്കറിയാം, 5-6 പേർക്കറിയാം. ആർക്കറിയാം, ഓപ്പർച്യൂണിറ്റീസ് ഇല്ല, അതാണ് പ്രശ്നം. ദേ ഓൾവേസ് ചേസ് ഓപ്പർച്യൂണിറ്റീസ് പണ്ട്. പക്ഷേ ഇപ്പോഴെന്ന് പറഞ്ഞാൽ എന്താ, ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇവിടെ ഏറ്റവും കൂടുതൽ ഒരു ഷോയ്ക്ക് വിളിക്കുന്നവരെ, ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ളവരെ, അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആൾക്കാർ, ഒന്ന് റീച്ച് ആയവരെ. പല വീഡിയോസിൽ ഇൻ്റർവ്യൂസിന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് ക്രിഞ്ച് വീഡിയോസിനൊക്കെ റീച്ച് കിട്ടിയവരൊക്കെയാണ്. ഇപ്പം ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ കുറേ ആൾക്കാരുണ്ടല്ലോ. ഇപ്പം ഓക്കെ, പെണ്ണുങ്ങളുമുണ്ട്, ആണുങ്ങളുണ്ട്. വാട്ട് ആർ ദ ഇൻഫ്ലുവൻസിങ്? ലെറ്റ്സ് ടേക്ക് ലേഡീസ്. എന്താണ് അവർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? മോസ്റ്റ് ഓഫ് ദി ഇൻഫ്ലുവൻസേഴ്സ് ഔട്ട് ഹിയർ എന്താണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? അവർ വന്ന് 2 സ്റ്റെപ്പ് ഇടും, അല്ലെങ്കിൽ അവർ വന്ന് ദേ ഫ്ലെക്സ് സംതിങ്. ഇതാണ് അവർ ചെയ്യുന്നത്. ഇതിലെന്താ അവർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? ദെയർ ഈസ് നത്തിങ്.
ഇൻഫ്ലുവൻസേഴ്സ് എന്ന് വിളിക്കുന്ന ആൾക്കാരുണ്ട്, പേര് വെച്ചുകൊണ്ട് കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട്, ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. ഇപ്പം പെണ്ണുങ്ങൾക്കാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു ഏരിയയാണ് സോഷ്യൽ മീഡിയ കോണ്ടന്റ് ക്രിയേഷൻ ഉള്ളത്. ഇപ്പോൾ ഇവിടെ കേരളത്തിൽ ആദ്യമായിട്ട് കോണ്ടന്റ് ക്രിയേഷൻ്റെ കോഴ്സ് ചെയ്യുന്നത് വൈഡിഗ്രിയാണ്. അങ്ങനെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സുകളുണ്ട്, അല്ലാത്ത കോഴ്സുകളുണ്ട്. പക്ഷേ ഏറ്റവും ഫസ്റ്റ് ടൈം കോണ്ടന്റ് ക്രിയേഷൻ കോഴ്സ് ചെയ്യുന്ന വൈഡിഗ്രിയാണ്. അത് എല്ലാവർക്കും, ഫോർ സ്റ്റുഡൻസ്, ഫോർ വുമൺ. ഇത് ഞാൻ എപ്പോഴും നമ്മളിരിക്കുമ്പോൾ ഞാൻ പറയുന്നൊരു കാര്യമാണ്. കാരണം സ്റ്റുഡൻസിന് ഈ ഹൗസ് വൈഫ് ആയിക്കോട്ടെ അല്ല ആയിക്കോട്ടെ, ഈ ഒരു ഫിസിക്കൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ല, ഒരു ഫൈനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ല. ഈ പറഞ്ഞ ട്രേഡിങ്ങിൽ ഒരു ഫൈനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് വേണം, ക്യാപിറ്റൽ വേണം, എങ്കിലേ നമുക്കൊരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ഇതിലെന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു നല്ല ഫോണുണ്ട്, ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എടുക്കുക എന്ന് പറയുന്ന കാര്യമുള്ളൂ, അല്ലെങ്കിൽ ഒരു യൂട്യൂബ് എടുക്കുക. അവർക്ക് കോസ്റ്റ് ഇല്ല ടു സ്റ്റാർട്ട് വിത്ത്. അവർ ഗ്രോ ചെയ്ത് അല്ലെങ്കിൽ ഒരു ഇൻകം വന്ന് തുടങ്ങുമ്പോൾ മാത്രം അവർക്ക് അതിലോട്ട് ഇൻവെസ്റ്റ് ചെയ്താൽ മതിയാവും. അപ്പം അങ്ങനെ ഇപ്പോൾ ഒരു ഡാൻസർ ആവണമെന്നോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു സിംഗർ ആവണമെന്നോ അല്ലെങ്കിൽ എന്തും ഓക്കെ, ഇഫ് യു വാണ്ട് ടു ബി എ പെയിൻറ്റർ, ഇഫ് യു വാണ്ട് ടു ബി എ ഡിസൈനർ, ഏറ്റവും നല്ല ഏരിയ എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്. ഇപ്പോൾ എൻ്റെ പേഴ്സണൽ മെൻറ്റർഷിപ്പ് ഈയിടെ വന്നൊരു ക്ലയൻറ്റ് ഉണ്ടായിരുന്നു, ആൾ ഡിസൈനറാണ്. അപ്പോൾ ഡിസൈനറായിട്ട് ആൾക്ക് അറിയേണ്ട കുറച്ച് ബിസിനസ് കാര്യങ്ങൾ. അപ്പം ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇപ്പോൾ ഒരു ലോസിൽ നിൽക്കുന്നു. അപ്പോൾ ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് അത്രയും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവർക്ക് കൊടുത്ത പ്ലാൻ എന്ന് പറഞ്ഞാൽ 0 കോസ്റ്റിലുള്ള പ്ലാനാണ്. അവരെന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നോ അതേ കാര്യത്തിൽ തന്നെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പോലും ഇല്ലാതെ ആ ബിസിനസ് എങ്ങനെ സ്കെയിൽ ചെയ്യാം എന്നുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞു കൊടുത്തത്. അത് കംപ്ലീറ്റ്ലി ത്രൂ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്. കാരണം അവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമില്ല, കുറച്ച് കാര്യങ്ങൾ ചെയ്താൽ മതി. ഇപ്പം ഒരു വീഡിയോയുടെ മുന്നിൽ എങ്ങനെ ഒരു വീഡിയോ പ്രസൻറ്റ് ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെ സംസാരിക്കണം, എങ്ങനെ അത് ഇൻട്രാക്റ്റീവ് ആക്കണം, എങ്ങനെ ഒരു ഹുക്ക് സ്റ്റാർട്ട് ചെയ്യണം, ആ കോണ്ടൻറ്റിനെ എങ്ങനെ ഇത് ചെയ്യണം, എങ്ങനെ അത് കസ്റ്റമേഴ്സിലോട്ട് എത്തിക്കണം, അല്ലെങ്കിൽ കാണുന്ന കസ്റ്റമേഴ്സിനെ എങ്ങനെ CTA വഴി പ്രൊഫൈലിലോട്ട് എത്തിക്കണം, അല്ലെങ്കിൽ സെയിൽസിലോട്ട് എത്തിക്കണം. ഇതാണ് അവർ പഠിച്ച സാധനം. ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ല. ഇതാണ് ഏറ്റവും വലിയൊരു. ഇഫ് വുമൺ ആർ സ്റ്റാർട്ടിങ് കോണ്ടന്റ് ക്രിയേഷൻ, അവർക്ക് ആരുടെയും മുന്നിൽ കഴിഞ്ഞിട്ടേണ്ട കാര്യമില്ല. ഒക്കെ ട്രേഡിങ്ങിന് വരുന്ന ഒരാൾക്ക് ചിലപ്പോൾ ഹസ്ബൻഡിനോടോ വീട്ടിലോ പോയി ഒരു ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചോദിക്കേണ്ടി വരും. പക്ഷേ കോണ്ടന്റ് ക്രിയേഷനിലാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട. അപ്പം ഐ തിങ്ക് വുമൺ, ദർ ഷുഡ് ബി മോർ ഫീമെയിൽ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ്, കോണ്ടന്റ് പ്രസൻറ്റേഴ്സ്, ഇൻഫ്ലുവൻസേഴ്സ്. ഇഫ് ദേ ഹാവ് സംതിങ് ടു ഇൻഫ്ലുവൻസ്, ഇഫ് ദേ ഡോണ്ട്, ഐ ഡോണ്ട് കോൾ ദം ഇൻഫ്ലുവൻസേഴ്സ്, ഐ കോൾ ദം കോണ്ടന്റ് ക്രിയേറ്റേഴ്സ്. ഓക്കെ, എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു ആർട്ട് പേജൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള പേടി കൊണ്ടും മടി കൊണ്ടും മാത്രം ഞാനത് കണ്ടിന്യൂ ചെയ്യാത്തത്. എനിക്കൊരു പേജ് ഉണ്ടായിരുന്നു, ആർട്ട് പേജൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ സീരിയസ്ലി എനിക്കുണ്ട് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ പേടിയാണ്. ലൈക്ക് എനിക്ക് സത്യം പറഞ്ഞ ആഗ്രഹം ഉള്ളതെന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് ക്രിയേറ്റീവായുള്ള സാധനം കൊടുക്കണം, ഓഡിയൻസിന് കൊടുക്കണം. പക്ഷേ അതിന് എന്തായാലും എൻ്റെ ഫേസ് കാണിക്കേണ്ടി വരും ചിലപ്പോൾ. അപ്പോൾ അത് എനിക്കൊരു ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ ഞാൻ നോക്കി കുറേ റിസർച്ച് ചെയ്ത സമയത്ത് എനിക്ക് മനസ്സിലായി മാർക്കറ്റിംഗ് എന്ന് പറയുന്ന സാധനത്തിന് നല്ലൊരു ഇമ്പോർട്ടൻസ് ഉണ്ടെന്നുള്ള സാധനം മനസ്സിലായി. അങ്ങനെ ഞാൻ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരുന്നു എൻ്റെ ഒരു ആർട്ട് പേജ് എന്നുള്ളത്. അത് എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു ഡ്രീമായിരുന്നു. എനിക്ക് ആ ഒരു ആർട്ട് പേജ് അതിനുവേണ്ടി കുറേ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ I have seen your drawings, it's beautiful. I have seen your drawings, it's beautiful. താങ്ക് യു. അപ്പോൾ എനിക്ക് അതിൽ ഒരു ഇൻപുട്ട് കൊടുക്കാൻ പറ്റില്ല. അതിൽ എനിക്ക് റിഗ്രറ്റ് ഉണ്ട്. കാരണം ഓൾറെഡി എനിക്ക് സ്കില്ലുണ്ട്, എനിക്ക് ചെയ്യാൻ ചെയ്താൽ കൊള്ളാമെന്നുള്ളൊരു ആഗ്രഹമുണ്ട്. പക്ഷെ അതെനിക്ക് ഈ ഒരു കാര്യം കൊണ്ടാണ് എനിക്ക് ചെയ്യാൻ പറ്റാതിരിക്കുന്നത്. ഒരു മാർക്കറ്റിംഗ് ആണെന്നുണ്ടെങ്കിലും ഈ ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനുള്ളൊരു മടിയാണെന്നുണ്ടെങ്കിലും എനിക്ക് ഫേസ് അതെ ഒരു മടിയാണത്. ഇത് എയുടെ കാലഘട്ടമാണ്. ഫേസ്ലെസ് യൂട്യൂബ് ചാനൽസ് എന്തോരോ ആൾക്കാർ ഇപ്പം ഓക്കെ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്, കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട്. അശ്വതി അച്ചു ഏയാ എത്ര മില്യൺ ഫോളോവേഴ്സ് ഉണ്ട്? എത്ര മില്യൺ ഫോളോവേഴ്സ് ഉണ്ട്? ഫസ്റ്റ് ഇൻഫ്ലുവൻസർ അതെ. അതുപോലെ പല മോഡൽസ് ഉണ്ട് പൈസ ഏൺ ചെയ്യുന്നത്. ഇവിടെ ഉള്ള ആൾക്കാരെക്കാളും 90% ആൾക്കാരെക്കാളും കൂടുതൽ പൈസ ഏൺ ചെയ്യുന്ന AI മോഡൽസ് ഉണ്ട്. അതാണ് ഈ കാര്യം. ഫേസ്ലെസ് യൂട്യൂബ് ചാനൽസ് ചെയ്യാം, യു ക്യാൻ യൂസ് AI, ഇവരെ ചെയ്യാം, എന്താ വേണം ചെയ്യാം. വോയിസ് ഓവർ വീഡിയോസ് മാത്രം ചെയ്യാം. എത്രയോ ആൾക്കാരുണ്ട് വോയിസ് ഓവർ. ഈ കുക്കിംഗ് വീഡിയോസ് ഒക്കെ കണ്ടിട്ടില്ലേ, ഇങ്ങനെ ഇതിനകത്തിൽ കുക്ക് ചെയ്യുന്നത്. അപ്പോൾ അവർ വോയിസ് ഓവറിലായിരിക്കും ഈ സാധനം പറയുന്നത്. ചിലപ്പം വോയിസ് ഓവർ പോലും ഉണ്ടാവില്ല, പാട്ടായിരിക്കും. ഇവരിത് ചെയ്യുന്നു, ഇത് മാത്രം റെക്കോർഡ് ചെയ്യുന്നു. സോ യു ക്യാൻ ഡു ദാറ്റ്. പക്ഷെ നമ്മൾ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ എനിക്ക് തോന്നുന്നില്ല. ഇപ്പം ഒരു ഇൻസ്റ്റാഗ്രാം ആണെന്നുണ്ടെങ്കിലും ഞാൻ ഏതൊരു കോട്ടക്കാരൻ കണ്ടതായിരുന്നു, വരയ്ക്കാൻ അറിയണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത് ഇങ്ങനെ മാർക്കറ്റ് ചെയ്യണമെന്നും കൂടെ അറിയണം എന്നുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു. എക്സാക്ട്ലി. പണ്ട് ആൾക്കാർ ചേസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നോക്കുന്ന കാര്യം ഒരു ഫോട്ടോയിൽ ഇൻഡെപ്ത് ആയിരിക്കും നോക്കുക, അല്ലെങ്കിൽ ഒരു വീഡിയോയിൽ വരുന്ന വിഷ്വൽസ്, ആ വീഡിയോ എടുക്കുന്ന രീതി, ആംഗിൾസ്, ഈ സംഭവമായിരിക്കും. പക്ഷേ ഇപ്പം ആൾക്കാർ അങ്ങനെയുള്ള ഒരുപാട് വീഡിയോഗ്രാഫേഴ്സും ഫോട്ടോഗ്രാഫേഴ്സും ഇപ്പോൾ കോണ്ടന്റ് ഉണ്ടാക്കുന്ന റീച്ചിന് വേണ്ടി മാത്രമാണ്. പണ്ട് അവരുടെ ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ അവർക്ക് ആ പ്രൊഫഷനോടുള്ള ലവിന് വേണ്ടി ചെയ്തുകൊണ്ടിരുന്ന ഒരു സാധനം ഇൻ കംസ് ടു ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി എസ്പെഷ്യലി, അവരിപ്പോൾ ചെയ്യുന്നത് കോണ്ടന്റിന് വേണ്ടി മാത്രമാണ്.
റീച്ച് കിട്ടിയ റീച്ചിന് വേണ്ടി മാത്രമാണ് ഇത്ര Famous ആവണം, മില്യൺ fame വ്യൂസ് ആവണം. കിട്ടും. അതേ അവർ നോക്കുന്നുള്ളൂ. അല്ല അവരുടെ ഒരു സ്കില്ല് അല്ലെ അവരുടെ ചെയ്തുകൊണ്ടിരുന്ന കാര്യം എക്സ്പീരിയൻസ് സ്കില്ല് ചെയ്തിട്ടും അവർ ഫെയിം ആവുന്നില്ല, അല്ലെങ്കിൽ ഫെയിം റീച്ച് ആവുന്നില്ല. there are other people who's better than them. ആ ഒരു സാധനം വരും. മറ്റേ ഇടയ്ക്ക് ട്രോളിലൊക്കെ കാണാം ഈ റീൽ വീഡിയോസും റിയൽ വീഡിയോസും ചെയ്യുന്നവരുണ്ട്. നല്ല രീതിക്ക് ഡാൻസ് കളിക്കുന്നവർക്ക് ചിലപ്പോൾ 800,000 വ്യൂസേ കാണത്തുള്ളൂ. പക്ഷെ അതിന്റെ ഇടയ്ക്ക് ചുമ്മാ മറ്റേ ഈ ട്രെൻഡിനനുസരിച്ച് 2 ഡാൻസ് കളിക്കുന്നവർക്ക് അവിടെ മില്യൺസും ട്രില്യൺസും അടിക്കുകയാണ്. സത്യമല്ലേ? അതാണ് ഇവിടുത്തെ റിയാലിറ്റി. അൽഗോരിതം മെയിൻറ്റെയിൻ ചെയ്ത് അൽഗോരിതം മെയിൻറ്റെയിൻ ചെയ്യുക, ട്രെൻഡ്സായിട്ട് കീപ്പപ്പ് ചെയ്യുക, എന്ത് വേഷം കിട്ടുക, ഈ ഒരു സംഭവത്തിലാണ് ആൾക്കാർ പലതും ഓടുന്നത്. അപ്പം ഇഫ് യു ഫീൽ ലൈക്ക് ഡൂയിങ് സംതിങ്, നമ്മൾ നേരത്തെ പറഞ്ഞ കാറ്റഗറി ഇഷ്ടമുള്ള ഒരു സാധനമാണെങ്കിൽ ഇത് ചെയ്തോട്ടെ. ഓക്കെ, ഇത് വീട്ടിലിരിക്കാം, ഒരു ഡ്രോ ചെയ്യാം, ഒരു ഫോൺ അവിടെ വെച്ചിരുന്നാൽ മതി, റെക്കോർഡ് ചെയ്യാം, ടൈം ലാപ്സ് ആക്കാം, എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അത് ജസ്റ്റ് പോസ്റ്റ് ചെയ്താൽ മതി. അതിൽ അശ്വതി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അശ്വതിയുടെ ഒരു സംഭവം, ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അതിനോട് റെസണേറ്റ് ആവുന്ന ഒരു 10,000 ഫോളോവേഴ്സ് ഇല്ലെങ്കിൽ പോലും അത്ര ആൾക്കാർ അശ്വതിയുടെ ആ ടാലൻറ്റ് കണ്ടു അതിൽ ഇൻട്രസ്റ്റ് ആയി വന്നുള്ള ആൾക്കാരാണ്. അപ്പോൾ അശ്വതി എനിക്ക് 100K ഇല്ലല്ലോ 500K ഇല്ലല്ലോ എന്ന് ആലോചിക്കുന്നിടത്താണ് ഈ ഒരു പ്രശ്നം വരുന്നത്. കാരണം വെൻ ഐ സ്റ്റാർട്ടഡ് ക്രിയേറ്റിംഗ് കോണ്ടന്റ്സ്, ഞാൻ കണ്ടന്റ് ക്രിയേഷൻ തുടങ്ങിയപ്പോഴത്തേക്കും കുറേ ആൾക്കാർ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ആൾക്കാർ പറഞ്ഞു തുടങ്ങിയ, ഇപ്പം ഇവിടെയുള്ള പ്രമുഖരും പലരുണ്ട് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ പലതും പച്ചയ്ക്ക് പറയരുതെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഒരു ഡ്രിങ്കിൻ്റെ ഫോട്ടോ ഇത് ചെയ്യരുത്, അല്ലെങ്കിൽ പിക്സ് വിത്ത് വുമൺ അത് ചെയ്യരുത്, പ്രതിച്ഛായ ബാധിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഐ ഡോണ്ട് കെയർ അബൌട്ട് ഇറ്റ്. കാരണം ഞാനൊരു സാധനം ചെയ്യുന്നത്, ഞാനൊരു കോണ്ടന്റ് ചെയ്യുന്നത്, എനിക്ക് ഇഷ്ടപ്പെടുന്ന കുറച്ച് സ്റ്റൈൽ ഓഫ് കോണ്ടന്റ്സ് ഉണ്ടാവും, എനിക്ക് എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ ഇഷ്ടമാണ്. ഇപ്പം ഞാൻ ചെയ്യുന്ന പല കോണ്ടന്റോ അല്ലെങ്കിൽ സ്കിറ്റോ ഇതൊന്നും ഞാൻ കോൺവെർസേഷൻ ചെയ്യുമ്പോൾ കൊന്നാലും ചെയ്യത്തില്ലെന്ന് പറഞ്ഞ കാര്യമാണ്. പക്ഷേ വെൻ യു ആർ ഇൻ ദ ഗെയിം, ലൈക്ക് ഐ എം കോമ്പറ്റൻറ്റ് ഏതൊരു കാര്യത്തിലാണെങ്കിലും, ഓക്കെ എനിക്കിത് ട്രൈ ചെയ്യണം, ഐ വോണ്ട് ടു ട്രൈ സംതിങ് ന്യൂ എവറി ഡേ. അപ്പം ഇതെല്ലാം ചെയ്യുമ്പോഴും ഞാൻ അവരോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇപ്പം നമ്മളൊരു സാധനം ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുക, ഇപ്പോൾ ഒരു നേർഡ് ഇമേജോ അല്ലെങ്കിൽ ഒരു പ്രതിച്ഛായ ഞാൻ ഉണ്ടാക്കി വെച്ച് ഞാനൊരു 500K ഫോളോവേഴ്സ് നിൽക്കുന്ന ഒരാളാണ്. ഒരു ചെറിയൊരു കാര്യം മതി, ഓക്കെ ഇപ്പോൾ അങ്ങനത്തെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട്, ഒരു പെണ്ണിനെ കൂടെ കണ്ടു എന്ന് പറഞ്ഞിട്ടൊരു ന്യൂസ് വന്നത് മതി. ഇപ്പോൾ ഇവിടെ ഒരാളെ ഡിഫെയിം ചെയ്യാനോ അല്ലെങ്കിൽ ഹേറ്റ് ക്യാമ്പയിൻസ് ഉണ്ടാക്കാനോ വളരെ എളുപ്പമാണ്. ഫേമസ് ആയിട്ട് നിൽക്കുന്ന ഒരാളെ പറ്റിയിട്ട് എന്ത് പറഞ്ഞാലും ആൾക്കാർ വിശ്വസിക്കും. കാരണം അവർക്ക് ചെയ്യാൻ പറ്റാത്തത് ചെയ്ത ഒരാൾക്ക് എന്തെങ്കിലും നെഗറ്റീവ്സ് ഉണ്ടാവും, അവർക്കത് വേണം, ആ നെഗറ്റീവാണ്. ഇപ്പോൾ രൺവീർ അലവാദിയ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ബിയർ ബൈസെപ്സ് എൻ്റെ ഒരു ഇഷ്യൂ വന്നു. അപ്പം അതിനകത്തിൽ അയാൾ പറഞ്ഞ ഒരു വാക്കാണ് ഇത്രയും പ്രശ്നമായൊരു സംഭവം. അപ്പോൾ അതിൻ്റെ ആണെങ്കിൽ അതിൽ പറഞ്ഞ എന്തുവാ കേരള ലിറ്ററസി റേറ്റ് അങ്ങനെ കുറേ സാധനങ്ങൾ പറഞ്ഞു. ഇപ്പോൾ ദേ ഷുഡ് വാച്ച് ദേ പേരൻസ് എന്ന് പറഞ്ഞൊരു സംഭവം പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഞങ്ങളുടെ ഇവിടെ ഓഫീസിൽ ഇരുന്നപ്പോൾ ഞങ്ങളും കഥ പറഞ്ഞുകൊണ്ടിരുന്നു, ഞാനിത് റിയാക്ട് ചെയ്ത് ഇത് വീഡിയോ ആയി പോയി, അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. പക്ഷേ രൺവീർ അലവാദിയ എന്ന് പറയുന്ന ആൾ, ഹീ ഈസ് സമ്മൺ ഐ പേഴ്സണലി ലുക്ക്ഡ് അപ്പ് ടു. ഇപ്പോൾ പണ്ടെന്ന് പറഞ്ഞാൽ ആൾ തുടങ്ങിയെന്ന് പറഞ്ഞാൽ ആൾക്കൊരു എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് ആണുള്ളത്, ഡ്രോപ്പ് ഔട്ട് എന്നിട്ട് ഫിറ്റ്നസ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, യൂട്യൂബിലോട്ട് വന്നു. പിന്നെ ഞങ്ങൾക്ക് കുറേ കാര്യങ്ങൾ സിമിലർ ഇതുണ്ടായിട്ട് ഞാൻ കണക്റ്റ് ആയിട്ട് ഞാൻ ഫോളോ ചെയ്ത യൂട്യൂബേഴ്സിൽ ഒരാളാണ് പുള്ളി. വളരെ കുറച്ച് ആൾക്കാരുള്ളൂ ഞാൻ അങ്ങനെ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ആഫ്റ്റർ എ സർട്ടൻ പോയിന്റ് ആളുടെ ഒരു സ്റ്റൈല് മാറി, ഒരു സ്പിരിച്വൽ ഇതേ, അപ്പം ഞങ്ങളൊരു കണക്ഷൻ പോയിന്റ് മാറി. പിന്നെ ഞാൻ ആളുടെ കോണ്ടന്റ് അധികം ഫോളോ ചെയ്യാറായി. അപ്പം അതുവരെ അത്രയും ലുക്ക്ഡ് അപ്പ് ചെയ്യും. അപ്പോൾ ആൾ അച്ചീവ് ചെയ്തൊരു സംഭവം എന്ന് പറഞ്ഞാൽ ദ ബെസ്റ്റ് യൂട്യൂബർ, ദ ബെസ്റ്റ് പോഡ്കാസ്റ്റർ രാജമാനി ബിയർ ബൈസെപ്സ് ആണ് ഇന്ത്യയിൽ. അപ്പം ഈ ഒരു ലെവലിൽ എത്തിയ ഒരാൾ ഒരു ചെറിയൊരു സാധനം വന്നപ്പോൾ എന്ന് വെച്ചാൽ ഇയാളുടെ ഇത് ട്രിഗർ ആയതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ അയാൾ അത്രയും മറ്റേ നന്മമരം സ്പിരിച്വൽ മറ്റേ ആത്മീയതയൊക്കെ പറഞ്ഞിട്ട് വന്നിരുന്ന് ഈ ഒരു സാധനം പറഞ്ഞു, പച്ച റോ സാധനം പറഞ്ഞുകൊണ്ടാണ് ഇത്രയും ട്രിഗർ ആയത്. പക്ഷേ ഇന്ത്യ ഗോട്ട് ടാലൻ്റ് എന്ന് പറയുന്ന ആ ഒരു ഷോ നടത്തുന്നതെന്ന് പറഞ്ഞാൽ എന്ത് റോസ്റ്റിങ്ങിന് റെഡിയായിട്ട് അവിടെ വന്ന് നിൽക്കുന്ന ആൾക്കാരോട് എന്ത് വിളിച്ച് പറയുന്ന ഒരു ഷോയാണത്. ഇതിലും വലിയതൊക്കെ പറഞ്ഞിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട്. പക്ഷേ ഇയാളിത് പറഞ്ഞപ്പോഴാണ് ഇത്രയും പ്രശ്നമായത്, ഇയാളോട് പോയത് പോലീസ് കേസ് ആയത് എല്ലാം. അപ്പം അത്രയും ഫെയിം ഉണ്ടാക്കി ടോപ്പ് ഓഫ് ദ വേൾഡ് പീക്കിൽ നിൽക്കുന്നവരുള്ള ഒരൊറ്റ ദിവസം കൊണ്ടാണ് താഴെ പോയത്. അതെന്തുകൊണ്ടാണ്? ഈ ഒരു പ്രതിച്ഛായ മാറി. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇറ്റ്സ് എ സെയിം സെനറിയോ. ഇപ്പോൾ ഇവിടെ അതുപോലത്തെ ഒരു ഇൻഫ്ലുവൻസർ 1 million 500K ഉള്ള ഒരാൾ ഈ പറഞ്ഞ ഒരു പെണ്ണുകൂടെ കണ്ടു എന്ന് പറഞ്ഞിട്ടൊരു വാർത്ത വരുവാണെങ്കിൽ എന്താ, അയാൾ നാളെ ഇല്ല, നീ മറ്റേതല്ലേ മറിച്ചതല്ലേ അതാണ് വാടകയാണ് കൂടെയെന്നും പറഞ്ഞ് നശിപ്പിച്ച് കളയും. ഇപ്പോൾ എന്നെ ഒരു പെണ്ണൂടെ കണ്ടു, ഓക്കെ ഞാൻ ഇന്നലെ വേറൊരു പെണ്ണൂടായിരുന്നു, നാളെ വേറെ പെണ്ണ്, ലൈക്ക് ഐ ആം ഓപ്പൺ അബൌട്ട് ഇറ്റ്, ലൈക്ക് ഐ ക്യാൻ സേ ദാറ്റ്. അതിൻ്റെ പേരിൽ എന്നെ എഡ്ജ് ചെയ്യത്തില്ല. കാരണം ഇത് പറയുന്ന ഇത്രയും ആൾക്കാർക്ക് ഞാൻ എന്താണെന്നറിയാം. ഇത് ഞാൻ ഇങ്ങനെ അല്ലാതെ വെച്ചിട്ട് ഇത് ചെയ്യുമ്പോഴത്തേക്കാണ് ഞാൻ മോശക്കാരനാവുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഇവിടെ ഇപ്പോൾ എൻ്റെ ഫോളോവേഴ്സായിട്ട് വരുന്നവരോ എനിക്ക് മെസ്സേജ് അയക്കുന്ന ആൾക്കാരോ എന്നെ കണ്ടിട്ട് അവർക്ക് ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നിയ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടായിരിക്കും എനിക്ക് മെസ്സേജ് അയക്കുന്നത്. അപ്പം ഞാൻ അവരോട് പറയുമ്പം ഞാൻ നേടായിട്ട് നിന്നിട്ടോ അല്ലെങ്കിൽ ഞാനിതൊന്നും ചെയ്യാതെ പുസ്തകപ്പുഴയായിട്ട് നിന്നിട്ടോ പഠിച്ചുകൊണ്ടിരുന്നിട്ടോ ഒന്നുമല്ല. ഞാൻ എൻ്റെ ലൈഫ് ഒരു റഫ് ലൈഫിൽ നിന്ന് തന്നെ പഠിച്ച കുറേ കാര്യങ്ങൾ കാണാനാണ് എനിക്ക് പലതും ചെയ്യാൻ പറ്റിയത്. അല്ല ഞാൻ 100 പുസ്തകം വായിച്ചുകൊണ്ടോ അല്ലെങ്കിൽ
എന്താ ഡബിൾ ഡിഗ്രി എടുത്തുകൊണ്ട് ഒന്നുമല്ല. അപ്പം അവരെൻ്റെ അടുത്ത് വരുന്നത് എൻ്റെ ഒരു ഒപ്പീനിയൻ കിട്ടാനാണ്, അല്ലെങ്കിൽ വാട്ട് ഐ വെൻ ത്രൂ എന്നുള്ളൊരു കാര്യത്തിനാണ്. അപ്പം ഞാൻ അവരോട് പറയുമ്പോഴും ആ റിയൽ സാധനം അല്ലെങ്കിൽ ഐ എം നോട്ട് ഡൂയിങ് ജസ്റ്റിസ് ടു മൈ ഫോളോവേഴ്സ് എന്നുള്ളൊരു കാര്യം എനിക്കുണ്ട്. അപ്പം ഞാനെണ്ണം അടിക്കുമെങ്കിൽ ഞാനെണ്ണം അടിക്കും. പക്ഷേ രണ്ടെണ്ണം അടിച്ചാലും എന്താണെങ്കിലും എൻ്റെ തലയിൽ ഒറ്റ കാര്യമുള്ളൂ, ബിസിനസ്. വിൽ ബി ഫോക്കസ്ഡ്. അതാണ് കാര്യം. ഇപ്പം നിങ്ങൾ ഈ പറയുന്ന എന്തും നിങ്ങൾക്ക് ചെയ്യാം. മദ്യപിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളൊരു മോശക്കാരനാവുന്നില്ല, സിഗരറ്റ് വലിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളൊരു മോശക്കാരനാവുന്നില്ല. പക്ഷേ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളിൽ നിന്ന് നിങ്ങളുടെ ഇപ്പം മദ്യപിക്കുന്നു എന്ന് പറയുന്ന ഒരു കാര്യം നിങ്ങളെ മാറ്റി നിർത്തുന്നുണ്ടെങ്കിൽ അത് മോശമാണ്. നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യത്തിൽ നിങ്ങൾ ഫോക്കസ്ഡ് ആണ്, അതിനെ ഇത് ആക്സിലറേറ്റ് ചെയ്യുന്നേ ഉള്ളെങ്കിൽ അത് നല്ലതാണ്. കാരണം വലിയ വലിയ പല തീരുമാനങ്ങളും ഞാൻ കള്ളുപിടിച്ചിട്ടെടുത്തിട്ടുള്ളതാണ്. ലൈക്ക് ഇറ്റ് വർക്ക്ഡ് ഔട്ട് ഫോർ മീ. അപ്പം എന്ന് പറഞ്ഞാൽ എല്ലാവരും കള്ളു കുടിക്കാനും അല്ല ഞാൻ പറയുന്നത്. കള്ളു കുടിച്ചുകൊണ്ട് നിങ്ങൾ മോശക്കാരനാവുന്നില്ല, കള്ളു കുടിച്ചുകൊണ്ട് നിങ്ങൾ ഫെയിൽ ആവുന്നില്ല. പക്ഷേ എല്ലാത്തിനും ലിമിറ്റ് വേണം, കൺട്രോൾ ചെയ്യണം. ഐ ഹാവ് മൈ ലിമിറ്റ്സ്. ഞാൻ വെറുതെ കുടിക്കുന്ന ഒരാളല്ല. ചിലപ്പോൾ ഞാൻ മാസങ്ങൾ കുടിക്കുകയായിരിക്കും, ചിലപ്പോൾ എത്രയേ ഉള്ളൂ. നമ്മളിപ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന വുമൻസിനോട് എന്താണ് പറയാനുള്ളത്? വുമനോട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് കാര്യങ്ങളും നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുമ്പോഴത്തേക്ക് പബ്ലിക്കിനെ നന്നാക്കുന്നതിന് മുന്നേ നിങ്ങളുടെ വീടുകൾ നന്നാക്കുക, വീട്ടുകാരെ പറഞ്ഞ് മനസ്സിലാക്കുക. കാരണം അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ലെറ്റ്സ് സേ ഇപ്പം നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി അല്ലെങ്കിൽ അടിയിട്ടിറങ്ങി, നിങ്ങൾ എന്തൊക്കെയോ അച്ചീവ് ചെയ്തു, നിങ്ങൾ വലിയ ആളായി എന്നൊരു തോന്നൽ നിങ്ങൾക്കുണ്ട്. ഓക്കെ, നിങ്ങൾ എന്തൊക്കെയോ ആയി കഴിഞ്ഞിട്ട് നിങ്ങൾ വീട്ടിൽ വരുമ്പോഴത്തേക്കും നിങ്ങളൊന്നും അല്ല എന്നുള്ള ഫീല് നിങ്ങളുടെ വീട്ടുകാർ നിങ്ങൾക്ക് തരും. അത് പിന്നെയും നിങ്ങളുടെ ഒരു ട്രോമയായിട്ട് മാറും. അപ്പം അതുകൊണ്ട് നിങ്ങളുടെ ഇഷ്ടങ്ങൾ എന്താണ്, നിങ്ങൾക്ക് എന്താണ് ജീവിതത്തിൽ വേണ്ടതെന്നുള്ളത് നിങ്ങൾ വീട്ടുകാരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഓക്കെ, ഐ ആം കേപ്പബിൾ ഓഫ് ഡൂയിങ് ദിസ്. പക്ഷേ ഇത് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു അല്ലെങ്കിൽ അവരെ ഒഫൻഡ് ചെയ്ത് നിങ്ങളൊരു കാര്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള പൊട്ടൻഷ്യലും അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാനുള്ള ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് കൊണ്ടുവന്ന് ഉറപ്പ് വരുത്. അല്ലാതെ വെറുതെ വീട്ടുകാരെ വെറുപ്പിച്ച് റിബലായിട്ട് എന്തും ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിപ്പോകരുത്. കാരണം ദർ ആർ എ ലോട്ട് ഓഫ് വുമൺ ഔട്ട് ദെയർ ഹു ഗെറ്റ് ലോസ്റ്റ് ഇൻ ദ വേ. കാരണം അവർ സ്റ്റക്കായി പോകും. കാരണം ഇപ്പോൾ ഇവിടെ ആണെങ്കിലും വുമൺ ഫാൾ ഫോർ ഡ്രഗ്സ് ഭയങ്കരമായിട്ടുള്ളൊരു പോയിൻ്റ്. കാരണം അവർ വീട് വിട്ട് ഇവിടെ വന്നിട്ട് അവർക്ക് പല ഡ്രീംസുമായിട്ട് വന്നിട്ട് അവർക്ക് പലപ്പോഴും എത്തിപ്പെടാൻ പറ്റാത്തപ്പോൾ അവർ നേരെ പോകുന്ന ഡ്രഗ്സിലോട്ട്. ഐ നോ ലോട്ട് ഓഫ് പീപ്പിൾ ഔട്ട് ദെയർ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവാതിരിക്കുക. കാരണം നിങ്ങൾ ലിബലായിട്ട് ഇറങ്ങിപ്പോയാലും ഒഫൻഡ് ചെയ്തിട്ട് ഇറങ്ങിപ്പോയാലും നിങ്ങൾ തിരിച്ച് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടുകാർ ദേ വിൽ ബി ദെയർ. അപ്പം നിങ്ങൾക്ക് എന്ത് പറ്റിയാലും അവസാനം ഉണ്ടാകുന്ന വീട്ടുകാരായിരിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ മേ ബി യു മൂവ് ടു എ സിറ്റി, ഇപ്പോൾ കൊച്ചി അല്ലെ ബാംഗ്ലൂർ പോകുന്നൊരു സിറ്റിയിലോട്ട് വരുമ്പോഴത്തേക്കും ദർ വിൽ ബി ലോട്ട് ഓഫ് പീപ്പിൾ ടു ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് യു. അപ്പം അതിൽ നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് തരാൻ ആൾക്കാരുണ്ടാവും, ഫ്രണ്ട്ഷിപ്പിന് ആൾക്കാരുണ്ടാവും, പാർട്ടീസിന് കൊണ്ടുപോകാൻ ആൾക്കാരുണ്ടാവും, ഒരുപാട് കാര്യങ്ങൾക്ക് കൊണ്ടുപോകാൻ ആൾക്കാരുണ്ടാവും. പക്ഷേ അവസാനം നിങ്ങൾ എത്തി നിൽക്കാൻ പോകുന്നത് അവിടെ ഒന്നും ആയിരിക്കത്തില്ല. അവിടെ എത്തി നിന്ന് കഴിയുമ്പോൾ നിങ്ങളുടെ ഡ്രീംസ് നിങ്ങളുടെ കാണത്തില്ല. നിങ്ങൾക്ക് അതിനുവേണ്ടി നടക്കാനുള്ള കുറേ കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോകും. നിങ്ങൾക്കുള്ള കുറച്ച് ക്വാളിറ്റീസ് നഷ്ടപ്പെട്ടു പോകും. അപ്പം ആസ് വുമൺ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ലൈക്ക് ആ ഒരു ഫെമിനിൻ നേച്ചർ അത് നിങ്ങൾ കീപ്പ് ചെയ്യുക. കാരണം ഇത് ഇപ്പം ചർച്ചയാവുന്നൊരു ടോപ്പിക്കാണ്. നേരത്തെ അശ്വതി ചോദിച്ചൊരു കാര്യം, സ്ട്രഗിൾസ് ആർ ഫോർ മെൻ. എത്രത്തോളം ആണുങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നു, ഇത് ഈ വന്നിട്ട് ടേറ്റ് ഹംസ അങ്ങനെ ഒരുപാട് ആൾക്കാർ പറയുന്നത്, എത്രത്തോളം ആണുങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നു ദേ ഗെറ്റ് സ്ട്രോങ്ങർ. ഇഫ് ദേ ക്യാൻ ഫൈറ്റ്, അവർക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ദേ ഗെറ്റ് സ്ട്രോങ്ങർ. ഫൈറ്റ് ചെയ്യാൻ പറ്റാത്ത ആണുങ്ങളെ നമ്മൾക്ക് ആണുങ്ങൾ എന്ന് വിളിക്കാൻ പറ്റില്ല. ദേ ബോയ്സ്, ദർ എ ഡിഫറൻസ് ബിറ്റ്വീൻ ബോയ്സ് ആൻഡ് മെൻ. അപ്പം അവർ ഫൈറ്റ് ചെയ്യും, ദേ വിൽ ടേക്ക് ദ പെയിൻ. പക്ഷേ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നു, നിങ്ങൾ തന്നെ ഇതിനെ ഇത് ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനത്തെ ഒരു ലെവലിൽ പോകുമ്പോഴത്തേക്കും നിങ്ങളുടെ ആ ഒരു ഫെമിനിൻ ഇന്നസെൻസ് പോവും, ഓൺ ദ വേ പോവും. എത്രയൊക്കെ അല്ലെന്ന് പറഞ്ഞാലും പോവും. യു സ്റ്റാർട്ട് ബിക്കമിങ് മോർ മാസ്കുലിൻ. പിന്നെ നിങ്ങൾക്ക് ആരില്ലെങ്കിലും ജീവിക്കാൻ പറ്റുമെന്ന് തോന്നും. നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിലും അടങ്ങിക്കില്ല. യു ലൈക്ക് ഫക്ക് ഓഫ് പറയും അടുത്ത ആളുടെ. അപ്പം അങ്ങനെ ഒരു പോയിന്റ് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാവും യു ഡോണ്ട് ഹാവ് ദാറ്റ് ഹോം ബിൽഡിങ് അല്ലെങ്കിൽ ഒരു പാർട്ണറുമായിട്ടുള്ള നല്ലൊരു ലൈഫ് നിങ്ങൾക്ക് കിട്ടത്തില്ല. നിങ്ങൾക്കെന്നല്ല, അങ്ങനെ പോയി കഴിഞ്ഞാൽ കിട്ടത്തില്ല. അതാണ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇതൊക്കെ വലിയ ടോപ്പിക്കിലേക്ക് നമുക്ക് പോകേണ്ടി വരും. സോ ഐ ജസ്റ്റ് പോയിന്റ് ഇറ്റ് അപ്പ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. അപ്പം എന്താ പിന്നെ ഫൈൻഡ് എ മാസ്കുലിൻ മെൻ, യു നീഡ് ഇറ്റ്. അപ്പം ടോക്സിക് അല്ല, മാസ്കുലിൻ മെൻ. അപ്പം ഹൂ ക്യാൻ ടേക്ക് കെയർ ഓഫ് യു, ഹൂ ക്യാൻ ലവ് യു, ഹൂ ക്യാൻ പ്രൊട്ടക്റ്റ് യു. പിന്നെ ആണുങ്ങൾ സത്യം പറഞ്ഞ സബ്ജക്റ്റായിട്ട് എടുത്ത് പഠിക്കേണ്ട ഒരു കാര്യമാണ് വുമൺ എന്ന് പറയുന്നത്. കാരണം മോസ്റ്റ് ഓഫ് ദ മെൻ ഡോണ്ട് നോ ഹൗ ടു ട്രീറ്റ് എ വുമൺ. ഡു യു അഗ്രി? Sometimes. Most of the men don't know how to treat a woman. Do you agree? Yes. കാരണം അത് പഠിക്കേണ്ട കാര്യമാണ്. ഇപ്പം ലെറ്റ്സ് സേ നമ്മൾ വണ്ടി ഓടിക്കാൻ അറിയാത്ത ഒരാൾ നേരെ കയറി ഒരു പോർഷെ 911 കയറി വണ്ടി ഓടിക്കാനിരുന്ന് എങ്ങനെ ഇരിക്കും? നേരെ കൊണ്ട് കയറ്റും. ദാറ്റ്സ് വാട്ട് ഹാപ്പൻസ്. അപ്പം ഒരു പെണ്ണുങ്ങളാണെങ്കിൽ ജഡ്ജ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആണെങ്കിൽ എത്ര ഗേൾ ഫ്രണ്ട്സ് ഉണ്ടാകുന്നുള്ള ഇതിലായിരിക്കരുത്. ദ മോർ ഗേൾ ഫ്രണ്ട്സ് ദ മോർ കാർസ് ഹി ഡ്രൈവ്, അത്ര എക്സ്പീരിയൻസ് ആയിരിക്കും. അതുപോലെ മോർ വുമൺ തേനോ അത്ര എക്സ്പീരിയൻസ് ആയിരിക്കും. ദിൽ ബി ഗുഡ്. അപ്പം കാരണം പെൺകുട്ടികൾക്ക് പലപ്പോഴും അറിയില്ല വാട്ട് ദേ വാണ്ട് എന്നുള്ളത്. സൊസൈറ്റിയൽ നോംസിലും ഈ പറയുന്ന പോലെ
മൈ ഗായ് ഷുഡ് ബി അണ്ടർസ്റ്റാൻഡിങ്, മൈ ഗായ് ഷുഡ് ഡു ദിസ് ഡു ദാറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു കൺട്രോൾ ഇതിൽ നിർത്താൻ പലപ്പോഴും നോക്കാറുണ്ട്. പക്ഷേ ദേ ഡോണ്ട് നോ വാട്ട് ദേ വോണ്ട്. ദേ നീഡ് ഗൈഡൻസ് ഓൾ ദ ടൈം, മോസ്റ്റ് ഓഫ് ദ വുമൺ നീഡ് ദാറ്റ്. പക്ഷേ അതല്ലാത്ത ഒരുപാട് ആൾക്കാരുമുണ്ട്, പല ഫാമിലീസും റൺ ചെയ്യുന്ന സ്ത്രീകളും ഇവിടെ ഉണ്ട്, പല ആണുങ്ങളും കേപ്പബിൾ അല്ലായിട്ട് ഫാമിലി നല്ല രീതിയിൽ കൊണ്ടുവന്ന നല്ല പെണ്ണുങ്ങളും ഇവിടെ ഉണ്ട്. അപ്പം മോസ്റ്റ് ഓഫ് ദ കേസസ് ഈ ഒരു സംഭവം ഉണ്ടാവും. അപ്പം നിങ്ങൾക്ക് എന്ത് വേണം എന്നുള്ളത് നിങ്ങളെ ഡിസിഷൻസ് ആയിരിക്കണം. വെൻ യു ഗെറ്റ് ഇൻ ടു എ റിലേഷൻഷിപ്പ് ഓൾസോ നിങ്ങളെ ഹാപ്പിയാണോ, നിങ്ങളെ ഹാപ്പി ആക്കുന്നുണ്ടോ, ഈസ് യു എ മാൻ ബെറ്റർ ദാൻ അതേഴ്സ് എന്നുള്ളതായിരിക്കണം. കാരണം നിങ്ങളുടെ ഫ്രണ്ട്സ് വന്നിട്ട് ഈ കുത്തിരിപ്പുണ്ടാക്കാൻ നോക്കും, അങ്ങനെയുള്ളത് സമ്മതിക്കരുത്. ഷീ ഈസ് ജലസ്, ബേസിക്കലി ഷീ ഈസ് ജലസ്. ആൾ പറയുന്ന ആളുടെ ഒരു ലോക്കൽ ബോയ് ഫ്രണ്ട് പറ്റി യു വിൽ ബി ഡേറ്റിംഗ് എ സൂപ്പർ ഗായ്, പക്ഷേ അവൾ വന്ന് പറയുമ്പോഴത്തേക്കും ഓ എന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷേ ദാറ്റ്സ് നോട്ട് ദ റിയാലിറ്റി. വുമൺ പ്ലേ മൈൻഡ് ഗെയിംസ് ആസ് വെൽ. സോ ഇങ്ങനെയുള്ള ഇതിനൊന്നും പാടാതിരിക്കുക. പിന്നെ വുമൺ എംപവർമെൻറ്റ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഗോ ഫോർ യുവർ ഡ്രീംസ്, ഗോ ചേസ് യുവർ ഡ്രീംസ്. നിങ്ങളുടെ ഫാമിലിയെ കറക്റ്റാക്കുക, നിങ്ങളുടെ ഡ്രീംസ് എല്ലാം അച്ചീവ് ചെയ്യുക. പക്ഷേ കീപ് ദ ഇന്നസെൻസ് ദെയർ വിത്ത് യു വെൻ യു ഫ്ലൈ ഹൈ. ഓക്കെ ഗൈസ്, അപ്പം ലെറ്റ്സ് വൈൻഡ് അപ്പ്. അപ്പം നമുക്ക് ഇതുപോലുള്ള പുതിയ കണ്ടൻറ്റുകൾ, പുതിയ കാര്യങ്ങളായിട്ട് കാണാം. നിങ്ങൾക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും ടോപ്പിക്കിനെ പറ്റി വീഡിയോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ്. നമ്മൾ അതുപോലെ വൈ ഡിഗ്രിയിൽ ഒരു വുമൺ ക്യാമ്പയിൻ നമ്മൾ ചെയ്യുന്നുണ്ട്, എസ്പെഷ്യലി ഫോർ വുമൺ. ഇതുപോലെ ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഫോർ വുമൺ, അല്ലെ വുമൺ എംപവർമെൻറ്റ് എന്നുള്ള രീതിയിലാണ്. ഇഫ് യു വാണ്ട് ടു ബി പാർട്ട് ഓഫ് ദ ക്യാമ്പയിൻ, കോൺടാക്ട് അസ്, നമ്പർ താഴെയുണ്ട്. ആൻഡ് ഇഫ് യു ലൈക്ക് വീഡിയോസ് ലൈക്ക് ദിസ്, ഡു സബ്സ്ക്രൈബ് ദ ചാനൽ. ഐ വിൽ സീ യു ഓൺ അനദർ വീഡിയോ. വിൽ സീ യു ഓൺ അനദർ വീഡിയോ. Until then, bye bye, take care, peace, say bye. Bye.